السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൽ ഹജ്ജ് മക്കിയാണ്. ഇല്ല ഒമിനന്നാസി മയ്യ അബ്ദുല്ലാഹ എന്നുള്ള ശേഷമുള്ള ആയത്ത്. ഇനി ആ ആയത്തും രണ്ടായത്തുകളും വൈല്ല ഹാദാനി ഹസ്മാനി ഇഖ്തസമു എന്ന് തുടങ്ങുന്ന അസിത്ത് 6 ആയത്തുകൾ, 6, 2, 8 ആയത്തുകൾ ഈ സൂറത്തിൽ. ആയത്ത് ഫ മദനിയാത്ത്, അത് മദനിയത്താണ്. ബാക്കി എല്ലാ ആയത്തുകളും മക്കിയത്താണ്. വഹിയ അർബഉൻ ഔ ഖംസുൻ ഔ സിത്തുൻ ഔ സബ്ഉൻ ഔ സമാനിൻ വസബ്ഉനായ 74, 5, 6, 7, 8 ആയത്തുകളാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഐ അഹ്ല മക്ക, മക്ക നിവാസികളെ, വഗൈറുഹും മക്ക നിവാസികളല്ലാത്തവരെ, അഹ്ല മക്ക വഗൈറുഹും, കാരണം അയ്യുഹന്നാസു എന്നല്ലേ. അപ്പോൾ മുനാദ മുഫ്രദ് മഖ്സൂദാണ്. അപ്പോൾ അന്നാസ് എന്നതിന്മേൽ അത്ഫ് ചെയ്യുമ്പോൾ അഹ്ല മക്ക എന്നുള്ളത് ബദലായിട്ട് വന്നതാണ്. അപ്പോൾ ബദലാവുമ്പം അവിടെ മഹല് അല്ല, അഹ്ല മക്ക എന്നുള്ളത് നിദ അല്ലേ വരുന്നത്. മുനാദ മുലാഫ് അല്ലേ, മുനാദ മുലാഫാമ നസ്ബാണ്. പിന്നെ ഗൈറുഹും അത് മുഫ്രദാണല്ലോ, മഖ്സൂദ്. അപ്പം അങ്ങനെ വായിക്കാം. മുനാദ മുഫ്രദ് ഗൈറു മഖ്സൂദാണെങ്കിൽ നസ്ബാണ്. അപ്പം ആ നിലക്ക് നസ്ബും വായിക്കുന്നതുകൊണ്ട് തിരക്കേടില്ല. ഇപ്പം ഒരു കണ്ണ് കാണാത്ത ഒരാൾ യാ ഫുലാനൻ എന്ന് വിളിക്കാം. അല്ല, യാ ഫുലാനല്ല, സോറി, യാ റജുലൻ, ഓ റജുലേ എന്നാണ് വിളിക്കുക. യാ റജുലു എന്ന് പറഞ്ഞാൽ അത് മഖ്സൂദായിരിക്കണം. ഇതിപ്പം മഖ്സൂദ് അല്ല എന്ന നിലയ്ക്ക് അങ്ങനെ ആക്കാം. എന്തായാലും ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം. ഈ കാബഹു, റബ്ബിൻ്റെ ശിക്ഷയെ, വീൻ തുതീഹു, എങ്ങനെ സൂക്ഷിക്കുക, നിങ്ങൾ അവനെ വഴിപ്പെടൽ കൊണ്ട്. ഇന്ന സൽസലത അന്ത്യദിനത്തിൻ്റെ സൽസല, അതിൻ്റെ ചലനം, ശക്തമായ കുലുക്കം, അയൽ ഹർക്കത്ത് ശരീര, ശക്തമായ അനക്കം, ലിൽ അർദി, ഭൂമിക്കുണ്ടാകുന്ന, അല്ലത്തി അങ്ങനെയുള്ള യക്കൂന് ബാദഹ, അന്ത്യദിനത്തിൻ്റെ ശേഷം ഉണ്ടാകുന്ന, സായത്തിൻ്റെ ശേഷം ഉണ്ടാകുന്ന, അല്ല യക്കൂന് ബാദഹ തുലൂ ഷംസി മിൻ മഗ്രിബിഹ, എങ്ങനത്തെ ശക്തമായ കുലുക്കമാണ് അതിൻ്റെ ശേഷമാണ് തുലൂ ഷംസ്, സൂര്യോദയം ഉണ്ടാകുന്നത്, മിൻ മഗ്രിബിഹ, ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും, ഹുവ ഖുർബുസ, അത് അന്ത്യദിനത്തിന് അടുക്കലായിരിക്കും. ഷെയ്ൻ അദീം, അന്നത്തെ സാഅത്തിൻ്റെ കുലുക്കം, അന്ത്യദിനത്തിൻ്റെ കുലുക്കം വലിയ സംഭവമായിരിക്കും, വലിയ ഒന്നായിരിക്കും. ഫീസ് ആജിനാസ്, ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിൽ. അല്ലെങ്കിൽ എങ്ങനെയുള്ള ഹുവാമിനൽ ഇഖാബ്, അത് ശിക്ഷയുടെ ഒരു ഇനമാണ്, ഒരിനം ശിക്ഷയാണത്. യോമ തറൗനഹ, യോമ ദിവസത്തിൽ, തറൗനഹ നിങ്ങൾ കാണും, അന്നാസിനോടല്ലേ പറയുന്നത്, നിങ്ങൾ കാണും, ആ തറൗനഹ തദ്ഹലു കുല്ലു മുർദിയ അല്ലേ. ആ സൽസലത്തിന് നിങ്ങൾ കാണും. തദ്ഹലു ബിസബബിഹ, ആ സൽസലത്ത് കാരണത്താൽ, ആ കുലുക്കം കാരണത്താൽ അശ്രദ്ധരാകുന്നതായിട്ട്, കുല്ലു മുർദിയത്തിൻ, ഓരോ മുലയൂട്ടുന്ന പെണ്ണും, ബിൽ ഫിഇലി, തൻ്റെ പ്രവൃത്തി കൊണ്ട്, എന്തിനെ തൊട്ട്, അമ്മ അർലഅത്ത്, താൻ ആരെയാണോ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെയും വിട്ട് അശ്രദ്ധരാകും, എല്ലാം മറന്നു പോകുന്നു. ദുഹൂലുണ്ടാകും, അഥവാ വിസ്മൃതി സംഭവിക്കും. ഐ തൻസാഹു, ആ കുട്ടിയെ മറക്കും. തലഹു കുല്ലു ദാത്തി ഹംലിൻ, ഓരോ ഗർഭമുള്ള ഗർഭിണികളും, അയ്യുബുല, ഓരോ ഗർഭിണികളും പ്രസവിക്കും, ഹംലഹ, തൻ്റെ ഗർഭത്തിലുള്ള കുട്ടിയെ. വതറന്നാസ, ജനങ്ങളെ താങ്കൾക്ക് കാണാം, സുക്കാറായിട്ട്, എന്താണ്, ലഹരി ബാധിതരായിട്ട്, മിൻ ഷിദ്ദത്തിൽ ഖൗഫി, ഭയം ശക്തമായത് കാരണത്താൽ. ഒമാഹും ബി സുക്കാറ, എന്നാലോ അവർ ലഹരി ബാധിതരല്ല, മിന ഷറാബ്, കുടിച്ചതിൻ്റെ പേരിൽ ലഹരി ഉണ്ടായതൊന്നുമല്ല. വലാകിന്ന അദാബ് അല്ലാഹി ഷദീദ്, എങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷ ശക്തമാണ്. ഫഹും, അപ്പോൾ അവർ യഖാഫൂനഹു, അതിനെ പേടിക്കുന്നതാണ്, ശക്തമായതുകൊണ്ട് പേടിക്കേണ്ടതാണ്. അന്ന് പേടിക്കും, ഇന്ന് പേടിക്കാത്തവരും. വനസലഫിൻ നളരി ബിൻ ഹാരിസിൻ്റെ വിഷയത്തിലോ, ജമാഅത്തിൻ, അയാളുടെ കൂട്ടത്തിലുള്ള ഒരു സംഘത്തിൻ്റെ വിഷയത്തിലും, അയാളെ ഏത് സംഘത്തിലാണോ ആ സംഘത്തിലോ ഇറങ്ങിയതാണ്. അവൻ എന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുള്ള മയ്യാദിൽ ഫില്ലാഹി, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകൾ, ബിഗൈരിൽ, യാതൊരു വിവരമില്ലാതെ, കാലു, അവർ പറഞ്ഞു, അൽ മലായികത്ത്, മലക്കളൊക്കെ, ബനാത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്, അൽ ഖുർആൻ എന്നത് അസാത്തീറുൽ അവലീൻ, മുമ്പ് കഴിഞ്ഞ ആളുകളുടെ വെറും കഥകളാണ്. അൻകറുൽ ബാസ്, അവർ പുനർജീവിതത്തെ എന്ത് ചെയ്തു, നിരാകരിച്ചു. വൈഹിയ മൻ സാറ തുറാബ,
മണ്ണായി തീർന്ന ഒരാളെ പുനരുജ്ജീവിക്കലിനെയും അവർ നിരാകരിച്ചു. എന്നിട്ട് വയത്തബിഉ ഫി ജിദാലി, അവരുടെ തർക്കത്തിൽ അവർ പിൻപറ്റുന്നത് കുല്ല ഷെയ്ത്താനും മരീദ്, എല്ലാം വോട്ട് കാണിക്കുന്ന, എല്ലാ ധിക്കാരം നടത്തുന്ന, അല്ലെ മുത്തമരീദ്, അനുസരണ കെട്ട എല്ലാ പിശാചുക്കളെയുമാണ് അവർ പിൻപറ്റുന്നത്. അവരുടെ ഈ പറച്ചിൽ, ഈ തർക്കത്തിൽ കുതിബ അലൈഹി, കുതി അല ഷെയ്ത്താൻ, ഈ ഷെയ്ത്താൻ്റെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്നു, അന്നഹു, നിശ്ചയം, തീർച്ചയായും കാര്യം, അല്ലെങ്കിൽ ഷെയ്ത്താൻ, മന്ദവല്ല, അതാ നല്ലത്, ഷെയ്ത്താൻ മന്ദവല്ലാഹു, അവൻ ആരാണോ പിൻപറ്റിയത്, ഐത്തബഹു അഥവാ അവനെ പിൻപറ്റിയത്, ഫൈൻഡഹു യുദില്ലുഹു വയഹ്ദിഹി, ഷെയ്ത്താൻ അവനെ പിഴപ്പിക്കും, വയഹ്ദിഹി യദ്ഉഹു ഇലാ അദാബി സഈർ, അവനെ നയിക്കും എന്ന് വെച്ചാൽ അവനെ ക്ഷണിക്കും, ഇലാ അദാബി സഈർ, സഈറിൻ്റെ അഥവാ ഇന്നാരി നരകത്തിൻ്റെ ശിക്ഷയിലേക്ക് അവനെ ക്ഷണിക്കും. യാ അയ്യുഹന്നാസ്, അലേ ജനങ്ങളെ, അയ്യഹൽ മക്ക, മക്ക നിവാസികളെ, ഇൻ കുന്തും ഫി റൈബിൻ ശക്കിൻ മിനൽ ബഅഥി, പുനർജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഫൈന, നിങ്ങൾ നോക്കണേ, നിശ്ചയം നാം ഖലഖനാക്കും, നിങ്ങളെ സൃഷ്ടിച്ചത്, അതായത് അസ്ലക്കും, നിങ്ങളുടെ അടിസ്ഥാനമായ ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത്, മിന്തുറാബ്, കേവലം മണ്ണിൽ നിന്നാണ്, തുമ്മ ഖലഖന ദുര്യത്തോ, പിന്നെ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെ സൃഷ്ടിച്ചു, മിന്നു തുഫ, എന്തിൽ നിന്നും, ബീജത്തിൽ നിന്നും, മനി അഥവാ മനിയിൽ നിന്നും, സുമ്മ മിൻ അലക്ക, പിന്നെ അത് ആലക്കയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, വഹിയുദ്ധമുൽ ജാമിദ്, അത് ഉറച്ച രക്തമാണ്, അഥവാ വാപ്പയുടെ മനിയും ഉമ്മയുടെ അണ്ടവും ചേർന്നിട്ടുള്ള സിക്താണ്ഡം, അതിൽ നിന്നാണ്, അത് ഉറച്ചതായിരിക്കും ഗർഭപാത്രത്തിൽ. സുമ്മമിൻ മുൽഗ, പിന്നെ മാംസക്കട്ടയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, വഹി അതിൽ അഹമ്മത്താണ്, അതൊരു മാംസകഷണമാണ്, കറമ, എന്താണ്, കുദ്ദിറമ, കതിറമ, യുംലഹു, ചവക്കാൻ പാകത്തിലുള്ള, കതിറ പാകത്തിലുള്ള, ഒന്നിൻ്റെ, ചവക്കപ്പെടുന്ന ഒന്നിൻ്റെ പാകത്തിലുള്ള, യുംലഹു, അല്ലെ, ചവക്കപ്പെടുന്ന ഒന്നിൻ്റെ പാകത്തിലുള്ള ഒരർച്ചി കഷണം, അതിൽ നിന്ന് മുഹല്ലക്ക, രൂപപ്പെടുത്തപ്പെട്ട, മുസവ്വറ, രൂപപ്പെടുത്തപ്പെട്ട, താമ, പൂർണ്ണമായിട്ട്, അൽ ഹൽക്കി, സൃഷ്ടിപ്പ് പൂർണ്ണമാക്കപ്പെട്ട, രൂപപ്പെടുത്ത ഒരു ഇറച്ചി കഷണത്തിനാണ് പിന്നെ പടച്ചത്. വൈരി മുഹല്ലക്ക, ചിലപ്പോൾ എന്താണ് അതാവാത്തതുണ്ടാവുക, ഏതായത് വൈരി താമത്തിൽ ഹൽക്ക്, സൃഷ്ടിപ്പ് പൂർണ്ണമാവാത്ത, അപ്പോൾ ചിലപ്പോൾ കൈകാലുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നതുണ്ടാവാം, അല്ലെങ്കിൽ പൂർണ്ണ ആകാരമുള്ള, അല്ലെ, കൈ ജന്മന ഇല്ലാത്തതുണ്ടാവും, ഉള്ളതായിട്ടുണ്ടാവും, അല്ലെ. ലീനുബയ്യനലക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി, കമാല കുതിരത്തിനാ, നമ്മളുടെ ശക്തിയുടെ പൂർണ്ണതയെ, ലിതസ്തദില്ലു, നിങ്ങൾ അതുകൊണ്ട് അത് എന്താണ് അതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി, ആ ബിഹ എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞ സംഗതികളിലൂടെ, മുഹല്ലക്കത്തായതും ഗൈർ മുഹല്ലക്കത്തായതുമായ മാംസക്കട്ട, അതിന് മുമ്പ് അലക്കയിൽ നിന്നും അതിന് മുൻ നുത്തുഫയിൽ നിന്നും ഒക്കെ നിങ്ങൾ സൃഷ്ടിച്ചല്ലോ, അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഇസ്തിദലാൽ തെളിവ് പിടിക്കാമെന്ന്. ഫിബിത്തിദായിൽ ഹൽക്ക്, സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിൽ, അല എന്തിന്മേൽ നിങ്ങൾ എന്തിനെ മനസ്സിലാക്കാൻ, അല ഇആദതിഹി, അള്ളാഹുവിന് എന്താണ് അതിനെ മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന്. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ തുടക്കം ഇതുകൊണ്ടാണെന്ന് പറയുമ്പം ഇത്തരം സംഗതികളിലൂടെ ഞങ്ങൾക്ക് തെളിവ് അല്ലെ, പ്രാമാണികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, അല ഇആദതിഹി, അള്ളാഹു അതിനെ മടക്കിയും കൊണ്ടുവരുന്നതാണ് എന്ന്. അപ്പം പുനർജീവിതത്തിന് കൃത്യമായ തെളിവ് കിട്ടും. നുഖറുഫിൽ അർഹാമി, മുസ്തനിഫായ ജുംലയാണ്, പുതിയ ജുംലയാണെന്ന്, മുസ്തനഫായ ജുംല എന്ന് പറയും. ഫിൽ അർഹാമി, ഗർഭപാത്രങ്ങളിൽ നാം സ്ഥിരപ്പെടുത്തുന്നു, മാനഷ, നാം ഉദ്ദേശിച്ചതിനില്ല, ആജലി മുസമ്മ, ഒരു നിശ്ചിതാവധി വരെ, അതാ വക്കത്തി ഹുറൂജി, അത് പുറപ്പെടുന്ന സമയം വരെ, സുമ്മന ഹുരുജിക്കും, പിന്നെ നാം നിങ്ങളെ പുറപ്പെടുവിക്കുന്ന, മിമ്പുത്തൂനി ഉമ്മാതിക്കും, നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്നും, തിഫിൽ, നിങ്ങൾ തന്നെ കുട്ടിയായ നിലക്ക്, വിമാനാത്ത് ഫലം, കുട്ടികളായ നിലക്ക്, സുമ്മ അമ്മിരിക്കും, പിന്നെ നാം നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരുന്നു, ലിതബുലഹു അശുദ്ധക്കും, നിങ്ങൾ നിങ്ങളുടെ യുവത്വം ഏറ്റവും ശക്തിയായ ഒരു പ്രായം പ്രാപിക്കാൻ വേണ്ടി, അയൽ കമാൽ, പൂർണ്ണതയെ, വൽ കുവ, ശക്തിയെ, അല്ല ആ ഒരു സമയം, അതേതാണ്, മാബൈന സലാസീന ഇലൽ അർബഈന, 30ൻ്റെയും 40ൻ്റെയും ഇടയിലുള്ള സനതൻ, 30 കൊല്ലത്തിനും 40 കൊല്ലത്തിൻ്റെ ഇടയിലുള്ള ഒരു ടൈമാണ് യുവത്വം. എന്നാൽ വമിങ്കും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മയ്യുതോഫ യമൂത്തു, ഇതോഫ, മരിപ്പിക്കപ്പെടുന്ന അഥവാ മരിക്കുന്ന, കബലബുലൂൽ അശദ്ദി, ആ യൗവനം എത്തുന്നതിന് മുമ്പായിട്ട് മരിച്ചു വീഴുന്ന ആളുകളുണ്ടാവും. വമിങ്കും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ യുറദ്ദു ഇല അർദൽ ഉമരി, ഏറ്റവും അർദലായ, ഏറ്റവും നിസാരമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്ന ആളുകളുണ്ട്, അതായത് അഹസ്സിഹി, ഏറ്റവും നിസാരമായ പ്രായം, മിനൽ ഹറമി, അതാണ് വാർദ്ധക്യം, വൽ ഹർഫി എന്നല്ലേ പിച്ചും പേയും ഒക്കെ പറയുന്ന, ഹൗഫ് എന്നാണ് എഴുതിയേക്കുന്നത്, ആ പിച്ചും പായും പറയുന്ന, അതുപോലെ തന്നെ എന്താണ് വാർദ്ധക്യവുമായ ഒരവസ്ഥ, അതാണല്ലോ നിസാരമായ ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക്, അതായത് 40 കഴിഞ്ഞ് 50, 60, 70, 80 ആകുമ്പോൾ ഒരു പിച്ചും പേയൊക്കെ ചിലപ്പം പറയും. അപ്പോൾ ആ വയസ്സ് വരെ ആ ഒരു കോലത്തിലേക്ക് മടക്കപ്പെടുന്നവരുണ്ടാകും. എന്തിന്, കൈലായ അലമ മിമ്പാലി ഇൽമിൻ കൈലായ അലമ, അവൻ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി, മിമ്പാലി ഇൽമിൻ, മനസ്സിലാക്കിയതിൻ്റെ ശേഷം ചെയ്യുന്ന ഒന്നിനെയും, പലതും മനസ്സിലാക്കി വെച്ചിരുന്നു, പക്ഷെ മനസ്സിലാവാൻ കഴിയാത്തൊരു പാകതയിലേക്ക് അവൻ ആയിത്തീരാൻ വേണ്ടി. കാല ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ, ലം യസിർ, അവനായിത്തീരുകയില്ല, ബിഹാദിഹിൽ, അലയ്യ, അവസ്ഥയിലെത്തൂല എന്ന്. ഖുർആൻ നിരന്തരം പാരായണം ചെയ്ത്, അല്ലാഹു അവന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
ഓതറൽ അർള, താങ്കൾ ഭൂമിയെ കാണും, ഹാമിദ് തന്നെ അബിസ്ദിന് ഉണങ്ങിയതായിട്ട്, ഫൈദ അൻസൽന അലിഹൽ മാ, എന്നിട്ട് ആ ഭൂമിയുടെ മേൽ നാം വെള്ളം വർഷിപ്പിച്ചാൽ, ഇഹ്തസത്ത് തഹറക്കത്ത്, ഈ ഭൂമി എന്താകും, ചലിക്കും. അതായത് ആ പച്ചപ്പ് വരുമ്പോൾ ഭൂമിക്ക് ഒരു സ്പന്ദനം ഉണ്ടാകും, അല്ലെ, അത് സ്പന്ദിക്കുന്നതായിട്ട്. ഒറബത്ത് ഇർത്തഫഅത്ത് വസാദത്ത്, അതെന്തായി, വറബത്ത് എന്ന് വെച്ചാൽ റബ വളരുക, ഇർത്തഫ ഉയർന്നതായിട്ട്, അത് വർദ്ധിച്ചതായിട്ട് കാണാം. അമ്പത്തത്ത് അത് മുളപ്പിച്ചതായിട്ടും കാണാം. മിൻ സായിദാണ് കുല്ലന സൗജിൻ സിൻഫിൻ ബഹീജിൻ, അല്ലെ, ബഹീജ് എന്ന് വെച്ചാൽ ഹസനായ, നല്ല ശോഭയുള്ള, കാണാൻ ഭംഗിയുള്ള എന്നർത്ഥം. അപ്പം ശോഭയുള്ള എല്ലാ ഇനം സംഗതികളെയും, അതായത് എല്ലാ ഇനം ചെടികളെയും ആ ഭൂമി മുളപ്പിച്ചതായിട്ടും കാണാൻ കഴിയുന്നതാണ്. വെള്ളത്തിലേക്ക്, അല്ലെ, മരിച്ച ഭൂമി, മരിച്ചു കിടക്കുന്ന ഭൂമിയിൽ വെള്ളം ഇറ്റിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ. ദാലിക്കൽ മദ്കൂർ, ഈ പറയപ്പെട്ട കാര്യം, ഇമ്പതി ഇൽ ഖൽഖിൽ ഇൻസാൻ, എന്താ പറയപ്പെട്ട കാര്യം, എന്തിനാൽ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിനാൽ, ഇലാഹിരിഹിയായിൽ അർളി, ഭൂമിയെ, എന്താണ്, മരിച്ചു കിടക്കുന്ന ഭൂമിയെ സജീവമാക്കുന്നതിന്റെ അവസാനം പറഞ്ഞല്ലോ, അതിന്റെ ഒടുക്കം വരെയുള്ള ഈ കാര്യങ്ങളൊക്കെ, ബി അന്ന, എന്ത് കാരണത്താൽ അങ്ങനെ ഉണ്ടാകുന്ന, ബി സബബി അന്നല്ലാഹു വൽ ഹഖ്, അള്ളാഹു യാഥാർത്ഥ്യമായതുകൊണ്ടും അള്ളാഹു തന്നെ പരമസത്യമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന്. അസാബിത്തുദ്ദായിമു, സ്ഥിരപ്പെട്ട എന്നൊന്നും നിലനിൽക്കുന്നവനായ അള്ളാഹു, അതാണ് അൽ ഹക്കിന്റെ അർത്ഥം, അസാബിത്തുദ്ദായിം. പിന്നെ വന്നഹു യുഹിൽ മൗത, അവൻ മരിച്ച ആളുകളെയൊക്കെ ജീവിപ്പിക്കുന്നത് കൊണ്ടുമാണ്. വന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളത് കൊണ്ടുമാണ്. വന്ന സഅത, അന്ത്യദിനം എന്നുള്ളത്, ആതിയത്തുൻ, വരുന്നതായതിനാലുമാണ്, വരുന്നതാണ്. ലാ റൈബ ശക്ക ഫീഹാ, അതിൽ യാതൊരു സംശയമില്ല. അന്നല്ലാഹു യബ്അസു മൻ ഫിൽ ഖുബൂർ, അള്ളാഹു ഖബറിലുള്ള ആളുകളെ പുനരുജ്ജീവിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അവനിന്നത് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മയ്യാതിൽ തർക്കിക്കുന്ന ആളുകളില്ല, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ യാതൊരു അറിവില്ലാതെ, വല ഹുദന്മാഹു, അവനോടൊപ്പം യാതൊരു മാർഗദർശിയില്ലാതെ, ഒരു ഗൈഡും ഇല്ല, ഒരു നോളജും ഇല്ല. വല കിതാബി മുനീർ, പ്രകാശിതമായ, അല്ലെ, പ്രകാശം, ലഹു, അവന് പ്രകാശം, അലഹു നൂറും മാഹു, കിതാബിൻ മുനീരിൻ ലഹു നൂറുൻ, അല്ലെ, പ്രകാശം പരത്തുന്ന, അഥവാ അതിന് പ്രകാശമുണ്ട്, അങ്ങനെയുള്ള ഒരു കിതാബും മാഹു, അവനോടൊപ്പം ഇല്ല. അങ്ങനെ ഇങ്ങനെ വെറുതെ തർക്കിക്കുക അല്ലാതെ വിഷയത്തിൽ ഒരു അറിവില്ലാതെ. സാനിയ ഇതുഫിഹി, സാനിയ ഇതുഫി എന്ന് വെച്ചുള്ള ഹാലാണ്, അതായത് ലാവിയ ഉലുഖിഹി, അവനവൻ്റെ കഴുത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സാനാന്ന് വെച്ചാൽ വളയ്ക്കുക, മടക്കുക. തക്കബുർ, അഹങ്കാരം കാരത്ത്, ആ ലീമാനി, വിശ്വസിക്കുന്നിട്ട് ഇങ്ങനെ കഴുത്തിങ്ങനെ എന്ത് ചെയ്യുക, വളയ്ക്കുക. അവഗണിച്ചിട്ടൊരു തിരിക്കലുണ്ടല്ലോ, കഴുത്ത് തിരിക്കുക, അവഗണിച്ചിട്ട് താത്തുക എന്നല്ല, മറിച്ച് എന്താണ്, സത്യം പിന്നിലുണ്ടെങ്കിൽ തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നടക്കൂലേ, അങ്ങനത്തെ ഒരു നടന്നു. വൽ അതുഫുൽ വൽ അതുഫുൽ ജാനി വൽ അതുഫിൽ ജാനിബി എന്നായിരിക്കൂലേ, ലാവിയ ഉപയോഗം. പിന്നെ അതുഫിൽ ജാനിബി അയ്യമീൻ ഔഷിമാലിൻ, വലതു ഭാഗത്തു നിന്നോ ഇടതു ഭാഗത്തു നിന്നോ ജാനിബിനെ എന്ത് ചെയ്യുക, തിരിക്കുക, അതുഫ് ചെയ്യുക, ഒന്ന് വളയ്ക്കുക, അങ്ങോട്ട് തിരിഞ്ഞിട്ട് നമ്മളൊരു നടക്കൂലേ, മൈൻഡാക്കാതെ, ആ ഒരു ഇത്. അങ്ങനെ തന്നെയായിരിക്കും വായിക്കുന്ന, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. വാത്തുഫിൽ ജാനിബി എന്നാവണം, നോക്കട്ടെ. ലിയുദില്ല ബി ഫതിഹിലിയായി വലമ്മിഹ, നമ്മുടെയൊക്കെ ലിയുദില്ല അൻസബില്ല എന്നാണ്. ഇനി ലിയുദില്ല എന്നും കിറാത്തുണ്ട്, പിഴയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിഴപ്പിക്കാൻ വേണ്ടി. അൻസബില്ല, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിട്ട്, ഈ ദീനി, അള്ളാഹുവിൻ്റെ ദീനത്തിട്ട്, ലഹുഫി ദുനിയാവിൻ്റെ ദുനിയാവിലുണ്ട്, ഹിജിൻ, നിന്ദ്യതയുണ്ട്, അഥവാ ആദാബൻ, ശിക്ഷയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഫഖുത്തിലെയോ ബദർ, ബദറിൻ്റെ ദിവസത്തിൽ കൊല്ലപ്പെട്ടത് അവൻ. വനുദീഖുഹു യൗമൽ ഖിയാമത്തി, അവനെ നാം രുചിപ്പിക്കും അന്ത്യദിനത്തിൽ, അദാബൽ ഹരീഖ്, ഹരീഖിൻ്റെ ശിക്ഷ, അതിൽ ഇഹ്റാഖതായ കരിക്കുക എന്ന ശിക്ഷ, ബിനാരി, തീ കൊണ്ട്. വൈകാലുവിനോട് പറയപ്പെടും, ദാലിക്ക, അതൊക്കെ ബിമാ ഖദ്ദമത്, ഏതാക്ക, നിന്റെ രണ്ട് കൈകൾ മുമ്പേ ചെയ്തു വെച്ച ഒന്ന് കാരണത്താലാണ്. ഏതായത് ഖദ്ദമത്ഹു, അത് മുമ്പ് ചെയ്തു വെച്ച ഒന്ന് കാരണത്താലാണ്. ഉബിറാൻഹു ബിഹിമ, അപ്പം ബിഹിമ ഇവിടെ അതിനെ സംബന്ധിച്ച്, കദ്ദം തഹു, ഐ കദ്ദം തഹു, നിന്റെ രണ്ട് കൈ ചെയ്തു എന്ന് വെച്ചാൽ നീ ചെയ്ത ഒന്ന് കാരണത്താലാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന്. പിന്നെ എന്തിനാണ് അള്ളാഹു അബ്ബറാൻഹു, ഈ കദ്ദം തഹു എന്ന് പറയേണ്ട സ്ഥാനത്ത് ബിഹിമ, ഈ രണ്ട് കൈകൾ ചെയ്തതെന്ന് പറഞ്ഞത്, ദൂന കൈരിമ, കൈയല്ലാത്ത വേറെതിനെ പറ്റി പരാമർശിക്കാത്തത്, അതിൽ എന്നെ അക്സർ ലഫാലി, കാരണം ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറിയതും എന്താണ്, തനാവലു ബിഹിമ എന്നായിരിക്കൂലേ, അവ രണ്ടും കൊണ്ട് ചെയ്യുന്നതായിരിക്കും. തനാവുലും ബിഹിമ എന്നാവും. നോക്കാം. അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല, ലൈസ ബിദല്ലാമിൻ, അള്ളാഹു ളുൽമുള്ള ആളല്ല, ളുൽമുള്ള ആള് അല്ലാത്തത് കൊണ്ടുമാണ്,
ഇതൊക്കെ നിൻ്റെ ഇത് കൊണ്ടുള്ളതാണ്. ഇല്ല അബീദി തൻ്റെ അടിമകളോട് ഫയ്യാദിബും, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുമല്ലോ. അള്ളാഹു ശിക്ഷിക്കാത്തത് കൊണ്ടുമാണ് ബിഗൈരി ദംബ്, പാപമൊന്നുമില്ലാതെ. അള്ളാഹു ഉൽമുള്ളവനല്ല, അതുകൊണ്ട് പാപമില്ലാത്ത ആളുകളെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ടും അതുപോലെ തന്നെ നീ ചെയ്തതുകൊണ്ടുമാണ് ഇതൊക്കെ ശിക്ഷ കിട്ടുന്നത്, അല്ല അള്ളാഹ് അക്രമിയായിട്ടൊന്നും അല്ല. ഒമനിന്നത് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മയ്യാബുദുല്ലാ അലാ ഹർഫ്, എന്ത് ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ അലാ ഹർഫിലായിക്കൊണ്ട്, അഥവാ ഐശക്യം ഫി ഇബാദത്തിഹി, അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യുന്നതിൽ സംശയത്തോടു കൂടി ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അത് ശുബിഹ ബിൽ ഹാലി അലാ ഹർഫ്, അല്ലേ, ശുബിഹ ബിൽ ഹാലി അലാ ഹർഫ്, ഹാലിനോട് സദൃശ്യപ്പെടുത്തി, അലാ ഹർഫ്. ഹർഫി ജബൽ, അലാ ഹർഫി ജബൽ, ഒരു പർവ്വതത്തിൻ്റെ ഹർഫ് എന്ന് വെച്ചാൽ അഗ്രഭാഗം, അത് സദൃശ്യപ്പെടുത്തി. ഇവൻ്റെ ഈ അവസ്ഥയോട് അലാ ഹർഫ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അലാ ശക്ക് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഈ ഹാലിനോട് സദൃശ്യപ്പെടുത്തി. എന്തിൻ്റെ മേൽ? ഈ പർവ്വതത്തിൻ്റെ തെല്ല് ഭാഗത്ത് ഫി അദമി സബാത്തിഹി, സ്ഥിരതയില്ലാത്തതിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. ഫൈന സ്വഭാവ ഹൈനി, അങ്ങനെയുള്ള ആൾക്ക് വല്ല നന്മയും ബാധിച്ചാൽ സിഹത്തുൻ, ആരോഗ്യം ഉണ്ടായി, അതുപോലെ സലാമത്തും ഫി നഫ്സിഹി വമാലിഹി, അവൻ്റെ ശരീരത്തിൽ അല്ല അതുപോലെ അവൻ്റെ സ്വത്തിലൊക്കെ എന്താണ് ഒരു സുരക്ഷിതത്വം ഉണ്ടായാൽ, ഇത്തുമ അന്നബിഹി, അതുകൊണ്ട് അവൻ എന്തുണ്ടാ ഒരു മുത്തുമാനീയത്ത്, ഒരു ശാന്തത അനുഭവിക്കാൻ കഴിയും. വൈന സ്വാപത്തോപിച്ചിട്ട് അവന് വല്ല പരീക്ഷണം വന്നു വിട്ടാൽ മജന്നത്തുൻ അല്ല മിഹ്നത്ത്, വല്ല പരീക്ഷണം, വസകോൻ രോഗം, ഈ നഫ്സി അവൻ്റെ നഫ്സിലോ, ഒമാലിഹി അല്ലെങ്കിൽ അവൻ്റെ എന്താ സമ്പത്തിലുള്ള വല്ല പരീക്ഷണമൊക്കെ ഉണ്ടായാൽ, ഇൻ കലബാലാവധി, അവൻ മുഖത്തിന്മേൽ മറിയും, അവൻ്റെ മുഖത്തിന്മേൽ മറിയെന്ന് വെച്ചാൽ അതായത് നമ്മൾ പറഞ്ഞല്ലോ അല റസിന്നും കണ്ട മുമ്പ് കഴിഞ്ഞ സുഹൃത്തുള്ള പ്രയോഗം വന്നല്ലോ. അതുപോലെ തന്നെ നേരെ മറിയെന്ന് വെച്ചാൽ റജയിൽ കുഫറിലേക്ക് തന്നെ മറിയുമ്പോൾ ഹസറത്ത് ദുനിയ ബിഫവാത്തി മാ അമലഹു മിൻഹ, ഹസ്രത്ത് ദുനിയാവ് അവന് നഷ്ടപ്പെടും. ബി ഫവാത്തി മാ അമലഹു മിൻഹ, ദുനിയാവിൽ നിന്ന് അവൻ മോഹിച്ചു ഒന്ന് നഷ്ടപ്പെടുന്നുണ്ട്. വൽ ആഖിറ, ഹസ്രത്ത് ദുനിയാവൽ ആഖിറത്ത, ആഖിറത്തിനെ അവൻ നഷ്ടപ്പെട്ടു. ബിൽ കുഫി, കുഫർ കൊണ്ട്. ദാലിക ഹുവൽ ഹുസ്റാനുൽ മുബീൻ, അത് മാത്രമാണ് വ്യക്തമായ പരാജയം. അൽ ബയ്യൻ, വ്യക്തമായ. ദുനിയാവ് ആഖിറ എല്ലാം പോയി. യദ്ഉ യഅ്ബുദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ അവൻ ആരാധിക്കുന്നു. മിനസ്സനമിയ, വിഗ്രഹത്തിനാൽ മിനസ്സനമായതിൻ്റെ ബയാനാണ്, ശേഷമുള്ള ബയാനാണ്. മാ ലാ യദുറുഹു, അവന് ഒരു ഉപദ്രവം ചെയ്യാത്ത, അതായത് ഇല്ലം യഅ്ബുദു, അവനതിനെ ആരാധിച്ചില്ലെങ്കിൽ അവന് ഈ വിഗ്രഹം ഒരു ഉപദ്രവം ചെയ്യൂല. ഒമാല യൻഫഉ, അവന് യാതൊരു ഉപകാരവും ചെയ്യാത്ത. ഇൻ അബദഹു, അവനതിനെ ആരാധിച്ചാൽ ഉപകാരമോ അല്ലെങ്കിൽ ആരാധിക്കാത്തതിൻ്റെ പേരിൽ ഉപദ്രവം ഒന്നും വരുത്തി വെക്കാത്ത ഒന്നെന്തിനാൽ വിഗ്രഹത്താൽ, അങ്ങനെയുള്ള വിഗ്രഹത്തെ അള്ളാഹുവിനോട് കൂടാതെ അവർ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനോട് കൂടെ അവർ പ്രാർത്ഥിക്കുന്നു, അല്ലാതെ ഇതിനെയും കൂടെ പ്രാർത്ഥിക്കുന്നു. ഇതാലൊക്കെ ദുആ, ആ പ്രാർത്ഥന ബഈദ്, അത് തന്നെയാണ് വ്യക്തമായ എന്താണ് വഴിതെറ്റൽ, അൽ ഹക്കി, സത്യത്തെ തൊട്ടുള്ള വഴിതെറ്റൽ. യദ്ഉ ലിമൻ, അപ്പം അല്ലാമു സായിദിയാണ്. അപ്പം യദ്ഉ മൻ മതി, അല്ല അങ്ങനെയല്ല, യദ്ഉ മന്നാണ്. അപ്പം ലാം എന്താണ്? സായിദിയാണ്. യദ്ഉ ലിമൻ, യദ്ഉ ലാം ലിമൻ അല്ല കേട്ടോ, യദ്ഉ ലമനാണ്. അത് ലാമു സായിദിയാണ്. ലറുഹു, അതിൻ്റെ ഉപദ്രവം, ഈ ഇബാദത്തിഹി, അതിൻ്റെ ഉപദ്രവം എന്നുള്ളത് അവൻ ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട് അഖറബു മിൻ നഫ്ഇ, അതിൻ്റെ ഉപകാരത്തെക്കാൾ അടുത്തതാണ്. ഇൻ നഫഅ ബി തഖല്ലിഹി, നേരത്തെ അവിടെ പറഞ്ഞ വല്ല ഇത്തുഫി എന്നാണ് വായിക്കേണ്ടത്. ഇത്തുഫ് എന്നാണ് അതിന് പറയുക, വളയ്ക്കുക, ജാനിബിനെ വളയ്ക്കുന്ന ഇത്തുഫുൽ ജാനിബാണ്. പിന്നെ ശുബിഹ ബിൽ ഹാലി, ശുബിയ അവനോട് ചങ്ങാതിയെ സദൃശ്യപ്പെടുത്തി, ബിൽഹാലി അല ഹർഫി ജബൽ, പർവ്വതത്തിൻ്റെ പാർശ്വഭാഗത്തിന്മേലുള്ള അവസ്ഥയാണ്. ഒരു പർവ്വതത്തിൻ്റെ ഏതെങ്കിലും പാർശ്വഭാഗത്തിലുള്ള അവസ്ഥ എന്നുള്ള എന്താണ്? സബാത്ത് ഉണ്ടാവില്ല, സ്ഥിരത ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആരെ പറ്റി പറയുകയാണ്? ഒരു ഇസ്തിആറത്ത് തംസീലിയാണ് ആരുടെ വിഷയത്തിലുള്ള ഒരു വലിയ ശക്തമായ വിശ്വാസമൊന്നുമില്ലാതെ ഇസ്ലാമിലേക്ക് വരുന്ന ആളെ സംബന്ധിച്ച്. ഇനി യദ്ഉ ലമൻ ലർഹു, യദ്ഉ ലമൻ, തീർച്ചയായും അവ പ്രാർത്ഥിക്കുന്നു, മനോരുത്തനോടാണ്, ലർഹു അവൻ്റെ ഉപദ്രവം, ഇബാദത്തിഹി
ഇവനവന് വിഭാഗത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപദ്രവേ ഉണ്ടാവുന്നുള്ളൂ, വെറുതെ ഷിർക്കല്ലേ. അപ്പോൾ ഈ ഉപദ്രവമാകുന്നത് അക്രബ് കൂടുതൽ അടുത്താണ്, അപ്പോൾ ഉപദ്രവത്തിനാണ് സാധ്യത. പിന്നെ ഫിഹി അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്ന ആ മനിനെ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നതിനേക്കാൾ ഇന്നഫ അത് ഉപകാരം ചെയ്യുകയാണെങ്കിൽ ബിതഹല്ലിഹി ഇവൻ്റെ സങ്കല്പപ്രകാരം ഇവൻ്റെ ഭാവന പ്രകാരം ഉപകാരം ഉണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഉപദ്രവമാണ് അതിൻ്റെ കൂടുതൽ. ലബീസൽ മൗല ഇതൊക്കെ കൊണ്ട് ആ മൗലയുടെ ജിൻസ് തന്നെ എത്ര മോശമായി. അഹുവ പ്രത്യേകിച്ച് അത്. അപ്പോൾ ഈ മൗല എന്ന് വെച്ചാൽ ഈ വിഗ്രഹം, ഈ നാസർ അഥവാ ഈ നാസറിൻ്റെ ജിൻസ് തന്നെ എത്ര മോശം, സഹായിയുടെ ജിൻസ് തന്നെ, സംരക്ഷിക്കുന്നതിൻ്റെ ജിൻസ് തന്നെ. അല്ല ബീസൽ ആഷീർ എന്ന് പറഞ്ഞാൽ അസാഹിബ്, ഈ സാഹിബ് കൂട്ടുകാരൻ അല്ലേ, ഇവൻ്റെ കൂട്ടുകാരൻ, ഇവൻ്റെ ഉറ്റമായ ആളാരാണ്, വിഗ്രഹമല്ലേ. ആ സാഹിബിൻ്റെ ജിൻസ് തന്നെ എത്ര മോശം. അഷീർ എന്നൊക്കെ പറയില്ലേ, കൂടെയുള്ള ആൾ എന്നൊക്കെ അർത്ഥം, കൂട്ടുജീവിതം നയിക്കുന്ന ആളെന്നൊക്കെ അർത്ഥം. അപ്പോൾ പ്രത്യേകിച്ചത് ആ സ്വനമ വ അഖബ ദിക്ർ ഷാക്കി ബിൽ ഹുസ്രാൻ അല്ലേ, ഈ സംശയിച്ച് കൊണ്ട് അല്ലേ, ഒരു അല ഹർഫ് എന്ന് പറഞ്ഞല്ലോ, മയ്യബുല്ല അല ഹർഫ്, സംശയത്തിലായിട്ട് ഇങ്ങനെ അള്ളാഹ് ആരാധിക്കുന്നു. അപ്പോൾ ഈ ഷാക്കിൻ്റെ പറച്ചിലിൻ്റെ തൊട്ടുടനെ അള്ളാഹു ആക്കി എന്തിനെ, ബിൽ ഹുസ്രാൻ അല്ലേ, ദാലിക ഹുവൽ ഹുസ്രാൻ, അവിടെ ഹുസ്രാൻ എന്നുള്ള പദമാണ് പറഞ്ഞത്. ബിദിക്രിൽ മുഅ്മിനീന ബി സവാബ്, എന്തിൻ്റെ അവിടെ ബിദിക്രിൽ മുഅ്മിനീന, മുഅ്മിനിൻ്റെ സവാബ് കൊണ്ട്, അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് സവാബ് ഉണ്ടെന്നുള്ള ആ പ്രസ്താവന പറഞ്ഞതിൻ്റെ ഉടനെ പിന്നെ എന്തു പറഞ്ഞു, ഷാക്കില്ലേ, ഇങ്ങനെയാണ്. ഈ ഷാക്കിന് എന്തുണ്ടാവും, ശക്തമായ ദാലിക ഹുവൽ ഹുസ്രാൻ മുബീൻ, വ്യക്തമായ പരാജയമാണ് അവനുള്ളത് എന്ന് പറഞ്ഞതിൻ്റെ ഉടനെ എന്തിനാ പറഞ്ഞു. അപ്പം അക്കബയോട് ബന്ധം ബിദിക്കിരി എന്നതിനോടാണ്. മുഅ്മിനീങ്ങൾക്ക് സവാബുണ്ട് എന്നുള്ള പറച്ചിലാണ്. കാരണം സംശയത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് കാര്യമില്ല, നല്ല വിശ്വാസത്തോടുകൂടി ഇബാദത്ത് ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലം ഉള്ളത് എന്ന അതിൻ്റെ ഖുർആൻ്റെ ശൈലിയാണല്ലോ. എവിടെ ഈ ഭാഗത്ത് താക്കീബാക്കി പറഞ്ഞു, ഉടനെ പറഞ്ഞു എന്ന്, ഈ വിഷയം പറഞ്ഞിട്ട് ഉടനെ നല്ല ആളെ പറ്റി പറയാണ്. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യുദ്ഖുലു പ്രവേശിപ്പിക്കുന്നവൻ അല്ലദീന ആമനു വിശ്വസിക്കുകയും, ഇന്നല്ലാഹു യുദ്ഖിലുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്നതാണ്. ആ സൽക്കർമ്മങ്ങൾ തമ്മിൽ ഫർദുകളും സുന്നത്തുകളും. ജന്നാത്തിൻ തോട്ടങ്ങളിൽ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു അതിൻ്റെ അടിഭാഗത്തിലൂടെ ആറുകൾ ഒഴുകുന്നുണ്ട്. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യഫ്അലു മാ യുരീദു അവൻ ഉദ്ദേശിച്ചതിനെ പ്രവർത്തിക്കുന്നവനാണ്. മിൻ ഇക്റാം മൻ യുതിഉ തനിക്ക് വഴിപ്പെട്ട ആളുകളെ ആദരിക്കലിനാൽ, വ ഇഹാനതി മൻ യഅസിഹി തനിക്കെതിരെ ചെയ്ത ആളുകളെ നിസാരപ്പെടുത്തലിനാൽ. മൻ കാന യദുന്നു ആരെങ്കിലും മൻ ഒരുത്തൻ കാനാൻ യദുന്നു വിചാരിക്കാറുണ്ടായിരുന്നു, അല്ലൻ യൻസുറഹുല്ലാഹു അള്ളാഹു തന്നെ സഹായിക്കുകയില്ല, അല്ല അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുകയില്ല. അതാരാണ്, ഐ മുഹമ്മദൻ നബിയഹു, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സഹായിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ച് വല്ല ആഖിറത്തിൽ വെച്ചോ വല്ല സഹായം കിട്ടുകയില്ലാന്ന് വിചാരിച്ചാൽ, ഫല്യംദുദ് ബിസബബിൻ ബിഹബലിൻ അവൻ എന്ത് ചെയ്യട്ടെ, ഒരു കയർ അല്ലെ, സബബ് എന്ന് വെച്ചാൽ ഒരു ഹബിൽ, ഒരു കയറിനെ അങ്ങോട്ട് നീട്ടിയിടട്ടെ ലസമായ ആകാശത്തിലേക്ക്. സഖഫ് ബൈതിഹി അവൻ്റെ സഖഫ്, ആസമാ കൊണ്ട് ഉദ്ദേശിക്കുന്ന സഖഫി ബൈതിഹി എന്നാണ്, അവൻ്റെ വീടിൻ്റെ മേൽക്കൂരയിലേക്ക്. എന്നിട്ട് യശുദ്ദുഹു ഫീഹി അവൻ ആ കയറിനെ അതിലും കെട്ടട്ടെ, വഫീനുക്കി അവൻ്റെ കാറ്റിലും കെട്ടട്ടെ. സുമ്മല്യക്കത്ത് പിന്നെ അവൻ എന്ത് ചെയ്യട്ടെ, മുറിക്കട്ടെ എന്ന് വെച്ചാൽ ഐ ലിയഖ്തനിഖ ബിഹി അതുകൊണ്ട് അവൻ എന്ത് ചെയ്യട്ടെ, അവൻ തൊണ്ട കുടുങ്ങട്ടെ, തൊണ്ടയിൽ കുടുങ്ങി മരിക്കട്ടെ, അത് ആത്മഹത്യ ചെയ്യട്ടെ എന്ന്. ബേയക്കത്ത് നഫ്സ അവൻ്റെ നഫ്സിനെ തന്നെ മുറിച്ചിട്ട്, മിനൽ അർളി ഭൂമിയോട് ചേർന്നിട്ട്, അവൻ ഭൂമിയിൽ ചേർന്നിട്ട് കയറ് മേലെയൊക്കെ ആക്കിയിട്ട്, അതായത് തൂങ്ങിച്ചാവട്ടെ എന്ന്. കമാഫി സഹാഹ് എന്ന അറബി ഡിക്ഷണറിയിൽ ഇങ്ങനെ അർത്ഥം അതിൻ്റെ പറയുന്നുണ്ട്. ഈ യഖ്ത എന്നുള്ളത് ഇഖ്തനക കഴുത്തിട്ട് കുരുക്ക് കെട്ടി മരിക്കുക, ശ്വാസം മുട്ടി മരിക്കുക. അത് വെച്ചതിന് ശേഷം ഫല്യൻദുർ അതുകൊണ്ട് തന്നെ അവൻ നോക്കട്ടെ, ഹൽ യുദ്ഹിബന്ന കൈദുഹു മാ യഗീദ് എന്നിട്ട് അവൻ നോക്കട്ടെ, ഹൽ യുദ്ഹിബന്ന കൈദുഹു അവൻ്റെ കൈദ്, അവൻ്റെ ആ കുതന്ത്രം തീർച്ചയായും നീക്കുന്നുണ്ടോ എന്ന്. ഫി അദമി നുസ്രത്തി നബി നബിതങ്ങൾക്ക് സഹായം കിട്ടാതിരിക്കാനുള്ള അവൻ്റെ ആ ഒരു കുതന്ത്രം ഉണ്ടല്ലോ,
അത് നീക്കിക്കളയുന്നുണ്ടോ? മാ യഗീലുഹു, അവൻ എന്താണ് മാ ഒന്നിനെ, യഗീലു അപ്പം മാ യഗീലുഹു എന്നാണ്. മാ ഒന്ന് യഗീലു, അത് ദേഷ്യം പിടിപ്പിക്കുന്നു ഹു അവന്. അപ്പോൾ അവന് ദേഷ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആ സംഗതിയെ അവൻ്റെ കുതന്ത്രം നീക്കിക്കളയുന്നുണ്ട്. അവൻ ഈ കുതന്ത്രം ചെയ്തിട്ട് അവൻ ആ ദേഷ്യം ഒടുങ്ങുന്നുണ്ടോ എന്ന് നോക്കട്ടെ. മിൻഹ, ആ മായുടെ ബയാനാണ്. മിൻഹ എന്ന് വെച്ചാൽ ആ നസ്രത്തിനാൽ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ദൈവിക സഹായം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്നത്. അൽമാന ഇവിടുത്തെ ഉദ്ദേശം. വല്യഹ്തനിക്ക്, അവൻ തൂങ്ങിച്ചാവട്ടെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. വൈദൻ മിൻഹ, നബിതങ്ങൾക്ക് കിട്ടുന്ന ഈ സഹായം, ദൈവിക സഹായത്തിനോടുള്ള ദേഷ്യം കാരണത്താൽ. ഫലാബുദ്ധമില്ല, അപ്പോൾ എന്തായാലും അനിവാര്യമാണ്, അള്ളാഹുവിൻ്റെ സഹായം എന്തായാലും നബിതങ്ങൾക്ക് ഉണ്ടാകും. ഒരു കാര്യമില്ല ഇതെല്ലാം ചെയ്തിട്ടും. ഒക്കെ താലിക്ക ഐ മിസുലു അൻസ അല്ലെങ്കിൽ ആയാത്തി സ്ഥാപിക്കും, മുമ്പ് കഴിഞ്ഞ ആയത്തുകൾ നമ്മൾ ഇറക്കൽ പോലെ തന്നെ. അൻസല്ലാഹു അൽ ഖുർആൻ നാം ഇറക്കും. അൽ ബാക്കിയുള്ള ഖുർആൻ, മുമ്പ് കുറേ ഖുർആൻ്റെ ഭാഗം ഇറങ്ങിയിട്ടുണ്ട്, ഇനിയും ഇറക്കും. ആയാത്തി ബയ്യിനാത്ത്, അത് തന്നെ വ്യക്തമായ ആയത്തുകളായ നിലക്ക്, ലാഹിറാത്തിൻ വ്യക്തമായ നിലക്ക് ഹാലാണ്. വ അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല യഹ്ദി മൻ യുരീദ്, താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നതാണ്. ഹുദാഹു, തൻ്റെ ഹുദ ആർക്കാണ് കൊടുക്കണം ഉദ്ദേശിക്കുന്നത്. അത് മഅ്തൂഫൻ, എന്തിനാണ് ഈ അന്ന അത്ഫ് ചെയ്തത്? അല അൻസൽനാഹു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വകദാലിക, അപ്രകാരം തന്നെ നാം ഇറക്കുകയും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന ഹിദായത്ത് നൽകുകയും ചെയ്യും എന്നർത്ഥം. ഇന്നല്ലതീന, തീർച്ചയായും അല്ലദീന ആമന, വിശ്വസിച്ച ആളുകൾ. പിന്നെ വല്ലദീന ഹാദു, ജൂതന്മാരായ ആളുകൾ. ഹുൽ യഹൂദ്, അവരാരാണ്? ജൂതന്മാരാണ്. ഹാദു എന്ന് വെച്ചാൽ ഹാദ യഹാദു. അസാബിഈന എന്ന് വെച്ചാൽ തായിഫത്ത് മിൻ, ജൂതന്മാരെന്നുള്ള ഒരു പ്രത്യേക വിഭാഗമാണ്. വന്നസാറ, ക്രിസ്ത്യാനികളും. നമ്മൾ പറയുന്നത് സായിബീന എന്നുള്ള ജൂതന്മാരുള്ള വിഭാഗമാണോ ക്രിസ്ത്യാനികളുള്ള വിഭാഗമാണോ? സുയ്യത്ത് ഇമാം എന്ത് പറഞ്ഞു എന്നൊക്കെ നമ്മുടെ ബനു ഇസ്രായേലിൻ്റെ അവസാന ഭാഗത്തിൽ, സുയ്യത്ത് ഇമാമാണോ മഹല്ലിമാമാണോ ഗ്രന്ഥരചനയിൽ മികച്ചു നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ചർച്ചയൊക്കെ വന്നിരുന്നു, അവിടെ നോക്കിയാൽ കാണാം. എന്തായാലും വന്നസാറ, ക്രിസ്ത്യാനികൾ, അതുപോലെ അൽ മജൂസ്, അഗ്നി ആരാധകർ, വല്ലദീനാശ്രക്കും മുശ്രിക്കീങ്ങളായ ആളുകൾ. ഇന്നല്ലാഹു യഫ്സിലു ബൈനഹും, അള്ളാഹു അവർക്കിടയിൽ വിധിക്കുന്നതാണ്, തീർപ്പ് കൽക്കുന്നത് എന്നാണ്. യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ബിദ്ഖാൽ മുഅ്മിനീങ്ങളെ പ്രവേശിപ്പിക്കൊണ്ട് അൽ ജന്ന, സ്വർഗ്ഗത്തിൽ, വൈദ്ഖാലി ഗൈരിഹിം, അവരെല്ലാ മുഅ്മിനീങ്ങളല്ലാത്തവരെ നരകത്തിലും പ്രവേശിപ്പിക്കൊണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ മിൻ അമലിഹിം, അള്ളാഹു എല്ലാത്തിനും മേൽ, മിൻ അമലിഹിം അവരുടെ അമലിനാൽ, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഷഹീദുൻ സാക്ഷിയാണ്, ആലിമുൻ ബി അത് അറിയുന്നവനാണ്, ഇൽമു മുഷാഹദ കണ്ടറിയുന്നവനാണ്, ദർശിച്ചറിയുന്നവനാണ്. അലം തഅലം, അങ്ങ് അറിഞ്ഞില്ലേ? അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യസ്ജുദു ലഹു, അവന് സുജൂദ് ചെയ്യുന്നു, മൻ ഫിസ് സമാവാതി, വാനങ്ങളിലുള്ള ഒന്ന്, വൽ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും, വശംസു, സൂര്യനും, വൽഖമർ, ചന്ദ്രനും, നുജൂം, നക്ഷത്രങ്ങളും, വൽജിബാർ, പർവ്വതങ്ങളും, വശർ, മരവും, വദ്ദവാബ്, ജീവികളും, അയ്യതായത് യഖ്ളഉ ലഹു, അല്ലാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന്, ബിമാ യുറാദു മിൻഹു, അല്ലാഹു അതിൽ നിന്ന് എന്താണോ ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഒന്നിന് അത് കീഴ്പ്പെട്ടിരിക്കുന്നു. കസീറും മിനന്നാസ്, എന്നിട്ടും ജനങ്ങളിൽ അധികം ആളുകളും, ഹുമുൽ മുഅ്മിനൂന, അതാരാണ്? മുഅ്മിനീങ്ങളാണ്. ബിസിയാദത്തി, കസീറും മിനന്നാസും അങ്ങനെ ഉണ്ട്, അങ്ങനെയാണ്. വഹുമുൽ മുഅ്മിനൂന, അവരാരാണ്? മുഅ്മിനീങ്ങളാണ്. എങ്ങനെ? ബിസിയാദത്തിന് അല്ല ഹുദൂഇ ഫി സുജൂദി സ്വലാത്തി, നിസ്കാരത്തിലുള്ള സുജൂദിൽ ഹുദൂഇൻ്റെ മേൽ വർദ്ധിപ്പിക്കുക, വല്ലാതെ അങ്ങോട്ട് വിനയം കാണിക്കലല്ലേ നിസ്കാരത്തിലുള്ള സുജൂദ് ഏറ്റവും കൂടുതൽ വിനയം കാണിക്കുന്നതാണ്. അപ്പോൾ ആ വിനയത്തിന്മേലുള്ള വർധനം, ആ വിനയവർദ്ധനവ് കൊണ്ടുള്ള മുഅ്മിനീങ്ങളും അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നു. കതീറുൻ ഹക്ക അലൈഹിൽ അദാബ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ അധികം ആളുകളും, അല്ലെ കുറേ ആൾക്കാർ, ഹക്ക അലൈഹിൽ അദാബ് അവരുടെ മേൽ ശിക്ഷ ഉറച്ചിരിക്കുന്നു. വഹുമുൽ കാഫിർ, അവർ കാഫിര്യങ്ങളാണ്. ലിയന്നും, കാരണം അവർ അബൂ സുജൂദ, അവർ സുജൂദിനെ നിരാകരിച്ചു. അൽ മുതവഖിഫ അലൽ ഈമാൻ, ഈമാനിനെ ആശ്രയിച്ചിരിക്കുന്ന, വെറുതെ സുജൂദ് പാടില്ല, ഈമാനിൻ്റെ മേലെ ആശ്രയിക്കണം, അങ്ങനെയുള്ളതാണ് സുജൂദ് ആവുള്ളൂ. അപ്പം ആ സുജൂദിനെ അവർ നിരാകരിച്ചു, വിസമ്മതിച്ചു. വമൻ യുഹ്നില്ലാഹു, ആരെങ്കിലും അള്ളാഹു ഇഹാനത്ത്, നിസാരപ്പെടുത്തുന്ന പക്ഷം, അതായത് യുഷിഖുഹു, ആരെങ്കിലും അള്ളാഹു പരാജയപ്പെടുത്തുന്ന പക്ഷം, ഫമാലഹു മിൻ മുക്രിം എന്നല്ലേ, അവനെ ആദരിക്കാൻ ഒരാളും, മുസ്ഇദിൻ അവനെ മുകളിലേക്ക് കയറ്റാൻ ഒരാളുണ്ടാവുകയില്ല. ഇന്നല്ലാഹു യഫ്അലു മാ യശാ, അവൻ ഉദ്ദേശിച്ചതിനെ പ്രവർത്തിക്കുന്നവനാണ്. മിൻ ഇഹാനത്തി, നിസാരപ്പെടുത്തുന്നതിനാലും, വൽ ഇക്റാമി ആദരിക്കലിനാലും, മറ്റേ അവഹേളിക്കലിനാലും. ഹാദാനി, ഇത് രണ്ടും, ഹസ്മാനി രണ്ടാളുകളാണ്, അതായത് രണ്ട് ടീം ആണ്. അൽ മുഅ്മിനൂന ഹസ്മുൻ, അഥവാ മുഅ്മിനീങ്ങൾ ഒരു വ്യക്തിയായിട്ടും, വൽ കുഫാർ ഹംസത്തു, 5 തരം കാഫിറുകൾ പറഞ്ഞല്ലോ. ആരൊക്കെയാണ്?
ജൂതന്മാർ, സാബീങ്ങൾ, നസാറ, മജൂസ്, മുശ്രിക്കീങ്ങൾ. അവർ ഹസ്മ മറ്റൊരു വ്യക്തിയാണ്. വയ്യുത്തുലക്കു അലൽ വാഹിദി, എന്നിട്ട് ആ ഹസ്മ വാഹിദിന് മേൽ പറഞ്ഞാണ്. വൽ ജമാ ഈ ഹസ്മ എന്ന പദം അങ്ങനെ വാഹിദ് ഏകവചനത്തിനും ബഹുവചനത്തിനും പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഹദാനി ഹസ്മാനി എന്നുള്ളത് ഇത് രണ്ട് ടീമാണ്. മുഅ്മിനീങ്ങൾ ശരിയായ മാർഗത്തിൻ്റെ ടീമും മറ്റേ ദുർമാർഗത്തിൻ്റെ ടീമും. ഇഖ്തസമു അവരെന്ത് ചെയ്തു, തർക്കിച്ചു, ഫി റബ്ബിഹിം അവർ റബ്ബിൻ്റെ വിഷയത്തിൽ, അതായത് ഫി ദീനി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ. വല്ലതീന കഫറു കാഫിരീങ്ങളായ ആളുകൾ കുത്തിബത് ലഹും സിയാബും മിന്നാർ കുത്തിഅത്ത് ലഹും അവർക്കായിട്ട് മുറിക്കപ്പെടുന്നതാണ് സിയാബുൻ വസ്ത്രങ്ങൾ, മിന്നാർ തീ നിർമ്മിതമായ, ഈ യൽബസൂനഹ അവരതിനെ ധരിക്കും. യാനി അതായത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു വഹീതത് ബിഹിം അവരെ വലയം ചെയ്യപ്പെടുന്നതാണ്. അന്നാറു തീ കൊണ്ടുള്ള വസ്ത്രം, തീ അവരെ ചുറ്റപ്പെടുന്നതാണ്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം അവരുടെ തലയുടെ മുകൾ ഭാഗത്തിലൂടെ ഒഴുക്കപ്പെടുന്നതാണ്, ചുരുക്കപ്പെടുന്നതാണ് അൽ ഹമീം എന്ന വെള്ളം. അൽമാ ഉൽ ബാലിഗു നിഹായത്തുൽ ഹറാറത്ത് ചൂടിൻ്റെ പാരമ്യതയിലെത്തിയ വെള്ളം. യുസറു യുദാബു ബിഹി അതുകൊണ്ട് ഉരുകി ഒലിക്കുന്നതാണ്. മാഫി ബുത്തുനി അവരുടെ വയറുകളിലുള്ള ഒന്ന്, മിൻ ഷഹൂമിൻ നെയ്യിനാൽ, വൈരിഹ അതല്ലാത്തതിനാൽ, വ തഷ്വാഹിൽ ജുലൂദ് അതുകൊണ്ട് എന്താണ് ഷവിയേശ്വ കരിഞ്ഞു പോകുന്നതാണ്. അൽ ജുലൂദു തോലുകൾ, വലഹും അവർക്കുണ്ടാകുന്നതാണ് മഖാമി മിൻ ഹദീദ് മഖാമി ഇരുമ്പിൻ്റെ ദണ്ടുകൾ അവർക്കുണ്ടാകുന്നതാണ്. ഇലോർബി റൂസി അവരുടെ തലക്കടിക്കാൻ വേണ്ടി. കുല്ലമാർ അത് അവരുദ്ദേശിക്കുമ്പോഴൊക്കെ, അയ്യഹ്റുജു മിൻ അതിൽ നിന്ന് പുറപ്പെടണമെന്ന് ഉദ്ദേശിക്കുമ്പോഴൊക്കെ, ഐനാർ നരകത്തിൽ നിന്നും, മിൻ ഹൊമ്മിൻ യൽഹഖുഹും ബിഹ എങ്ങനത്തെ ഹൊമ്മ് വിഷമം അവർക്ക് ബാധിച്ചിരിക്കുന്നു, ബിഹ ഈ നരകം കാരണത്താൽ. അപ്പം അതിൽ നിന്നൊക്കെ ആ വിഷമം കാരണത്താൽ, ഒരു മനക്ലേശം കാരണത്താൽ ആ നരകത്തിൽ നിന്നും പുറപ്പെടണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ, മിനുഹം എന്ന് പറഞ്ഞാൽ ഇപ്പം ദുഃഖം കാരണത്താൽ അങ്ങനെ അവർ എന്ത് ചെയ്യും, പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ ദുഫി അവരെ മടക്കപ്പെടുന്നതാണ് നരകത്തിൽ തന്നെ. റുദ്ദുയിലെ അതിലേക്ക് തന്നെ മടക്കപ്പെടുന്നതാണ്. ബിൽ മക്കാമി ഈ ദണ്ടുകൾ കൊണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചാക്കും. ഇതിന് വക്കയിൽ ലഹും അവരോട് പറയപ്പെടുന്നതാണ്, ദൂക്കൂ നിങ്ങൾ രുചിച്ചു അദാബൽ ഹരീഖ് കരിയലിൻ്റെ ശിക്ഷ, അല്ല കരിയലിൻ്റെ ആ ശിക്ഷ. അയിൽ ബാലികി അതായത് പാരമ്യതയിലെത്തിയ, നിഹായത്തിൽ ഇഹ്റാഖി കരിക്കലിൻ്റെ അങ്ങേറ്റെത്തിയ. വഖാല ഫിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു, എന്താ പറഞ്ഞ, ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു യുദ്ഖിലുല്ലദീന ആമനു അമിനു സാലിഹാത്തി വിശ്വസിക്കുന്ന സല്ലക്കുമെന്ന് അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകളെ പ്രവേശിപ്പിക്കും ജന്നാത്തിൻ തോട്ടങ്ങളിൽ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ അടിഭാഗങ്ങളുള്ള ആറുകളും, യുഹല്ലൂന ഫിഹ അവരവിടെ വെച്ച് ധരിപ്പിക്കുന്നതാണ്, മിൻ അസാവിറ ചില സിവാറുകൾ വളകൾ, മിൻ ദഹബിൻ സ്വർണ്ണ നിർമ്മിതമായ, വലുലി മുത്ത് നിർമ്മിതമായ, ബിൽ ജരി വലുഇൻ അതായത് മിൻഹുമ അവ രണ്ടിൽ നിന്നുള്ള, ബി ഐ യുർസ അല്ലുഉ ബിദ്ദഹബി വബിൻ നസ്ബി അത്ഫൻ അല മഹല്ലി മിൻ അസാവിറ. നമ്മുടെ ഖിറാഅത്ത് മിൻ അസാവിറ മിൻ ദഹബിൻ വലുഉ എന്നാണ്. വേറെ ഖിറാഅത്ത് മിൻ ദഹബിൻ വലുഉഇൻ എന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ റസ് എന്ന് പറഞ്ഞാൽ റസ എന്നൊക്കെ പറഞ്ഞാൽ പിടിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. ലുഅ്ലു സ്വർണം കൊണ്ട് പിടിപ്പിക്കുക എന്നല്ല സാധാരണ പറയാറ്. സ്വർണം കൊണ്ട് പിടിപ്പിക്കുക, അതായത് മുത്ത് സ്വർണത്തിൽ പിടിപ്പിക്കുക. അപ്പം യുറസി അൽ ദഹബ ബിൽ ലുഅ്ലുഇ അതാണ് ഉദ്ദേശം. എന്തായാലും സംഗതി എന്താണ്, സ്വർണത്തിൽ മുത്ത് പിടിപ്പിച്ചിട്ടുള്ള ആഭരണങ്ങളൊക്കെ അവർക്ക് ധരിപ്പിക്കപ്പെടുന്നു. ഇനി വബിൻ നസ്ബി നസ്ബ് കൊണ്ടുണ്ട്, നസ്ബ് കൊണ്ടും ഖിറാഅത്തുണ്ട്. വലുഉ എന്ന് അവ എന്താണ്, അത് അത്ഫന അല മഹലി മീൻ അസാവിറ എന്നതിൻ്റെ മഹല് നോക്കുമ്പോൾ നസ്ബല്ലേ, അവർക്ക് ധരിപ്പിക്കപ്പെടും. എന്തിന്, സ്വർണം അല്ല വളകൾ. എന്നിട്ട് അതിന്മേൽ ഇതായിട്ട് അതിന് മഹലിമേ അത്ഫാം എന്താണ്, നസ്ബ് വലുഉ എന്ന് പറയാം. പിന്നെ വലിബാസുഹും ഫിഹ ഹരീർ അവരുടെ വസ്ത്രം അവിടെ വെച്ച് ഹരീറായിരിക്കും. വഹുവൽ മുഹറമു ലുബുസുഹു അല റിജാലി ഫി ദുനിയ ദുനിയാവിലെ പുരുഷന്മാരുടെ മേലെ അതിനെ ധരിക്കൽ ഹറാമാണ്, അങ്ങനെയുള്ളതാണ് അവിടെ അവർക്ക് നൽകുക. വഹുദൂ
അവരെ നയിക്കപ്പെടും ദുനിയാവിൽ വെച്ച് ഇല തൊയ്യബ് നല്ലതിലേക്ക് കൗല് നല്ല വർത്താനത്തിലേക്ക്. അതേതാണ് ഓലായിലാണ് ഓതുവരെ നയിക്കപ്പെട്ടു ഇലാ സിറാത്തിൽ ഹമീദ് ഹമീദായ അള്ളാഹുവിൻ്റെ സ്തുത്യർഹനായ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് എതിരിക്കില്ല അള്ളാഹുവിൻ്റെ പാതയിലേക്ക് അൽ മഹമ്മൂദത്തി സ്തുത്യർഹമായ പാത ദീനി അവൻ്റെ ദീനിലേക്കും ഇന്നലതിനൊക്കെ പ്രകാപര്യങ്ങളായ ആളുകൾ വയസ്സുനൻസബിലില്ല അവർ തടഞ്ഞു വെക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൊട്ട് അള്ളാഹുവിന് വഴിപ്പെടുന്നതിനെ തൊട്ട് ആളുകളെ തടയുന്നു. അൽ മസ്ജിദി അൽ ഹറാമി മസ്ജിദ് ഹറാമിനെ തൊട്ട് തടഞ്ഞു വെക്കുന്നു. എങ്ങനെയുള്ള മസ്ജിദ് ഹറാം അല്ലതി നാം അതിനെ ആക്കി മൻസക്കൻ മുത്തഅബ്ബദൻ ഒരു നുസുക്കിൻ്റെ ഹജ്ജ് ഉംറയുടെ ഇടമാക്കി മുത്തഅബ്ബദൻ ഇബാദത്ത് ചെയ്യാനുള്ള ഇടമാക്കി ലിന്നാസ് ജനങ്ങൾക്കുള്ള അങ്ങനെ സവാ അനിൽ ആക്കിഫു ഫീഹി വൽബാദ് അവിടെ സമമാണ് അല്ല ആക്കിഫു അൽ മുക്കീം അവിടെ താമസിക്കുന്ന ആൾ ഫീഹി അവിടെ വൽബാദി എന്ന് വെച്ചാൽ അത്താരി അവിടെ വന്നു ചേരുന്ന ആൾ എല്ലാവരും സമമാണ്, എല്ലാവരും ഒരേപോലെ ഒരൊറ്റ മനസ്സ്. ഒമയ്യൊരു ഫീഹി ആരെങ്കിലും അവിടെ ഉദ്ദേശിച്ചാൽ ബി ഇൽഹാദിൻ അൽ ബാ ഇവിടുത്തെ ബാ സായിദയാണ് ബിദുൽമിൻ എന്നാണ്. ബി ഇൽഹാദിൻ ബിദുൽമു എന്ന് പറഞ്ഞാൽ അധർമ്മം എന്ന് വെക്കലാണ് നല്ലത് ഇൽഹാദിന്. അപ്പോൾ അധർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ബിദുൽമിൻ അന്യായമായി. അപ്പോൾ അന്യായമായി അധർമ്മം അവിടെ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം അന്യായമായി അധർമ്മം ആരെങ്കിലും അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അതായത് ബിസബബിഹി ലുൽമ കാരണത്താൽ ബിയാനിർത്തക്കബ മിൻഹ ബിയാനിർത്തക്കബ മൻഹിയന ഒരു മൻഹിയൻ നിരോധിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യൽ കൊണ്ട് വലോഷി തുമുൽ ഹാദി വലോഷി അല്ല വലോ ശതമൽ ഹാദിം എന്തായിരിക്കും ശുത്തിമൽ ഹാദിം വലോശിത്തമൽ ഹാദിമ അവനെ തൻ്റെ ഹാദിമിന് എന്ത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ശരി അതും അന്യായമല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടായാൽ നുദിഖുഹുമിൻ അദാബിൻ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അവനെ രുചിപ്പിക്കുന്നതാണ്. മൂലമൻ ശിക്ഷ തന്നെ വേദന ഉണ്ടാവും. അതായത് ബാഗഹു അതിൻ്റെ ബാഗ് ഫുള്ളല്ല, അത് കുറച്ച് അവൻ രുചിപ്പിക്കും. ഒമിൻ ഇതിൽ നിന്നും യോഹത് മനസ്സിലാക്കപ്പെടാവുന്നതാണ് ഖബറു ഈ ഹദി എന്താണ് ഇന്ന ഐ നുദിഖുഹുമിൻ അദാബിൻ ഇങ്ങനെയാണ്. ഒമിനാഥ ഇതിൽ നിന്ന് യോഹത് മനസ്സിലാക്കപ്പെടാവുന്നതാണ് ഖബറു ഇന്നയുടെ ഖബർ. നേരത്തെ ഇന്നല്ലതിന് ഖബറു എന്ന് പറഞ്ഞാൽ ഖബർ പറഞ്ഞിട്ടില്ല, അത് കളയപ്പെട്ടതാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് അവിടുത്തെ ഖബർ നുദീഖുമിനാദാബിൻ അലി ഈ കാഫിര്യങ്ങളായ ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞു വെച്ച ആളുകൾ അവരെ എന്താണ് നുദീഖുമിനാദാബിന് അലി വേദനാജനകമായ ശിക്ഷ അവരെ യോജിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. അതാണ് എൻ്റെ ഖബർ നിന്ന് കളയപ്പെട്ടത്. അതുകൂടെ അങ്ങ് ഓർക്കണം. ഇത് ബയ്യന്ന നാം എന്ത് ചെയ്തു സൗകര്യപ്പെടുത്തി കൊടുത്തപ്പോൾ അഥവാ ബയ്യന്ന വ്യക്തമാക്കി കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ മക്കാൻ ബൈത്തിൻ്റെ സ്ഥലം ലി യബ്നിയഹു അതിനെ പണിതുയർത്താൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കാന ഖദർ റുഫിഅ സമാനത്ത് തൊഹഫാൻ അത് എന്താണ് തൂഫാനിൻ്റെ കാലഘട്ടത്തിൽ അതെന്താണ് ഉയർത്തപ്പെട്ടതായിരുന്നു. തൂഫാൻ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ. അപ്പോൾ അത് പൊളിക്കപ്പെട്ടു. തൂഫാൻ ജലപ്രളയം ഉണ്ടായപ്പോൾ അതെല്ലാം നശിച്ചു. അങ്ങനെ വാമർനാമത്തെ കളിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പം അങ്ങനെ എവിടെയാണ് കാപാലത്തിൻ്റെ സ്ഥലം എന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുത്തു. അല്ല വ്യക്തമാക്കി അല്ലാ തുശ്രിക് ബി. അപ്പം അദ്ദേഹത്തിന് നാം വ്യക്തമാക്കി അല്ലാ തുശ്രിക് ബി ഷെയ്അൻ തഹിർ ബൈത്തിയ എങ്ങനെ നിർദ്ദേശം കൊടുത്തത്? അല്ലാ തുശ്രിക് ബി എന്നോട് ഒന്നിനെയും പങ്കുവെക്കരുത്, ചേർക്കരുത്. തഹിർ ബൈത്തി എൻ്റെ ഭവനത്തെ വൃത്തിയാക്കണം. മിനൽ ഔസാനി വിഗ്രഹങ്ങളിൽ നിന്നും. ആർക്കാണ് നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം? ഈ ത്വായിഫീൻ അവിടെ ത്വാഫ് ചെയ്യാൻ വരുന്ന ആളുകൾ, കായിമീൻ അൽ മുഖീമീൻ ബി അവിടെ താമസിക്കുന്ന ആളുകൾ, പള്ളിയിൽ റുക്കൂ ചെയ്യുന്നവർ, സുജൂദിലായി റുക്കൂ ചെയ്യുന്നവർ, അഥവാ ജമുറാക്കിയും സാജിദിൻ്റെ ജമ്മാണത് വചനമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന മുസ്ലിം നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ സൗകര്യപ്പെടുത്തി കൊടുക്കണം. വിഗ്രഹങ്ങളിൽ നിന്നും അതിന് ശുദ്ധമാക്കണം. അസിൻ നാദി വിളിച്ചു പറ താങ്കൾ. പിന്നെ അത് ജനങ്ങൾ ചെന്നിട്ട് വിളിച്ചു പറ ബിൽ ഹജ്ജ് കൊണ്ട്. അങ്ങനെ ഫനാദ അലാ ജബലി അബി ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ കയറി ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നിട്ട് പറഞ്ഞു യാ അയ്യുഹന്നാസ് ജനങ്ങൾ ഇന്ന റബ്ബക്കും തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ബന ബൈത്തിന് ഒരു ഭവനത്തെ പണിതിരിക്കുന്നു. അലൈക്കുമുൽ ഹജ്ജ നിങ്ങളുടെ മേൽ എന്ത് ചെയ്തു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇലൈഹി അബ്ബായത്തിലേക്ക് ഫാജീബു റബ്ബക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് മറുപടി നൽകുക. എന്നിട്ട് വലത്തഫത്ത ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു തൻ്റെ മുഖം കൊണ്ട് യമീന വലതു ഭാഗത്തേക്കും ഷിമാല ഇടതു ഭാഗത്തേക്കും ഷർക്കൻ കിഴക്ക് ഭാഗത്തേക്കും ഓർബൻ മഗ്രിബ് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും ഫാജാബഹു കുല്ലുമൻ ലഹു അല്ലേ ഫാജാബമൻ അങ്ങനെ ഫാജാബഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി. കുല്ലുമൻ കത്തബ അതായത് ഇബ്രാഹിം നബിക്ക് വിളിയാടം ഉത്തരം നൽകി എന്നൊക്കെ പറയാറില്ലേ. ഫാജാബഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി. കുല്ലുമൻ കുത്തിബ ലഹു
ആർക്കാണോ നിശ്ചയിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കത്തബലഹു അള്ളാഹു ആർക്കാണോ നിശ്ചയിച്ചിട്ടുള്ളത് അയ്യഹജ് അല്ലെങ്കിൽ അയ്യഹജ് അയ്യഹജ് രണ്ടും പറയും, അവൻ ഹജ്ജ് ചെയ്യലിന് മിൻ അസ്ലാബി റിജാലി വറഹാമിൽ ഉമ്മഹാത്തി, എന്താണ് ഓരോ പുരുഷന്മാരുടെ മുതുകളിലും അതുപോലെ ഓരോ സ്ത്രീകളുടെ ഗർഭപാത്രത്തിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് ഉത്തരം നൽകി എന്ന് പറഞ്ഞിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവേ നിനക്ക് രണ്ടുമാണ് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ജവാബുൽ അംരി, അവൻ അദ്ദിൻ ഫിന്നാസി എന്ന് പറഞ്ഞ അംറ് പറഞ്ഞല്ലോ, കൽപ്പിച്ച അള്ളാഹു ഇബ്രാഹിം നബിയോട്, അതിൻ്റെ ജവാബാണ് അങ്ങനെ ആളുകൾക്കിടയിൽ വിളംബരം നടത്ത്, അങ്ങനെയെങ്കിൽ തൂക്ക അവർ നിൻ്റെ അടുക്കൽ വരുന്നതാണ്. റിജാലെന്ന് വെച്ചാൽ മുഷാത്തൻ നടക്കുന്നവരായ നിലക്ക് കാൽനട യാത്രികരായിട്ട്, ജമ്മു റാജിൻ്റെ ജമ്മാണ് റിജാൽ എന്നുള്ളത്. കായിമിൻ ഖിയാമ് പോലെ ഖിയാമ് എന്ന് പറയാറുണ്ട് ആർക്ക്, കായിമിൻ്റെ ജമ്മായിട്ട്. അതുപോലെ റാജിലിന് കാൽനട യാത്രക്കാർ എന്നർത്ഥത്തിൽ റിജാൽ എന്ന് പറയും. റുക്ബാനൻ അല്ല ആ റുക്ബാനായിട്ട് വാഹനയാത്രികരായിട്ടും വരും. അല്ല കുല്ലി ലാമിരിൻ, ഓരോ ലാമറിൻ്റെ പുറത്തായിട്ട്, ലാമർ എന്ന് വെച്ചാൽ ഈ വഴിയിൽ മഹസൂൽ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തായിട്ട് കുറേ യാത്ര ചെയ്യുമ്പോൾ മെലിയുമല്ലോ. ഓഹോയുത്തിലൊക്കെ അല്ല ദക്കരി വൽ ഉൻസ, ഈ ലാമിർ എന്നുള്ളത് ആൺകുതിരക്കും കുതിരക്കൊക്കെ പറയും, അല്ല ഒട്ടകത്തിന്, ആണൊട്ടകത്തിനും പെണ്ണൊട്ടകത്തിനൊക്കെ പറയും. തീന അതായത് അവർ വരും, അവകൾ വരും എന്ന് വെച്ചാൽ ലവാമിർ ഈ മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങൾ വരും. ഹംലൻ അൽ മാന, അതിപ്പം അലൽ മാനയുടെ മേൽ ചുമത്തിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അതായത് മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്ത് ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പം ആ ഒരു മാനയുടെ മേൽ ചുമത്തിയിട്ടാണ് അങ്ങനെ തീന എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത്തി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. മീൻകുല്ലി ഫജ്ജിന് അമീക്ക്, ഓരോ അമീക്കായ ഫജ്ജിലൂടെയും, അഥവാ ത്വരീഖിൻ ബഈദ്, അമീക്ക് എന്ന് വെച്ചാൽ ദൂരത്തിലുള്ള, അമീക്ക് ആഴം എന്നൊക്കെ പറയില്ലേ ഉമ്മുക്ക്, അതുപോലെ ദൂരം എന്നർത്ഥമുണ്ട്. അപ്പോൾ ദൂരത്തിലുള്ള വഴികളിലൂടെയായിട്ട്, ദൂര ദിക്കുകളിലെ വഴികളിലൂടെ വരുന്നുണ്ട്. ലീഷദൂ, അവരൊക്കെ എന്താ വേണ്ടി, യഹ്ലുറു സന്നിഹിതരാവാൻ വേണ്ടി, മനാഫിലഹും അവർക്കായിട്ട് അള്ളാഹു ഒരുക്കിയ മൻഫാത്തുകൾ ഉപകാരങ്ങൾക്ക് അവർ സന്നിഹിതരാകാൻ വേണ്ടി, ദുനിയാവിൽ ബിത്തിജാറത്ത് കച്ചവടം നടത്തിക്കൊണ്ട്, ഔ ഫിൽ ആഖിറ അല്ലെങ്കിൽ ആഖിറത്തിൽ, അല്ലെങ്കിൽ ഔ ഫീമ രണ്ട് പല അഭിപ്രായങ്ങളുണ്ട്. മനാഫിലഹും അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത മൻഫാത്തുകളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ദുനിയാവിലുള്ള അല്ല ആഖിറത്തുള്ള അല്ല രണ്ടിലുമുള്ള. വൈദ്കുറുല്ലാഹു തആല അല്ല വൈദ്കുറുസ്മല്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തെ അവർ പറയാൻ വേണ്ടിയും, മാലൂമാത്ത് ചില എണ്ണപ്പെട്ട ദിവസങ്ങളിൽ, അതായത് അശറ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ, അല്ലെങ്കിൽ യൗമ അറഫ അറഫയുടെ ദിവസങ്ങളിലും, യൗമൻ നഹരി നെഹറിൻ്റെ ദിവസങ്ങളിലും, ഇല ആഹരി അയ്യാമ തശ്രീഖിൻ്റെ അവസാനങ്ങളുടെ ടൈം വരെ. അപ്പോഴാണല്ലോ ഹജ്ജ് എന്തായാലും വേണ്ടത്. ഹജ്ജിൻ്റെ വാജിബും എല്ലാം തീരെ കറക്റ്റ് അറഫയുടെ ദിവസം മുതൽ അറഫയുടെ ദിവസം, പിന്നെ പെരുന്നാളിൻ്റെ ദിവസം, പിന്നെ അയ്യാമ തശ്രീഖിൻ്റെ ദിവസം, അതുപോലെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ 10 ദിവസമാണോ അതോ ഈ ദിവസം 3 ദിവസവും കൂടെ കൂടിയിട്ടുള്ളതാണ് എന്നൊക്കെ. അലാമാറസഖഹും മിൻ ബഹീമത്തിൽ അൻആം, എന്തിൻ്റെ പേരിലാണ് അള്ളാഹു സ്മരിക്കേണ്ടത്, അവർക്ക് അള്ളാഹു നൽകിയ ഒന്നിൻ്റെ പേരിൽ, മിൻ ബഹീമത്തിൽ അൻആം, മാട് ഒട്ടകങ്ങൾ എന്നുള്ള ജീവികൾ, ലിബിൽ വൽ ബക്കരി വൽ ഗനമി, ഒട്ടകം, ആട് അല്ലത്തി എങ്ങനെയുള്ള, അതിന് അറക്കപ്പെടുന്നു, ഫീ യൗമിൽ ഈദ് പെരുന്നാൾ ദിവസത്തിൽ, വമബാദ അതിന് ശേഷമുള്ള അയ്യാമത്തെ ശരിക്കുന്ന ദിവസത്തിലൊക്കെ, മിലഹദായ അല്ലെങ്കിൽ അതല്ലാത്ത ദിവസങ്ങൾ, അതും വെക്കാം, അയ്യാമത്തെ ശരിക്കും കഴിഞ്ഞിട്ട് അറക്കുമല്ലോ. മിലഹദായ ഹദിയകളാൽ, വല്ലഹായ ഉളിഹത്തിൻ്റെ മൃഗങ്ങൾ, ഹദിയ എന്ന് വെച്ചാൽ കാബാലയത്തിലേക്ക് മാസീക്ക തബറുക്കിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്ന, കാബാലത്തിലേക്ക് അറക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് ഹദി. അല്ലാതെ ഉളിഹത്തായിട്ടുള്ളതുണ്ടാവും, പല ജാതി അറക്കലുണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ അള്ളാഹു അവർക്ക് നൽകിയതല്ലേ, അതൊക്കെ അതിൻ്റെ പേരിലൊക്കെ അള്ളാഹുവിൻ്റെ നാമം ഉരുവിടാൻ വേണ്ടി. ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോ, ഇതാ കാലത്ത് മുസ്താബത്ത്, അത് സുന്നത്തായ അറവാണെങ്കിൽ അതിൽ നിന്ന് കഴിക്കാം, അല്ലെ കഴിക്കാൻ പറ്റൂല. അത്തീമുൽ ബാഇസൽ ഫഖീർ, നിങ്ങൾ ഭക്ഷിപ്പിച്ചോ ബായിസിനും ഫക്കീറിനെ, ഫക്കീറായ ബായിസ് എന്ന് വെച്ചാൽ ഐ ഷദീദുൽ ഫഖർ എന്നാണ്. പ്രയാസം എന്നൊക്കെ അല്ലേ. അപ്പോൾ ശക്തമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളൊക്കെ അത് ഭക്ഷിപ്പിക്കുക. സുമ്മൽ യഖ്ലൂ തഫസഹും, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, യഖ്ലൂ വീട്ടണം, തഫസഹും നിങ്ങളുടെ തഫസിനെ, നേർച്ചയല്ലേ, അല്ല തഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജടകളായിരിക്കും പറയും. സുമല്യക്കുള്ളൂ തഫസഹും, അവരുടെ അഴുക്കുകളെ നീക്കട്ടെ എന്ന്.
നിർവഹിക്കട്ടെ എന്ന് വെച്ചാൽ കളയട്ടെ എന്ന്. അതാട്ടോ യുസീലു ഔസാഹ, അവരുടെ ചെളികൾ അവർ നീക്കി കളയട്ടതിന് ശേഷം. ഹജ്ജിലൊക്കെ ആകുമ്പോൾ ആകെ പ്രയാസമായിരിക്കുമല്ലോ. ഷാസഹും, അവരുടെ ഷാസ്, ജട കുത്തിയ മുടി, കത്തൂലി ലഫർ, അഷ്അസ് അഖ്ബറായിട്ടായിരിക്കും ഹാജിയാരുണ്ടാവുക എന്നാണ്. മറ്റേ പൊടി പുരണ്ടത്, മറ്റേ ജട കുത്തിയത്. ഇതുപോലെ തന്നെ കത്തൂലി ലഫരി, ലഫർ, ലുഫർ, ലിഫർ, ഉളുഫുർ എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ ലഫർ, ലിഫർ, ലുഫറൊക്കെ വായിക്കാമല്ലോ, ഒന്നും വായിക്കാം. നീളം അല്ലെ, നഖത്തിൻ്റെ നീളം, അതായത് നീളമുള്ള നഖം പോലെ അതൊക്കെ എന്ത് ചെയ്യുക, വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കി സുന്ദരന്മാരാവുക. വലിയ ഫു ബി തഹ്ഫീഫി, തഹ്ഫീഫ് കൊണ്ട് റാത്തുണ്ട്, വലിയ ഫു തഷ്ദീദോട് കൂടിയുള്ള റാത്തുണ്ട്, വലിയ തഷ്ദീദ്. ഇതുപോലെ അവരുടെ നേർച്ചകളൊക്കെ അവർ വിട്ടിട്ട്, പിന്നെ ഹദായ ഹദിയെല്ലാം കൊടുക്കാൻ നേർച്ചയാക്കി, പിന്നെ ലഹായ ഉദയത്തിറക്കാൻ നേർച്ചയാക്കി, അതൊക്കെ വിട്ടിട്ട് വലിയ തവാഫു, തവാഫൽ ഇഫാദ, എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യട്ടെ. അല്ല, തർത്തീബ് പലതും ചെയ്യാൻ കേട്ടോ. അല്ല, ഏറ്റവും ഉത്തമമായത് ഏതാണെന്നൊക്കെ പിന്നെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. വലിയ തവാഫ് അവരെന്ത് ചെയ്യട്ടെ, തവാഫ് ചെയ്യട്ടെ. റൻഹത്താണ് ഏറ്റവും നല്ലതെന്നാണ്. ആദ്യം റമി, പിന്നെ നെഹർ, പിന്നെ ഹൽക്ക്, പിന്നെ തവാഫ്. അപ്പോൾ ഈ പറഞ്ഞ ഓർഡർ തന്നെയാണ് ഏറ്റവും നല്ലത്. വാബ് പിന്നെ എന്തല്ല, വാത്തിഫ് ബി വാവിൻ ലാഹിക്കൻ ഔ സാബിക ഫിൽ ഹുക്മി ഔ മോ സാഹിബം മുവാഫിക്ക എന്നല്ല. വാവ് പിന്നെ തർത്തീബൊന്നും അറിയിക്കുന്നില്ല എന്നാണ് വീക്ഷണം. ബിൽ ബൈത്തിൽ അതീക്ക്, പരിശുദ്ധമായ പൗരാണികമായ, അല്ലെ ഇവിടെ പൗരാണികം എന്നാണ് മുഫസ്സിർ കൊടുത്തിരിക്കുന്നത്. അയിൽ കദീമി, പഴയ പൗരാണികമായ ഭവനത്തെ എന്ത് ചെയ്യട്ടെ, തവാഫ് ചെയ്യട്ടെ. ഫാൽത്തന്നെ ലിയന്നഹു അവ്വലു ബൈത്തിൻ വുളിയ ലിന്നാസി, കാരണം അതാണ് ജനങ്ങൾക്കായിട്ട് വെക്കപ്പെട്ട ആദ്യ ഭവനം. ദാലിക, അത് അതിൻ്റെ ഖബർ മുബത്തദ മുഖദ്ദർ അയിൽ അമ്രു അവിഷനും. അപ്പം എന്താണിത്, ഖബറാണ്, സങ്കല്പിക്കപ്പെടുന്ന ഒരു മുബത്തതിൻ്റെ ഖബറാണ്. അതായത് അൽ അമ്രു, കാര്യമാകുന്നത് അങ്ങനെയാണ്, അതാണ്. അവിഷയൻ അല്ലെങ്കിൽ കാര്യമാകുന്നത് അതാണെന്ന് വെച്ചാൽ ദാലിക്കൽ മദ്കൂറ, പറയപ്പെട്ടതാണ്, കാര്യമായി പറയപ്പെട്ടത് ആണ്. അമയ്യു അല്ലിം ഹുറുമാത്തില്ലാഹി, അള്ളാഹു ആദരിച്ച കാര്യങ്ങൾ ആരെങ്കിലും ബഹുമാനിക്കുന്ന പക്ഷം, ഹി അതാണ് മാലായ ഹില്ലു ഇന്തിഹാഖുഹു, അതിൻ്റെ ഇന്തിഹാഖ് ഹലാലല്ല, അതിന് അനാദരവ്, അതിന് നിസാരപ്പെടുത്തൽ അനുവദനീയമല്ല. അതാണ് അള്ളാഹു പരിശുദ്ധമാക്കിയ, പരിപാവനമാക്കിയ സംഗതി. അങ്ങനത്തെ പരിപാവനമാക്കിയ സംഗതി ആരെങ്കിലും വന്നിക്കുന്ന പക്ഷം, ഫഹു ഐ താലീമ, അതായത് അതിനെ വന്നിക്കുക എന്നുള്ളത്, ഹൈറുല്ലഹു, അവന് കൂടുതൽ ഉത്തമമാണ്, ഇന്ത റബ്ബി, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ആഖിറത്തിൽ വെച്ച്. ഓഹില്ലത്തിലേക്ക് പുല്ലന്നെ, മാടുമാടോട്ടങ്ങൾ നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു, അഖിലം തിന്നലിനാൽ ബി അർത്ഥത്തിന് ശേഷം, ഇല്ലാമായിത്തലാലേക്ക്, നിങ്ങളുടെ മേലെ ഓതി കേൾപ്പിക്കപ്പെട്ട ഒന്നൊഴികെ, തഹരീമുഹു, അത് ഹറാമാണ്, നിങ്ങളുടെ മേലെ ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ, ഫി ഹുരിമത്ത് അലൈക്കുമുൽ മൈത്ത്, അലൈക്കാന്ന് അവിടെ എഴുതിക്കുന്നു, മുസ്കല തെറ്റാണ്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു അൽ ആയത്ത്, ഏത് സൂറത്തു അൻആമല്ലേ, സൂറത്തുൽ അൻആമിലുള്ള ആയത്ത്, അല്ല അൻആമല്ല, സൂറത്തുൽ നിസായിലുള്ള ആയത്താണ് ഹുരിമത്ത് അലൈക്കും എന്നുള്ളത്. ആ ആയത്തിൽ ഹറാമാക്കപ്പെട്ട സംഗതികളുണ്ട്, അത് പ്രത്യേകം പറയുന്നുണ്ട്. അതല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഹലാലാണ്, അർത്താൽ ഫലിസ്തിസ്ന മുൻകത്തി. അപ്പോൾ ഇവിടുത്തെ ഇസ്തിസ്ന എന്താണ്, മുൻകത്തിയാണ്. കാരണം മുൻകത്തിയാണ്, മുത്തസിലല്ല എന്ന്. എന്താ കാരണം, ഇല്ലാമായിത്തുല അലൈക്കും അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു അൻആമുകൾ, ഇല്ലാമായിത്തുല അലൈക്കും, നിങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ട ഒഴികെ എന്ന് പറയുമ്പോൾ ഫലിസ്തിസ്നാവോ, അടുത്ത ഇസ്തിസ്ന മുൻകത്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാവുക, ഇവിടെ സാവി കൊടുത്തിട്ടുണ്ടായി. അതായത് വജു, അതിൻ്റെ രൂപം എന്നുള്ളത് അന്നഫിലായതി മാലൈസ മിൻ ജിൻസിൽ അൻആമി ഖദ്ദമി. അവിടെ ആയത്തിൽ എന്താണ്, ഈ ഇതിൽ പെടാത്തതും കൂടെ ഉണ്ട്. അർത്ഥ സാധനങ്ങൾ മാത്രമല്ല, അല്ലാത്തതൊക്കെ ഉണ്ട്. ഉദാഹരണം ദമ്, ലഹമുൽ ഖിൻസീർ. ഇതിപ്പോൾ അൻആമിൻ്റെ വിഷയം മാത്രമേ പറഞ്ഞിരിക്കുക, അന്യാം മാത്രമാണ് കഴിക്കാൻ പറ്റുന്നത്, അതല്ലാത്ത പറയുന്നത്. അപ്പം ആ ആയത്തിൽ ഇതിൽ പെടാത്ത പലതും ഉണ്ട്. അപ്പം മുസ്തസ്ന മിൻഹു ആയ അൻആമിൽ പെടാത്ത പലതും എന്തുണ്ട്, ഈ മുസ്തസ്ന ബിഹിയിലുണ്ട്. അപ്പോൾ ഇസ്തിസ്ന എന്താണ്, മുൻകത്തിയാണ്. ഓക്കെ, വൈജൂസ് അനുവദനീയമാണ്. അയ്യക്കൂന മുത്തസിലായ ഇസ്തിസ്നാവും ആവാം, അങ്ങനെ പറ്റും. കാരണം എന്താണ്, ആ ആയത്തിൽ നിന്നും പറഞ്ഞ ആടുമാടൊട്ടകങ്ങളുടെ ഗ്രൂപ്പുകളിൽ പറ്റൂല എന്ന് പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അതിന് മാത്രം ഇവിടെ നിന്ന് ഇസ്തിസ്ന ചെയ്യുക. അപ്പോൾ എന്താണ് ഇസ്തിസ്ന മുൻകത്തി, അതായത് എല്ലാ അന്യാമും നിങ്ങൾക്ക് ഹലാലാണ്, പക്ഷേ ആ അന്യാമിൽ മറ്റേ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ചില അന്യാമിൻ്റെ ടൈപ്പുകൾ പറ്റൂല. അങ്ങനെ വരുമ്പോൾ എന്താണ്, മുത്തസിലാവുമല്ലോ. മുത്തസില ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ മുസ്തസ്ന മിൻഹു ഇതിൽ പെടാത്ത സാധനം, അല്ല പെട്ട സാധനമേ മുസ്തസ്ന ബിഹിയിൽ വരുള്ളൂ. അതാണ്, അതായത് മുസ്തസ്ന ബിഹി മുസ്തസ്ന മിൻഹുവിൻ്റെ ജിൻസിൽ പെട്ടതാവും. അതാണ് മുത്തസിലായ ഇസ്തിസ്ന, അല്ലെങ്കിൽ മുൻകത്തിയായിരിക്കും.
തഹരീമു ഈ ഹറാമാക്കൽ ലിമാ അറള മിനൽ മൗത്തി വനഹവിഹി ലിമ ഒന്ന് കാരണത്താലാണ് അറള അതിന് അയറലായ ഒന്ന് അറളഹു എന്നായിരിക്കും. ഇനി മൗത്തി മരണത്താലോ അതല്ലാത്ത മറ്റ് സംഗതികളാല് അല്ലാത്ത എല്ലാ ആടുമാടൊട്ടങ്ങളും കഴിക്കാൻ പറ്റും. അത് അയറലാവുന്ന സംഗതികൾ ഏതൊക്കെ എവിടെ പറഞ്ഞിട്ടുണ്ട്? മറ്റേ ആയത്തിൽ ഹുരിമത്ത് അലൈക്കും എന്നുള്ള സൂറത്തുൽ നിസാഇലുള്ള ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉച്ചത്തിന് കൊണ്ട് നിങ്ങൾ ഒഴിവാക്കണം, വെടിയണം. രജിസ മാലിന്യത്തെ മിനൽ ഔസാനി വസനുകളാൽ മിൻ അത് ലിൽ ബയാനിലുള്ളതാണ്. അല്ലദീ ഹുവൽ ഔസാൻ ഈ രജിസ് എന്നുള്ളത് എന്താണ്? വസനുകളാണ്. മറ്റ് അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന സംഗതികൾ അതൊക്കെ ഒഴിവാക്കുക. ഉച്ചത്തിന് കൗല സൂർ കള്ളത്തിൻ്റെ വർത്താനം നിങ്ങൾ ഒഴിവാക്കുക. ഈ ഷിർക്ക് ബില്ലാഹി ഈ തൽബിയത്തിൽ നിങ്ങളുടെ തൽബിയത്തിൽ അള്ളാഹുവിനോട് ഷിർക്ക് വെച്ചിട്ടുള്ള പറച്ചിലാണല്ലോ. ഷഹാദത്ത് അല്ലെങ്കിൽ കള്ളസാക്ഷിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഷിർക്കിലുള്ള ഇപ്പം ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലാ ശരീക ലക വമാ എന്നൊരു പ്രയോഗമുണ്ട്. അവരൊരു ഷിർക്കിൻ്റെ വർത്താനുണ്ട്. അവരുടെ ഒരു തൽബിയത്താണ്. അപ്പോൾ ആ തൽബിയത്ത് നിങ്ങൾ ഒഴിവാക്കുക. ഫാലില്ല നിങ്ങൾ അള്ളാഹുവിന് സമാന മനസ്കരായ നിലയ്ക്ക് മുസ്ലിങ്ങളായ നിലയ്ക്ക്. എങ്ങനത്തെ മുസ്ലിങ്ങൾ? ആദിലീന മീൻകുല്ലി ദീനിൻ എല്ലാ ദീനിൽ നിന്നും നീങ്ങിയിട്ട് സിവാ ദീനി അള്ളാഹുവിൻ്റെ ദീൻ ഒഴികെ ബാക്കി എല്ലാ ദീനിൽ നിന്നും ഒഴിവായിട്ടുള്ള ശരിയായ മുസ്ലിമാകാം. വേറെ മുശ്രിക്കിൻ ബി അവനോട് പങ്കു ചേർക്കാത്തവരായ നിലയ്ക്ക്. തഅക്കീദ് ഹുനഫാലില്ലായിൽ അതേ അർത്ഥമുണ്ട്. അപ്പോൾ അത് തഅക്കീദാണ് ദിമാ കബലതിന് മുമ്പുള്ളതിന്. അപ്പോൾ അത് രണ്ടും എന്താണ്? ഹാലാനി മീനൽ വാവി വജിത്തനിബൂ എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഫജിത്തനിബു രിജിസ എന്ന് പറഞ്ഞില്ലേ, ആ വാവിൽ നിന്നുള്ള ഹാലാണ് ആ രണ്ടും. ഹുനഫാലില്ലായും വേറെ മുശ്രിക്കിനും. അമ്മ ഷിരിക് ബില്ലാഹി ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർത്താൽ അന്നമാ അപ്പോൾ ഏതുപോലെ ഉണ്ടാവും? ഹറ സഖതമിനസമായി ആകാശത്തു നിന്നും വീണതുപോലെ ഉണ്ടാവും അവൻ. ഫതഖ്തഫുത്തൈറു എന്നിട്ട് പക്ഷി അവനെ കൊത്തിയെടുത്തതുപോലെ ഉണ്ടാവും. പൊട്ടുന്നതിനൊരു പക്ഷി നിന്ന് റാഞ്ചിയെടുക്കുന്ന പോലെ ഉണ്ടാവും. ഇത് അഹ്ദഹു ബിസുറ അപ്പോൾ പെട്ടെന്ന് അവനെ പിടികൂടുന്നത് പോലെ ഉണ്ടാവും. തഹ്വി ബിഹിരിഹു അല്ലെങ്കിൽ അവനെ വീഴ്ത്തുന്ന പോലെ ഉണ്ടാവും ഒരു കാറ്റ്. തസ്ഖിത്തുഹു അവനെ വീഴ്ത്തുന്ന പോലെ ഉണ്ടാവും. ഫീ മക്കാനിൻ സഹീഖ് ഒരു സഹീഖായ ബഈദ് ഒരു വിദൂരത്തിലുള്ള ഒരു നാട്ടിൽ ഒരു സ്ഥലത്ത്. അതായത് ഫഹുല യുർജ ഖലാസുഹു അതായത് എങ്ങനത്തെ സ്ഥലം? അവിടെ നിന്ന് രക്ഷപ്പെടൽ പ്രതീക്ഷിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു കാറ്റവനെ കൊണ്ടുപോയി എറിഞ്ഞിട്ട പോലെ ഉണ്ടാവും, വീഴ്ത്തിയ പോലെ ഉണ്ടാവും. ദാലിക യുഖദറു ഖബ്ലഹുൽ അംറു മുബ്തദ അല്ലേ, മുബ്തദഅൻ ഒരു മുബ്തദായ നിലയ്ക്ക് ഒരു അൽ അംറു എന്നതിന് അതിന് മുമ്പ് സങ്കല്പിക്കപ്പെടും. അപ്പം കാര്യമാകുന്നത് അതാണ് എന്നർത്ഥം. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ വന്ദിക്കുന്ന പക്ഷം, ബഹുമാനിക്കുന്ന പക്ഷം ഫഇന്നഹു അതായത് ഫഇന്ന തഅലീമഹ എന്നർത്ഥം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ വന്ദിക്കുക എന്നത് വഹിയൽ ബദനുല്ലത്തി തുഹുദ അലിൽ ഹറമി അതായത് ഹറമിനായിട്ട് ഹദിയായിട്ട് നൽകപ്പെടുന്ന ഹറമിന് ഹദിയായിട്ട് നൽകപ്പെടുന്ന ഒട്ടകമാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ വന്നിച്ചാൽ അതെങ്ങനെ? ബി അൻ തുസ്തഹ്സന അതിനോട് നന്മ പ്രവർത്തിക്കപ്പെടുന്നുണ്ട്. തുസ്തസ്മന എന്താണ്? തുസ്തസ്മന അതിന് സമീൻ നല്ല തടിപ്പിക്കപ്പെടുന്നതുകൊണ്ട്. അപ്പം നല്ല രൂപത്തിൽ അതിനെ വളർത്തുക, നല്ല അഴകുള്ളതാക്കുക, അതിനെന്താക്കുക? ഹസൻ നല്ല അഴകുള്ളതാക്കുക, നല്ല തടിച്ചതാക്കുക. അങ്ങനെ ആരിലൊക്കെ ചെയ്യണം. അതിന് ചെയ്താൽ അതൊക്കെ എന്താണ്? മിൻ തഖ്വൽ ഖുലൂബ് ഹൃദയത്തിൻ്റെ തഖ്വയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. തഖ്വൽ ഖുലൂബി മിൻഹും അത് അവരിൽ നിന്നുള്ള ഹൃദയങ്ങളുടെ തഖ്വയുടെ കൂട്ടത്തിൽപ്പെട്ടതാണിത് എന്ന്. വസുമിയത് ഷആഇറ അതിന് ഷആഇർ അള്ളാഹുവിൻ്റെ ഷിആറുകൾ എന്ന പേര് പറയാൻ കാരണം ലി ഷിആരിഹ പിന്നെ തുഅറഫു ബിഹി അതിനെന്ത് ചെയ്യുന്ന കാരണത്താലാണ്? ഇഷ്ആർ ചെയ്യുന്നുണ്ട്. ഇഷ്ആർ എന്ന് പറഞ്ഞാൽ പൂഞ്ഞ മുറിക്കുക. പൂഞ്ഞയുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ പല അഭിപ്രായങ്ങളിൽ വലതുഭാഗം മുറിക്കണം എന്നാണ് നമ്മളൊക്കെ പറയാറ്. കത്തി കൊണ്ട് എന്ത് ചെയ്യുക? ചെറിയൊരു മുറി ഉണ്ടാക്കുക, അത് അടയാളമായിട്ട്. പിന്നെ അതിന് കിലാത് തൂക്കും, എന്തെങ്കിലും തൂക്കും, മര കഷ്ണമോ മറ്റോ മാല പോലെ തൂക്കും. ബിമാ തുഅറഫു ബിഹി ബിമാ ഒന്നുകൊണ്ട് തുഅറഫു ബിഹി അതുകൊണ്ട് ഇവകളെ മനസ്സിലാക്കപ്പെടും. അന്നഹ ഹദീൻ അതെന്താണ്? കാബാലത്തിലേക്കുള്ള ഹദിയാണ് എന്ന്. അതാ അൽഹംദുലില്ലാ. ഖതഅനി ഹദീദത്തിൻ ബിസിനാമിഹ ഒരു ഹദീദത്ത് കൊണ്ട് കുത്തുന്നത് പോലെ അതിൻ്റെ പൂഞ്ഞയിൽ. അപ്പം അതാ ഇഷാറ അതാണ്. മറ്റേതിന് തക്ലീദ് എന്നാ പറയുക, മാല പോലെ ധരിപ്പിക്കുന്നത്. ഇഷാറ ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഷആഇറല്ലാ എന്ന് ഈ ഹദിയായിട്ടുള്ള ബലിമൃഗങ്ങളെ പറ്റി പറയുന്നത്. ലക്കും ഫീഹ മനാഫിഉ നിങ്ങൾക്കതിലുണ്ട് ഉപകാരങ്ങൾ. ഏതുപോലെ? ആടുമാടൊട്ടങ്ങൾ ഏതുപോലെ? കറുക്കുബി അതിൻ്റെ പുറത്ത് കയറുന്ന പോലെ, പോലെ ഹംലി അതിന് മേൽഭാരം എടുത്ത് വെക്കുന്ന പോലെ, മാല ജലുറുഹ അതിന് ഉപദ്രവമല്ലാത്ത തരത്തിലുള്ള ഭാരം എടുത്ത് വെക്കുന്ന പോലെ.
ഇല അജലി മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ. വക്കത്തനെ ഹരി, അതിനെ അറക്കുന്നിടം വരെ. സുമ്മ മഹില്ലുഹ, അതായത് ഈ ബലിമൃഗങ്ങളാണെങ്കിലും ഹദിയായിട്ട് കൊടുക്കാനുള്ളതാണെങ്കിലും എന്താണ് അറക്കുന്ന സമയം വരെ ഇതിങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ചെയ്യാം. അതിന് പ്രയാസപ്പെടുത്തരുത്, അതാ പറഞ്ഞത്, പ്രത്യേകം പറഞ്ഞു. മാലായുള്ളൂ, അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ധാരയെ വഹിക്കാൻ പറ്റുള്ളൂ, അതിലേറെ ഒന്നും ആക്കാൻ പാടില്ല. സുമ്മ മഹില്ലുഹ, പിന്നെ അതിൻ്റെ മഹില് അഥവാ മക്കാൻ നെഹരിഹ, അതിന് അറക്കൽ ഹലാലായ സ്ഥലം എന്നുള്ളത് ഇൽ ബൈത്തിൽ അതീഖ്, പൗരാണിക ഭവനം വരെയാണ്. അതായത് ഹിന്ദു അതിൻ്റെ അടുക്കൽ വെച്ചാണ് അറക്കേണ്ടത്. ഇപ്പോൾ ഒന്നും അങ്ങനെ അറക്കാൻ സൗകര്യമില്ല എന്ന് തോന്നുന്നു. പോലെ വൽ മുറാദു വൽ മുറാദു വൽ ഹറമു ജമീഉഹു, ഇവിടെ ഉദ്ദേശിക്കുന്ന അതിൻ്റെ അടുക്കുന്നില്ല. വൽ ഹറം വൽ മുറാദു അൽ ഹറമു ജമീഉഹു, ഹറമു മുഴുവനുമാണ്. വലിക്കുല്ലി ഉമ്മത്തിൻ, ഓരോ ഉമ്മത്തിനും ഉണ്ടായി, അതായത് ജമാഅത്തിൻ മുഅ്മിനത്തിൻ സലഫത്ത് ഖബലക്ക്, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഓരോ സത്യവിശ്വാസികളായ ഓരോ സമൂഹത്തിനുമുണ്ട്. ഓരോ സമൂഹത്തിനും എല്ലാം നാം ആക്കിയിട്ടുണ്ട് മൻസക്കൻ, ഓരോ മൻസക്കിന് ഈ ഫത്തഹി സീന്, സീനിന് ഫത്ത് ചെയ്തിട്ട് മൻസക്കൻ, അത് മസ്തറാണ്, സക്കനയുടെ മസ്തറാണ്, മീമിയ മസ്തർ. ഒബി കസരിഹ, ഇനി മസ്കനല്ല, ജല്ല മൻസക്കൻ, നുസുക്കിൻ്റെ മീമിയായ മസ്തറാണ്. ഒബി കസരിയ മൻസിക്കൻ എന്നുണ്ട്. ഇസ്മു മക്കാൻ, അതെന്താണ് മക്കാൻ, ഇസ്മു മക്കാനാണ്. അതായത് ദബഹൻ, കുർബാൻ, അറവുണ്ട്, അറവിന് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്കും എന്താണ് അറവ് എന്നൊരു സംഗതി, ഒരു ചര്യ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അറക്കാനുള്ള സ്ഥലം, ഔ മക്കാനോ, അല്ലെങ്കിൽ അറക്കാനുള്ള സ്ഥലം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങൾക്കൊക്കെ. ലിയസ്കുറുസ്മല്ലാഹി, അള്ളാഹുവിൻ്റെ ഇസ്മിനെ അവർ ഓർക്കാൻ, നാമത്തെ ഓർക്കാൻ വേണ്ടി. അലാമാറസഖഹും, അള്ളാഹു അവർക്ക് നൽകിയൊന്നിൻ്റെ മേൽ, അള്ളാഹു അവർക്ക് നൽകിയൊന്നെന്തിനാ, മീൻ ബഹീമത്തിൽ എന്നാമേ, ആടുമാടൊട്ടകത്തിനുള്ള ആടുമാടൊട്ടകത്തിലുള്ള ബഹീമത്തിനെ ഇതിൻ്റെ ബി, അതിനറക്കുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ നാമം ഓർക്കാന്നല്ല, പറയാൻ വേണ്ടി. ഫൈലാഹുക്കും ഇലാഹും വായിദ, അപ്പോൾ നിങ്ങളുടെ ഇലാഹ് ഏകനായ ഒരാൾ ഇലാഹ് മാത്രമാണ്. ഫലഹു അസ്ലിം, അതുകൊണ്ട് തന്നെ അവനായി നിങ്ങൾ കീഴ്പ്പെട്ടോണം, അത് നിങ്ങൾ കീഴ്പ്പെട്ടോളണം അവനായിട്ട്. ബഷീരിൽ മുഹ്ബിത്തീൻ, നിങ്ങൾ സന്തോഷവർത്തമാനം അറിയിക്കണം. മുഹ്ബിത്തീൻ എന്ന് വെച്ചാൽ മുഹ്ബിത്തീൻ അൽമുത്തഈന അൽമുതവാദിഈന, തവാദുവോടുകൂടി വിനയത്തോടുകൂടി അള്ളാഹു വഴിപ്പെടുന്ന ആളുകളെ നിങ്ങൾ സന്തോഷവർത്തമാനം അറിയിക്കണം. അല്ലതിന്, എങ്ങനെയുള്ളവരാണ് അവർ? ഇതൊക്കെ അള്ളാഹുവിനെ പറയപ്പെട്ടാൽ വജലത്ത് ഹാഫത്ത് കുലൂബ്, അവരുടെ ഹൃദയങ്ങൾക്ക് പേടി വരും. വസാബിനെ, അവർ ക്ഷമിക്കുന്നവരാണ്. അലാമാസാബഹും, അവർക്ക് ബാധിച്ച ഒന്നിൻ്റെ മേൽ, അതിനാൽ മിനൽ ബലാകളാൽ, പ്രയാസങ്ങളാൽ. മുഖിമിസ്സലാ, നിസ്കാരത്തിൽ നിലനിർത്തുന്നവരാണ്. ഫി ഔഖാത്തി, അതിൻ്റെതായ സമയങ്ങൾ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുംഫിഖൂന, ചെലവഴിക്കുന്നവരാണ്. യതസദ്ദഖൂന, സദഖ ചെയ്യുന്നവരാണ്. വൽ ബുദ്ന ജംഉ, ബുദ്നത്തിൻ്റെ ജമാണ് ബുദ്ൻ എന്നത്. വൽ ബുദ്ന വഹിയൽ ഇബിൽ, അത് ഒട്ടകങ്ങൾ അല്ലേ. ഈ ഒട്ടകങ്ങളെ ജഅൽനാഹാ, നാം അതിനാക്കിലക്കും നിങ്ങൾക്ക്, മിൻ ശഅഇരിൽ, അള്ളാഹുവിൻ്റെ ശിആറുകൾപ്പെട്ടതായി, അഅ്ലാമി ദീനി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങൾ പെടുത്തതാക്കി തന്നവലക്കും നിങ്ങൾക്ക്. ഫീഹ, അതിലുണ്ട് ഖൈറുൻ, നന്മയുണ്ട്, നഫുൻ അഥവാ ഉപകാരമുണ്ട്, ദുനിയാവിലൊക്കെ മാത്രം മുമ്പ് കഴിഞ്ഞ പോലെ. അതായത് ഭാരം വെക്കാൻ നിങ്ങൾക്ക് കയറാം, പാല് കിട്ടും, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അജറുൻ ഫിൽ ഉഖുബ, അവസാനത്തിൽ അല്ല. ദുനിയ എന്നുള്ളത് എന്താണ്, ഇവിടുത്തെ ലോകം. ഉഖുബ എന്നുള്ളത് അങ്ങേയപ്പുറത്തെ ലോകം, അഥവാ ആഖിറത്തിൽ, അവസാനത്തിൽ. ആഖിറത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകും അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല കാര്യത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ. ഫദ്കുറുസ്മല്ലാഹി, അല്ലാഹുവിൻ്റെ ഇസ്മിനെ നിങ്ങൾ ഓർക്കണേ, പറയണേ. അലൈഹ, അതിൻ്റെ മേൽ, ആ മൃഗത്തിൻ്റെ മേൽ, ഇന്ധനഹരിഹ, അതിനറക്കുന്ന വേളയിൽ, സവാഫ ഖായിമത്തിൻ അലാ സലാസത്തി ഉസ്മല്ലാഹി അലൈഹ സവാഫ്, ഫദ്കുറുസ്മല്ലാഹി അലൈഹ സവാഫ എന്ന് വെച്ചാൽ ഖായിമത്തൻ അലാ സലാസി മഅഖൂലത്തിൽ യദിൽ യുസ്ര അല്ലേ. സവാഫ് എന്ന് വെച്ചാൽ നിരനിരയായിട്ട് നിൽക്കാമെന്ന ഉദ്ദേശം എന്താണ്? കായ്മത്തൻ, അവകൾ തന്നെ നിൽക്കുന്ന എന്നതിൽ കലാ സലാസിൻ, 3 കാലിന്മേൽ. മഅഖൂലത്തിൽ യദിൽ യുസ്ര, ഇടത്തു കൈ അഥവാ ഇടത്തു മുൻകാലുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. മുന്നിലുള്ള ഇടതുകാല് അതിനെ ബന്ധിപ്പിക്കപ്പെട്ടതായ നിലക്ക് അത് കെട്ടും. ബാക്കിയൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ അതിൻ്റെ സുന്നത്തായ രൂപം ബാക്കിയൊക്കെ അയച്ചിടുക. എന്നിട്ട് ആ നിർത്തിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക? ഒട്ടകത്ത് ഇറക്കേണ്ടത്. ഫൈദ വജബത്ത് ജുനൂബുഹ, അതിൻ്റെ ജുനൂബ് വീണാൽ, സക്കത്തത്ത്, അതിൻ്റെ പാർശ്വഭാഗങ്ങൾ വീണാൽ, ഇലലർദ്, ഭൂമിയിലേക്ക്, ബാദനെ, അർത്ഥത്തിന് ശേഷം, വഹുവഖത്തുൽ അക്ലി മിൻഹ, അതാണ് തിന്നാനുള്ള സമയം. മിൻഹ, അതിൽ നിന്നും കഴിക്കാനുള്ള സമയം അതാണ്. അതാ പറഞ്ഞത്. ഫൈദ വജബത്ത് ജുനൂബ, അതിൻ്റെ ഒരു ഭാഗം ചെയ്തു വീണു, ജീവൻ പൂർണ്ണമായും പോയി വീണാൽ, ഫകുലു മിൻഹ, അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ കഴിക്കാം. ഇനി ചെയ്ത് നിങ്ങൾ ഉദ്ദേശിച്ചാൽ. വാത്തിമുൽ കാനി, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വേണമെന്നില്ല, കഴിക്കൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? വാത്തിമുൽ കാനിയ,
കാനിയാണ് നിങ്ങൾ ഭക്ഷിപ്പിക്കണം. അല്ലാതെ ഇങ്ങനെയുള്ള യക്കന ഉബിമായി യുത്ത നൽകപ്പെടുന്നതുകൊണ്ട് കനാത്തുള്ള എത്രയാണ് കിട്ടുന്നത് അതുകൊണ്ട് സന്തോഷിക്കപ്പെടുന്ന സംതൃപ്തനാവുന്ന ആൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കണം. വലായസ് ഒരു വലായത്ത് അറലു ഇങ്ങനെ ചോദിച്ച് നടക്കുക. വലായത്ത് അറല് ഇങ്ങനെ വന്ന് ഇടക്കിടക്ക് ഇടപെടുക, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതാണ് താറല്ലാവ് വന്ന് ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുക ചോദിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ആളല്ല. അങ്ങനെയൊന്നും ആവാത്ത കാനി ഉള്ളതുകൊണ്ട് സംതൃപ്തിയിൽ കഴിയുന്ന ആളെ നിങ്ങൾ ഭക്ഷിപ്പിക്കുക. വൽ മുത്തറിനെ ഭക്ഷിപ്പിക്കുക. മുത്തറാണ് അസായിൽ ചോദിച്ചു വരുന്ന ആൾ. അവൽ മുത്താരിത് ഇങ്ങനെ ആർക്കുമ്പോൾ ആളോ അങ്ങനെ ഒന്ന് നോക്കി നിൽക്കുന്ന ആൾ. അതാണ് താറുള്ളാവ്. അപ്പം ചോദിച്ചു വരുന്നവർക്കും വരാത്തവർക്കും ഒക്കെ എന്ത് ചെയ്യുക, ഭക്ഷിപ്പിക്കുക. കദാലിക മിഥില ദാലിക തസ്ഖീർ കീഴ്പ്പെടുത്തി തന്നതുപോലെ തന്നെ സഹർനാഹാലക്കും നാം നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നു. ബി അൻ തുൻഹറ അതിന് അറക്കപ്പെടൽ കൊണ്ട് തുറുക്കബ അതിന് മേൽ നിങ്ങൾ കയറപ്പെടൽ വാഹനമായിട്ട് യാത്ര ഉള്ള വാഹനാകപ്പെടൽ കൊണ്ട് ഇല്ല ലം തുത്തിക്ക് അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലായിരുന്നെങ്കിൽ ലം തുത്തക്ക് അത് വഴിപ്പെടുകയായിരുന്നില്ല. അത് എന്താണ്, അതിനെതിരെ നമുക്ക് ത്വാക്കത്ത് ലഭിക്കുമായിരുന്നില്ല എന്ന്. ഇതാണ് വൈല്ല ലം തുത്തക്ക് എന്ന് വായിക്കണം. ലഅല്ലക്കും തഷ്കുറൂൻ. ഇതൊക്കെ അള്ളാഹു എന്തിനാ കീഴ്പ്പെടുത്തി തന്ന നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ഇനിയാമി അലൈക്കും നിങ്ങളുടെ മേൽ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹത്തിന്. അതായത് അല്ല ലയ്യനാലല്ലാഹ അള്ളാഹുലേക്ക് തീർച്ചയായും എത്തുകയില്ല. യഹുമോ അതിൻ്റെ മാർഗം എന്താണ്, അള്ളക്ക് ആവശ്യമില്ല എന്ന്, അള്ളയിലേക്ക് എത്തുന്നതല്ല അതിൻ്റെ മാംസങ്ങൾ. വലാദിമാവോ അതിൻ്റെ രക്തങ്ങൾ. അതായത് ലായർഫാനിലി അവ രണ്ടിനെയും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നില്ല. വലാക്കിയനാലുഹു തക്വാമിങ്കും മറിച്ച് നിങ്ങൾ നമ്മുടെ തക്വയാണ് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക. ഏതീഫിമിങ്കുൽ അമലു സാലിഹുൽ ഖാലിസു ലഹു അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തതായ സൽക്കർമ്മമാണ് നിങ്ങളിൽ നിന്നും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത്. വൽ ഈമാൻ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ആണ്. ഹാലിസായ ഇഖ്ലാസോടുകൂടി ചെയ്തതായിരിക്കണം, സൽക്കർമ്മമാണ്. അതാണ് നിങ്ങൾ നിന്നും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക. കദാലിക്ക് അപ്രകാരം സഹറഹാലക്കും നിങ്ങൾക്കതിനെ കീഴ്പ്പെടുത്തി തന്നു. ലിത്തുകബ്ബിറുല്ലാഹ് അള്ളാഹുവിനെ നിങ്ങൾ തക്ബീർ എല്ലാം വേണ്ടി. അലാമഹദാക്കും നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തന്നതിൻ്റെ മേൽ. അർശദക്കും നിങ്ങൾക്ക് മാർഗ്ഗദർശനം ചെയ്തു തന്നതിൻ്റെ പേരിൽ. ഈ ആലിം ദീനി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എന്താണ് ഉന്നതമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആലിം ഉന്നതമായ കാര്യങ്ങൾ. ഒമനാസിക് ഹജ്ജി അള്ളാഹുവിൻ്റെ ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല, കാണിച്ചു തന്നില്ല. ബഷീർ മുഹ്സിനങ്ങൾക്ക് സന്തോഷവർത്തന അറിയിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്. അതായത് മുഹ്സിനി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശമുള്ളൂ, അൽ മുവഹിദ് ഏകദൈവ വിശ്വാസികൾക്ക്. ഇന്നല്ലാഹു തീർച്ചയായും അള്ളാഹു തആല യുദാഫിയവും പ്രതിരോധിക്കുന്ന അനില്ലദീന ആമനു സത്യവിശ്വാസികളെ തൊട്ട് ഗവാഇൽ മുശ്രിക്കീങ്ങളുടെ ഗായിലുകൾ മുശ്രിക്കീങ്ങളുടെ ഗവായിൽ ഗായിലിൻ്റെ ജമാണ് ഗവായിൽ. അതായത് എന്തെങ്കിലും തരത്തിൽ അറിയാത്ത രൂപത്തിൽ ചതിക്കുക, പ്രയാസത്തിലേക്ക് ഉപദ്രവകരമായ സംഗതികളൊക്കെ ഉണ്ടാക്കി വെക്കുക. അതാണ് അജ്ഞാതമായ രൂപത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കി വെക്കുക. മുശ്രിക്കീങ്ങളുടെ അത്രയും ഗവായിൽ നിന്നും അള്ളാഹു മുഅ്മിനീങ്ങളെ സംരക്ഷിക്കുന്നു, അല്ലെ, തടയുന്നു, പ്രതിരോധിക്കുന്നു. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ ഫീ അമാനതിഹി തൻ്റെ അമാനത്തിൽ തൻ്റെ വിശ്വസ്തതയിൽ വഞ്ചന നടത്തുന്ന ഓരോ ആളെയും അവൻ ഇഷ്ടപ്പെടുന്നില്ല. കഫൂർ നിഷേധിക്കുന്ന, അല്ലെ, നന്ദികേട് കാണിക്കുന്ന നിയമത്തിൽ തൻ്റെ നിയമത്തിന്. ഒഹമുൽ മുശ്രിക്കുൻ അവർ ബഹുദൈവ വിശ്വാസികളാണ്. അൽമാന ഇവിടുത്തെ ഉദ്ദേശം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്നാണ്. ഉദയനിലതിനി ഖാതലൂന യുദ്ധം ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ അള്ളാഹു സമ്മതം നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സമ്മതം നൽകിയിട്ടുണ്ട്. യുഖാതലൂന അയിൽ മുഅ്മിനീന അയിൽ മുഅ്മിനീന എന്ന് വെച്ചാൽ ലില്ലദീന എന്നതിനും ഇതായിട്ടാണ്. മുഅ്മിനീന അഥവാ മുഅ്മിനീങ്ങൾക്ക് സമ്മതം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന്. യുഖാതിലു അവർ യുദ്ധം ചെയ്തോളാൻ. അപ്പം ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ അങ്ങോട്ട് യുദ്ധം ചെയ്തോളാൻ. വഹാദിഹി അവ്വലു ആയത്തി നസലത്ത് ഫിൽ ജിഹാദി യുദ്ധത്തിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഖുർആനിൽ അവതരിച്ച ആയത്താണിത്. ബിഅന്നഹും ബിസബബി അന്നഹും എന്ത് കാരണത്താൽ അവർ ലുലിമു ആക്രമിക്കപ്പെട്ട കാരണത്താൽ ബിദുൽമിൽ കാഫിരീങ്ങൾ അവരെ ആക്രമിച്ചത് കാരണത്താൽ. ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അള്ളാഹുവിന് അവർക്കെതിരെ, അല്ലെ, അവരെ സഹായിക്കാൻ അള്ളാഹുക്ക് കഴിവുണ്ട്. ലഖദീരിൻ അതായത് മുഅ്മിനീങ്ങളെ അവർക്കെതിരെ സഹായിക്കാൻ അള്ളാഹുക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹും അവർ അല്ലദീന ഒരു കൂട്ടരാണ് ഉഖ്രിജു മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടു, ഹിജ്റ ചെയ്തല്ലോ മുഹാജിറുകൾ. ബിഗൈരി ഹഖിൻ ഒരു അവകാശമേതുമില്ലാതെ ഫിൽ ഇഖ്റാജ് പുറപ്പെടേണ്ട ഒരു ആവശ്യകതയില്ലായിരുന്നു. അല്ല, അതായത് അവർക്ക് അവരുടെ വീടുകളിൽ തന്നെ നിൽക്കാനുള്ള അർഹത ഉണ്ടായിരുന്നു. ഉഖ്രിജു അവരെ പുറപ്പെടുവിക്കപ്പെട്ടിട്ടില്ല. ഇല്ല യഖൂലു ഐ ബിഖൗലിഹിം റബ്ബുനല്ലാഹ് അവർ പുറപ്പെടുവിക്കപ്പെട്ടിട്ടില്ല അവർ പറഞ്ഞുകൊണ്ടല്ലാതെ.
ഞങ്ങളുടെ റബ്ബ് അള്ളയാണ്, അള്ളയാണ് ഞങ്ങളുടെ റബ്ബ്, വഹദഹു അള്ള മാത്രമാണ്. ഇത് പറഞ്ഞിട്ട് ആര് പോയത്? വാദൽ കൗലു, ഈ കൗല് ഹക്ക് സത്യമാണ്. അപ്പോൾ ഫൽ ഇഹ്റാജ് ബിഹി ഇഹ്റാജ് ബി ഗൈരി ഹക്ക്. അപ്പം അത് പറയലോടുകൂടി അവരെ പുറത്താക്കുക എന്നുള്ളത് ഇഹ്റാജ് ബി ഗൈരി ഹക്ക്, ഹക്കില്ലാതെ അവകാശമില്ലാതെ അവരെ പുറത്താക്കലാണ്. യഥാർത്ഥ സത്യം പറഞ്ഞതിൻ്റെ പോലെ പുറത്താക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ടാണ് അവിടെ നിന്ന് പുറത്താക്കിയതെന്ന് മുഹാജിറുകളായ സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്കം. വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅദഹും അള്ളാഹു തആല എങ്ങാനും ജനങ്ങളെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ, അഥവാ അവരിൽ ചിലരെ കൊണ്ട് ബദലു ബഅദിൻ മിനന്നാസ്, അന്നാസ് എന്നതിനുള്ള ബദലു ബഅലാണ് ഈ ബഅലഹും എന്നുള്ളത്, അഥവാ അവരിൽ ചിലരെ, ബിബഅൽ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു അങ്ങനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ലഹുദ്ദിമത് ബിത്തശ്ദീദി ലിതക്സീരി, ലഹുദ്ദിമത് എന്നുള്ള ഇഷ്ടം പോലെ പൊളിക്കപ്പെട്ടേനെയാണ്. തഹ്ഫീഫി അത് ലഹുദിമത്ത് പൊളിക്കപ്പെട്ടേനെ, അത് തക്സീറിൻ്റെ അർത്ഥം കിട്ടൂല. രണ്ട് ഖിറാഅത്തുണ്ട്. ലഹുദിമത്ത് സവാമി എന്ന് വെച്ചാൽ ലിൽ റുഹ്ബാനി, ഈ പുരോഹിതന്മാരുണ്ടാവുമല്ലോ, ജൂത പുരോഹിതന്മാർ, ഇപ്പം എന്താ പറയാ, റാബി എന്നങ്ങാണ്ട് പറയുന്നുണ്ട്, നമ്മൾ റാഹിബ് എന്ന് അറബി പറയും, അതിൻ്റെ ജമാണ് റുഹ്ബാൻ. അപ്പോൾ റുഹ്ബാനുമാരുടെ സവാമി, അവരുടെ പഠനശാലകൾ അല്ലേ, അവരുടെ സവാമി, അവരുടെ എന്താ പറയുക, അവർ താമസിക്കുന്ന ആശ്രമങ്ങൾ, അതൊക്കെ പൊളിക്കപ്പെട്ടേനെ. ബിയഉൻ, ബിയത്തിൻ്റെ ജമാണ് കനായിസുൽ നസാറ, ക്രിസ്ത്യാനികളുടെ കനീസകളാണ്, ക്രിസ്ത്യൻ ചർച്ചുകൾ ഒക്കെ എന്താണ് പൊളിക്കപ്പെട്ടേനെ. ഓ സലവാത്തുൻ കനായിസുൽ യഹൂദി, അത് ജൂതന്മാരുടെ കനീസകളാണ്, ജൂത കനീസകൾ. ബിൽ ഇബ്രാനിയ ഹീബ്രു ഭാഷയിൽ സലവാത്ത്. അപ്പോൾ അതൊക്കെ എന്താണ് പൊളിക്കപ്പെട്ടേനെ. ഓ മസാജിദുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ പള്ളികൾ, യുദ്കറുഫിയ അവകൾ പറയപ്പെടുന്നു, ഐ ഫിൽ മവാദിൽ മദ്കുറി പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇസ്മുല്ലാഹി കഥീർ, അള്ളാഹുവിൻ്റെ നാമം ഒരുപാട് പറയപ്പെടും. വ തുൻഖതഉൽ ഇബാദാത്തു, അത് പൊളിക്കപ്പെടുകയും ഇബാദത്തുകളൊക്കെ മുറിക്കപ്പെടുകയും ചെയ്തേനെ. ബി ഹറാബി, അതൊക്കെ തകരൽ കൊണ്ട്. അള്ളാഹു അങ്ങനെ തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ വലയൻസുറന്നല്ലാഹു മയ്യൻസുറുഹു അയ്യൻസുർ ദീനഹു, അള്ളാഹുവിനെ സഹായിക്കുന്ന വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്ന ആളുകൾ അള്ളാഹും തീർച്ചയായും സഹായിക്കുന്നതാണ്. ഇന്നല്ലാഹ ലഖവിയ്യുൻ അലാ ഖൽഖിഹി, അള്ളാഹു തൻ്റെ സൃഷ്ടികളുടെ മേൽ കഴിവുള്ളവൻ തന്നെയാണ്. അസീസും പ്രതാപിയാണ്. മനിഉൻ ഫീ സുൽത്താനി, അള്ളാഹു എല്ലാത്തിനും തൊട്ട് തടയപ്പെട്ടവനാണ് അവൻ്റെ അധികാരത്തിൽ, വഖുദ്റതി അവൻ്റെ ശക്തിയിൽ. അല്ലദീന, ഒരു കൂട്ടർ, ഇമ്മക്കന്നാഹും നാം അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്താൽ, ഫിൽ അർദി ഭൂമിയിൽ സൗകര്യപ്പെടുത്തി കൊടുത്താൽ, ബിനസ്രി അവരെ സഹായിക്കലുണ്ട്, അലാദു അവരുടെ ശത്രുക്കൾക്കെതിരെ, അഖാമുസ്സലാത്ത് അവർ നിസ്കാരത്തെ നിലനിർത്തും, വാത്തോ സക്കാത്ത് അവർ സക്കാത്തിനെ കൊടുത്തു വീട്ടും, വ അമറു ബിൽ മഅറൂഫ് നന്മ അവർ കൽപ്പിക്കും, വ നഹു അനിൽ മുങ്കരി തിന്മത്തൊട്ട് അവർ നിരോധിക്കും. ജവാബ് ഷർത്ത്. അപ്പോൾ ഈ ഇമ്മക്കന്നാഹും അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്താൽ എന്ന് പറഞ്ഞ ആ ഷർത്ത്, അതിൻ്റെ ജവാബ് വഹുവ വ ജവാബുഹു സീലത്തുൽ, ജവാബു ഷർത്തി വഹുവ വ ജവാബുഹു, ഷർത്തിൻ്റെ ജവാബും അതുപോലെ തന്നെ ജവാബുഹു അതിൻ്റെ ജവാബ്. വലൈക്കും അസ്സലാം. വ ജവാബുഹു സിലത്തുൽ മൗസൂലി, അത് മൗസൂലിൻ്റെ സിലയാണ്. വയുഖദ്ദറു ഖബ്ലഹു ഹും മുബ്തദഉൻ, അതിൻ്റെ മുമ്പ് ഒരു ഹും എന്ന പദം മുബത്തദ ആയിട്ട് സങ്കല്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ അല്ലദീന ഒരു കൂട്ടർ, അപ്പോൾ അത് മൗസൂലാണല്ലോ. അപ്പോൾ ഈ മൗസൂലിൻ്റെ സിലയാണ് എന്ന് പറഞ്ഞ്, ഏത് ജവാബു ഷർത്തി, ഇവിടെ ജവാബ് ഷർത്ത് ഏതാണ്, ഇമ്മക്കന്ന എന്നുള്ളത്, അതിൻ്റെ ജവാബാണ് ഏത് അഖാമുസ്സലാത്ത, അങ്ങനെ അത് ചെയ്തു പോകുന്നതാണ്. അപ്പം ഈ ജവാബ് ഷർത്തിൻ്റെ ജവാബായ അക്കാമു തൊട്ടുള്ളതും വഹുവ, അത് അത്രേ ഉള്ളൂ. ജവാബ് ഷർത്തി ഈ അക്കാമുസ്സല എന്ന് തുടങ്ങി അവസാനിക്കുന്ന ഇടം വരെയാണ് ആ ഇൻ മക്കന്നാവും എന്ന ഷർത്തിൻ്റെ ജവാബ്. എന്നിട്ട് അതും ഏത് ഈ ഷർത്തും ജവാബും, ആ ഷർത്തിൻ്റെ ജവാബും ചേർന്നതാണ് സിലത്തുൽ മൗസൂലി, മൗസൂലിൻ്റെ സില, അല്ലദീന എന്ന മൗസൂലിൻ്റെ സില. അപ്പം അതിൻ്റെ അത് ഖബറാണ് അല്ലദീന എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുബത്തദോ അതാണ് വൈക്കുദർ ഖബ്ല, അതിൻ്റെ മുമ്പ് ഹും എന്നതിനെ ഒരു മുബത്തദായിട്ട് സങ്കല്പിക്കപ്പെടുന്നതാണ്. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, അള്ളാഹുവിനാണ് കാര്യങ്ങളുടെ അവസാനം. അതായത് ഇലൈഹി മർജിഉഹ, കാര്യങ്ങളൊക്കെ മടങ്ങുന്ന അള്ളാഹുവിലേക്കാണ്. ഫിൽ ആഖിറത്തിൽ വയ്യുക്ദിബുക, അവർ അങ്ങേ കളവാക്കിയാൽ, ഫീഹി കളവാക്കിയാൽ എന്ന് പറയുമ്പോൾ ഫി അതിലുണ്ട് തസ്ലിത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാശ്വാസ മേഖലുണ്ട്. സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം. ഫഖദ് അല്ലെ, അവർ അങ്ങനെ കളവാക്കിയാൽ, ഫഖദ് കദ്ദബത് ഖബ്ലഹും നബിയെ,
അവരുടെയും മുമ്പ് കളവാക്കിയിട്ടുണ്ട്. കൗമു നൂഹിൻ, നൂഹ് നബിയുടെ കൗമ്. തഅനീസു കൗമിൻ, ഇവിടെ കദ്ദബത്ത് എന്ന് അല്ലേ, കൗമിനെ മുഅന്നസായിട്ട് പരിഗണിച്ചു. അത് ബിഇതിബാരിൽ മാന, അർത്ഥം നോക്കിയിട്ടാണ്. കാരണം കൗമ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരല്ലേ, ജമാഅത്തല്ലേ, അങ്ങനെ. ആദുൻ, ആദ് സമൂഹവും കൗമ് ഹൂദ് അഥവാ ഹൂദ് നബിയുടെ സമൂഹമാണ്. സമൂദ് അതായത് കൗമുൽ സാലിഹ്, സാലിഹിനുള്ള സമൂഹമായ സമൂദും. കൗമ് ഇബ്രാഹിം നബിയുടെ കൗമും. കൗമ് ലൂത്ത് നബിയുടെ കൗമും. അസ്ഹാബ് മദിയൻ, മദിയൻ നിവാസികളും, അതായത് കൗമ് ഷുഐബാണ്, ഷുഐബ് നബിയുടെ സമൂഹമാണ്. അവരൊക്കെ എന്താക്കിയിട്ടുണ്ട്, കളവാക്കിയിട്ടുണ്ട് അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ. ഒക്കെ മൂസ, മൂസ നബിയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. കഥബഹുൽ കിബിത്ത്, കിബിത്തി വംശജർ അദ്ദേഹത്തെ കളവാക്കി. കൗമു, അദ്ദേഹത്തിൻ്റെ കൗമായ ബനു ഇസ്രായേലല്ല കളവാക്കി. അതായത് കഥബ ഹഉലായി റുസുലഹും ഫലക ഉസ്വത്തും ബിഹിം. അപ്പോൾ കഥബ ഹഉലായി, അപ്പം അദ്ദേഹത്തിൻ്റെ കൗമായ ബനു ഇസ്രായേലിൽ ആരെ കളവാക്കിയിട്ടില്ല, മൂസ നബീനെ കളവാക്കിയിട്ടില്ല കേട്ടോ. ഏതായത് കഥബ ഹഉലായി, ഈ പറഞ്ഞ ടീമുകളൊക്കെ കളവാക്കിയിട്ടുണ്ട്. റുസുലഹും, അവരിലേക്ക് അയക്കപ്പെട്ട മുർസലീങ്ങളെ. ഫലക ഉസ്വത്തിൻ ബിഹിം, അപ്പോൾ അങ്ങേക്ക് എന്തുണ്ട്, ഒരു റോൾ മോഡൽ ഉണ്ട് അവരിൽ, കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ. അംലൈത്തുലിൽ കാഫിരീന, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, കാഫിരീങ്ങൾക്ക് സാവകാശം നൽകി. അമഹൽത്തുഹും, അവർക്ക് സാവകാശം നൽകി. വിതഅഖീറിൽ ഇഖാബിലും, അവർക്കുള്ള ശിക്ഷയെ വൈകിപ്പിക്കൽ കൊണ്ട്. സുമ്മ അഖദ്തുഹും, നാം പിന്നെ അവരെ പിടികൂടി, അവരെയൊക്കെയും ബിൽഅദാബ്, ശിക്ഷകൾ കൊണ്ട്. ഫകൈഫ കാന നകീർ, എങ്ങനെയായിരുന്നു നകീർ എന്ന്, ഇൻകാരി അലൈഹിം, അവരുടെ മേൽ ഉള്ള എൻ്റെ എന്താണ് നിഷേധാത്മകമായിട്ടുള്ള സമീപനം. ഇൻകാർ, നിഷേധം, ഞാൻ അവരെ നിരാകരിച്ച് കളഞ്ഞു. ബിതക്ദീബ്, അവർ കളവാക്കിയത് കാരണത്താൽ. എങ്ങനെ അവരെ നിരാകരിച്ച് കളഞ്ഞു, ബിഇഹ്ലാക്കിഹിം, അവർ നശിപ്പിക്കൽ കൊണ്ട്. അപ്പം ആ അവർ നശിപ്പിച്ചുകൊണ്ട് അവരെ നിരാകരിച്ച ആ ഒരു എൻ്റെ പ്രവണത എങ്ങനെയുണ്ട് നമ്മൾ നോക്കിക്ക് നബിയെ. ഒരു ഇസ്തിഫാം, അവിടുത്തെ ഈ എങ്ങനെയുണ്ട് എന്ന ഒരു ഇസ്തിഫാമിൽ തക്രീർ എന്നുള്ളതാണ്, അടിപൊളി എന്ന്. ഏതായത് ഹോ ആക്കിയും മൗക്കിയോ, അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഫകഅയ്യിൻ, എത്രയാണ്, ഏതായത് കമ്മിൻ ഖറയത്തിൻ, എത്ര ഗ്രാമങ്ങളിൽ നിന്നാണ്, അഹ്ലക്തുഹ, നാം നശിപ്പിച്ചത്. വഫീ ഖിറാഅത്തിൻ, മറ്റൊരു ഖിറാഅത്തിലുണ്ട് അഹ്ലക്നാഹ എന്നുണ്ട്. നമ്മുടെ ഖിറാഅത്ത് ഫകഅയ്യിൻ മിൻ ഖറയത്തിൻ അഹ്ലക്നാഹ എന്നാണ്. വഹിയ ലാലിമ, ആ ഗ്രാമം തന്നെ എന്തായ നിലക്ക്, അക്രമം ചെയ്യുന്ന നിലക്ക്. ഏതായത് അഹ്ലുഹ, അതിലുള്ള ആളുകൾ ബികുഫ്രി, അവരുടെ കുഫർ കൊണ്ട്. ഫഹിയ ഹാവിയ, ആ ഗ്രാമങ്ങളൊക്കെ എന്തായിട്ടുണ്ട്, ഹാവിയ ആയിട്ടുണ്ട്, സാക്കത്തെ വീണ് പോയിട്ടുണ്ട്. അല ഉറൂഷി, അതിൻ്റെ പന്തലിന്മേൽ. സുക്കൂഫ്, അതിൻ്റെ സഖഫിൻ്റെ ജമാണ് സുക്കൂഫ്, അതിൻ്റെ മേലാപ്പുകളുടെ മേൽ. അതായത് പറയില്ലേ മുച്ചൂട് വീണു എന്ന്, അത് തന്നെ. വകം മിൻ അല്ലേ, വബിഇരിൻ മുഅത്തല, അതായത് വകം മിൻ ബിഇരിൻ മുഅത്തല, എത്ര മുഅത്തലായ, അവധിയാക്കപ്പെട്ട, അതായത് മത്രൂക്ക്, ഒഴിവാക്കപ്പെട്ട കിണറുകളാണ്. യമൂത്ത് അഹ്ലുഹ, അതിൻ്റെ ആളുകൾ മരിച്ചു. അതായത് ആ കിണറുകൾ മരിച്ചു എന്നല്ല, ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ എന്തായി, മരിച്ചുപോയി. ബിഇർ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വനസിരിൻ മഷീദ്, അല്ല വഖസ്രിൻ മഷീദ്, വഖസ്രിൻ മഷീദ്, എത്ര ഉയർത്തപ്പെട്ട കോട്ടകളാണ്, അല്ലെങ്കിൽ കൊട്ടാരങ്ങളാണ്. റഫീഇൻ, റഫീയായ, ഉയർത്തപ്പെട്ട. ഹാലിൻ, ഒഴിവായിപ്പോയ, അതിലാരുമില്ല ഇപ്പം താമസിക്കാൻ. യമൂത്ത് അഹ്ലു, അതിൻ്റെ ആളുകളൊക്കെ മരിച്ചുപോയി. അപ്പോൾ എത്ര ആളുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും അള്ളാഹുവിൻ്റെ ശിക്ഷ കാരണത്തെ. അപ്പം മിസിറു, അവർ സഞ്ചരിച്ചില്ലേ, ഏതായത് കുഫാർ മക്ക, മക്കയിലെ കാഫിര്യങ്ങൾ, ഫില്ലർദ്, ഭൂമിയിൽ. ഫതകൂനലഹും, എന്നിട്ട് അവർക്കുണ്ടായില്ലേ, ഖുലൂബ് ബിഹ, അതുകൊണ്ട് ചിന്തിക്കാനുതകുന്നതായ ഹൃദയങ്ങൾ അവർക്കുണ്ടായില്ലേ. മാനസവിൽ മുഖദ്ദിബീന ഖബലഹും, അവരുടെ മുമ്പ് പ്രവാചകന്മാരെ കളവാക്കിയ ആളുകളിൽ ഇറങ്ങിയ ശിക്ഷ എന്താണ് എന്ന് അതുകൊണ്ട് ചിന്തിക്കുന്ന അത്തരത്തിലുള്ള ഹൃദയങ്ങൾ അവർക്കുണ്ടായില്ലേ. എന്നിട്ട് അതാനില്ലെങ്കിൽ ചെവികൾ അവർക്കുണ്ടായില്ലേ. യസ്മഊന ബിഹാ, ആ ചെവികൾ ഉപയോഗിച്ചിട്ട് അവർ കേൾക്കുന്നു. ഇഖ്ബാറഹും, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ വൃത്താന്തങ്ങൾ. ബിൽ ഇഹ്ലാഖ്, അല്ലാഹു അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടുള്ള. വഹറാബി ദിയാരി, അവരുടെ വീടുകളൊക്കെ തകർന്നിട്ടുണ്ട് എന്നതുകൊണ്ടുള്ള. ഇതിൻ്റെ ഫയത്തബ്രു, എന്നിട്ട് അവർ പാഠം ഉൾക്കൊള്ളുന്നില്ലേ. ഫൈനഹ അയിൽ കിസ്സ, ഫൈനഹ നിശ്ചയം, കിസ്സയുടെ ളമീറാണ്. നിശ്ചയം കാര്യം ലാ തഅമൽ അബ്സാറു, അവരുടെ ബസറുകൾക്ക് അന്ധത ബാധിക്കുന്നില്ല. വലാക്കിൻ തഅമൽ ഖുലൂബ്, അപ്പോൾ കണ്ണുകൾക്കല്ല അന്ധത, മറിച്ച് ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചിട്ടുള്ളത്. അല്ലാതെ എങ്ങനെയുള്ള ഹൃദയങ്ങളാണ്, ഫിസ്സുദൂർ, സദറുകളിലുള്ള, നെഞ്ചുകളിലുള്ള ഹൃദയങ്ങൾ, അല്ല നെഞ്ചു ഭാഗങ്ങളിലുള്ള ഹൃദയങ്ങൾ. അപ്പോൾ അത് തഅക്കീദാണെന്നാണ് പറഞ്ഞത്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെയാണ്. നമ്മളിപ്പോൾ വേറെ രണ്ട് വാക്ക് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ള്, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളുകൾക്കാണ് അവർക്ക് അന്ധത ബാധിച്ചു പോയത്. വയസ്തഅജിലൂനക ബിൽ അദാബി, അവർ അങ്ങയോട് വേഗത്തിൽ ആവശ്യപ്പെടുന്ന ശിക്ഷ വേഗത്തിൽ വേണമെന്ന്. വലൻ യുഖ്ലിഫ അല്ലാഹു, ഏതൊരു സ്ഥിതിയിൽ തീർച്ചയായും അല്ലാഹു തആല ലംഘിക്കുന്നതല്ല വഅദഹു, തൻ്റെ വാഗ്ദാനത്തെ. ബിഇൻസാൽ അദാബ്, ശിക്ഷ ഇറക്കുമെന്ന് പറഞ്ഞാൽ ഇറക്കുന്നതാണ്. ഫഅൻജസഹു യൗമ ബദർ, എന്നിട്ട് അള്ളാഹു ശിക്ഷ അതിനെ ഇറക്കി ബദറിൻ്റെ ദിവസത്തിൽ. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, തീർച്ചയായും ഒരു ദിവസം അങ്ങയുടെ റബ്ബിൻ്റെ അടുക്കൽ. മിൻ അയ്യാമിൽ ആഖിറ, ആഖിറത്തിൻ്റെ ദിവസങ്ങളിൽ നിന്നുള്ള ഒരു ദിവസം.
ബിസബബിൽ അതാബ് ശിക്ഷ കാരണത്താൽ ആ ഒരു ദിവസം തന്നെ അൽഫി സനത്തിൽ മിമ്മാ തഅദൂൻ നിങ്ങൾ എണ്ണുന്നതിൽ നിന്നുള്ള ഒരു കൊല്ലത്തിൻ്റെ സമമാണ് ഒരു ദിവസം എന്നുള്ളത്. വിത്തായി നിങ്ങൾ അല്ലെങ്കിൽ അവർ തഅദൂന എന്നുണ്ട് എഴുതൂന എന്ന് കറാത്തുണ്ട്. ദുനിയാവിൽ വെച്ച് എണ്ണുന്ന ദിവസങ്ങൾ ഒരു കൊല്ലാണ് ആഹത് ഒരു ദിവസം. അപ്പോൾ കയ്യും കറിയത്തിന് എത്ര ഗ്രാമങ്ങളാണ് അമലൈതുലഹ നാം അതിനെന്താക്കിയിട്ടുണ്ട്, ഇംല ചെയ്ത് കൊടുത്തത്, അതിനെ നീട്ടിയിട്ട് കൊടുത്തു. ഇംല എന്ന് വെച്ചാൽ നിറയ്ക്കുക, അതായത് ഇഷ്ടംപോലെ അവസരം നീട്ടിക്കൊടുത്തു. വൈൽ ആലിം ആ നാട്ടിലുള്ള ആളുകൾ തന്നെ അക്രമികളാണ്. തുമ്മാഹ്ത പിന്നെ ഞാൻ പിടിച്ചു. അൽ മുറാദു അഹ്ലുഹ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അതിൽ ആളുകളെ പിടികൂടിയെന്ന്, അക്രമികളായ ആളുകളെ പിടികൂടി. വൈലയിൽ മുസ്ലിം എൻ്റെ തന്നെയാണ് അൽ മർജു മടക്കം. കുൽ നബി എന്ന് പറയുക, യാ യുനസ് അല്ലേ ജനങ്ങളെ, അയ്യാഹൽ മക്ക നിവാസികളെ, ഇന്നമാനിലക്കും നദീർ മുമ്പ് ഞാൻ വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ആൾ തന്നെയാണ്. ബയ്യനിൽ ഇന്താരി മുന്നറിയിപ്പ് വ്യക്തമായവൻ തന്നെയാണ്. അന ബഷീറിൽ നിങ്ങൾക്ക് സന്തോഷാർത്ഥം നൽകുന്ന ആളാണ് ഞാൻ. വല്ലതീന അമനു അമലു സ്വാലിഹ് വിശ്വസിക്കുന്ന സർവ്വങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകളിലും അവർക്കൊണ്ട് മഹ്ഫിറത്തും പാപത്തിൽ നിന്നുള്ള മോചനമുണ്ട്, പാപം പൊറുക്കലുണ്ട്. ഒരുക്കും മാന്യമായ അവശ്യ സാധനങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ട്. അതേതാണ് മാന്യമായ സംഗതി? അതാണ് ഉത്തമമായ റിസ്ക്. ഏതാണ്? ഹോൽ ജന്ന സ്വർഗം. ഉല്ലതിന് സാഫി ആയതിന് നമ്മളുടെ ദൃഷ്ടാന്തങ്ങളിൽ എന്താണ് പരിശ്രമിക്കുന്ന ആളുകൾ, നമ്മളുടെ ആയത്തുകളിൽ നമ്മുടെ ദൃഷ്ടാന്തമല്ല, ആയത്തുകളിൽ പരിശ്രമം നടത്തുന്ന ആളുകൾ. അൽ ഖുർആനിൽ ബീബുത്താലി അതിനെ ബാത്തിലാക്കുക, അതിനെ നിരർത്ഥകമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മെനക്കെട്ട് ശ്രമം നടത്തുന്ന ആളുകളുണ്ട്. വല്ലദീന സൗഫി ആയതിന മോജിസീന അവർ തന്നെ എന്താണ് ഈജാസാക്കാൻ വേണ്ടി അതിനെ തോൽപ്പിക്കുക. ഈജാസ് എന്ന് വെച്ചാൽ ദുർബലപ്പെടുത്തുക എന്നൊക്കെ അല്ലേ. അപ്പോൾ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. മനിത്തബ നബിയെ പിൻപറ്റുന്ന ആളുകൾ, അതായത് എൻസുബുഹും എൽ ആജിസി, അവർ തന്നെ മോജിസീന എന്ന് വെച്ചാൽ ദുർബലരാണ് എന്നാക്കിക്കൊണ്ട്, ദുർബലപ്പെടുത്തിക്കൊണ്ട്. ആരെ? മനിത്തബ നബിയെ പിൻപറ്റുന്ന ആളുകളെ, അതായത് എൻസുബൂനഹും അവരെ ചേർക്കുന്നു. ഈ വല്ലതിന് സൗ ആയ ആളുകൾ ചേർക്കുന്നു ഈ നബിയെ പിൻപറ്റിയ ആളുകളെ ഇലൽ അജിസി ദൗർബല്യത്തിലേക്ക്. വയുസബിത്തൂനഹു അവരെന്ത് ചെയ്യുന്നു? തസ്ബീത്ത് ആകെ പ്രയാസപ്പെടുത്തുന്നു, ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പണികൾ കൊടുത്ത് വ്യാപൃതരാക്കുന്നു. ഈമാനി വിശ്വസിക്കുന്നിടത്തോടെ വിശ്വസിക്കാൻ വിടുന്നില്ല. സത്യവിശ്വാസം സ്വീകരിക്കുന്നിടത്തോടെ ആളുകളെ ഇങ്ങനെ നിബിധങ്ങളെ മാനസികമായി പിൻപറ്റിയ ആളുകളെയും തടഞ്ഞു വെക്കുന്നു. സബത്ത എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസപ്പെടുത്തുക, ശിക്ഷിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ അല്ലെങ്കിൽ മുഖദ്ദിരീന അജിസന അങ്ങനെ അർത്ഥം വെക്കാം. അപ്പം മുഅജിസീന എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നബിതങ്ങളെ പിൻപറ്റാൻ നോക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ട് അവരെ വിശ്വാസത്തിൽ നിന്നും പിന്മാറ്റം നടത്താൻ ശ്രമിക്കുന്നു. സുമയ്യ ബീവീനെയൊക്കെ അല്ലേ ചുട്ടമർദ്ദനത്തിൽ കിടത്തിയില്ലേ യാസിർ കുടുംബത്തെ, യാസിർ, അമ്മാർ, സുമയ്യ റളിയല്ലാഹു അൻഹ. അല്ലെങ്കിൽ എന്താണ്? മുഖദ്ദിരീന അജിസന നമ്മളുടെ ദൗർബല്യത്തെ കണക്കാക്കിക്കൊണ്ട്, ഞാൻ ദുർബലനാണ് എന്ന് ഭാവിച്ചുകൊണ്ടാണ് അവരുടെ ഈ ശ്രമമൊക്കെ. അനുഭവം അവരെ തൊട്ട് അവരെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, അള്ളക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണ്. അഫീ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിലുണ്ട് മുആജിസീന. നമ്മുടെ ഖിറാഅത്ത് വല്ലദീന സൗഫി ആയതിന മുആജിസീന എന്നാണ് കേട്ടോ നമ്മുടെ ഖിറാഅത്ത്. ഇതിപ്പം മുഅജിസീന അല്ല, മുഅജിസീന തെറ്റാണ്, മുഅജ്ജിസീന എന്നാണ് നമ്മുടെ മുഅജിസീന. ഇനി മുഅജ്ജിസീന എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം മുസാബിഖീനല്ല, നമ്മളോട് മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ട്. അതായത് യദുന്നൂന വിചാരിച്ചുകൊണ്ട്, അയ്യഫൂത്തൂന അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, എനിക്ക് അവരത് പിടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ ഈ പ്രവർത്തനം. ബീൻകാരിയും അവർ നിഷേധിക്കൽ കൊണ്ട്, എനിക്ക് അവരെ പിടിക്കാൻ കഴിയാത്ത എന്തുകൊണ്ട്? അവരിങ്ങനെ വിശ്വസിക്കുന്ന, അവർ നിരാകരിക്കുന്നുണ്ട്. അൽ ബാഅസ പുനർജീവിതത്തെയും ശേഷം ഉണ്ടാകുന്ന ശിക്ഷയൊക്കെ അവർ നിരാകരിക്കൊണ്ട്. ഉലായിക്ക കൂട്ടർ അസ്ഹാബുൽ ജഹീമിൻ്റെ അന്നാരി നരകത്തിൻ്റെ ആളുകളാണ്. ഒമാർ സലാമിൻ കബലിക്ക് അങ്ങയുടെ മുമ്പ് നാം അയച്ചിട്ടില്ല മിൻ റസൂലി ഒരു റസൂലിനെയും ഹോ നബി. അതാരാണ് റസൂൽ എന്നുള്ള ഉദ്ദേശം? എന്താണ് റസൂൽ എന്ന് വെച്ചാൽ ആരാണ്? ഒരു നബിയാണ്. ഉമിറബി തബലി കൊണ്ട് കൽപ്പിക്കപ്പെട്ട, പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ട നബിയാണ്. വലാ നബിയീൻ അപ്പോൾ ഒരു റസൂലിനെ നാം അയച്ചിട്ടില്ല അങ്ങയുടെ മുമ്പ്, ഒരു നബീനെയും. അതായത് അതാരാണ്? ഒരു നബിയാണ്. പക്ഷേ ലമ്മി ഉമറബി തബലി കൊണ്ട് പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത നബിയാണ്. ഇനി പ്രബോധനം കൂടെ കൽപ്പിക്കപ്പെടുക കൂടെ ചെയ്താൽ അതാരാണ്? റസൂലാണ്. അപ്പോൾ റസൂലിനെ ഒരു നബീനെ ഒന്നും അയച്ചിട്ടില്ല. ഇല്ല ഇതാ തമന്ന കറ അൽക്ക ഷെയ്ത്താൻ തമന്ന കൊതിച്ചിട്ടല്ലാതെ, ഇല്ല ഇതാ തമന്ന അൽക്ക ഷെയ്ത്താനു ഫി ഉംനിയത്തി. തമന്നക്ക് കറ എന്നർത്ഥം തന്നെയാണ് കേട്ടോ.
അപ്പം ഇല്ല ഇതാ തമന്ന, ഒരാളെ അയച്ചിട്ടില്ല ഇല്ലാത്ത തമന്ന ഓതിക്കൊടുത്താൽ അല്ലാതെ. അപ്പം നാം ഒരു റസൂലിനെയും ഒരു നബിയെയും അയച്ചിട്ടില്ല ഇല്ല ഇതാ തമന്ന ഓതിക്കൊടുത്തിട്ടല്ലാതെ. ഓതിക്കൊടുത്താൽ അൽക്ക ഷെയ്ത്താനു, ഷെയ്ത്താൻ ഇട്ടിട്ടല്ലാതെ, ഫി ഉമ്നിയത്തിഹി, ആ നബിയുടെ അല്ലെങ്കിൽ ആ റസൂലിൻ്റെ, ഖിറാഅത്തിഹി, പാരായണത്തിൽ, മാ ഒന്നിനെ, ലൈസ മിനൽ ഖുർആൻ, ഖുർആനിൽ, അതായത് ആ ഓതിക്കൊടുക്കേണ്ട ഭാഗം ഏതാണോ അതിൽ പെടാത്ത ഒന്നിനെ അതിലെ പിശാചി ഇട്ടിട്ടല്ലാതെ, മിമ്മ ഒന്നിനാൽ, യർലാഹുൽ മുർസലു ഇലൈഹിം, മുർസൽ ഈ അയക്കപ്പെട്ട ആ ദൂതൻ അതിനെ ഇഷ്ടപ്പെടുന്നു. ഇലേഹിം അവരിലേക്ക് അയക്കപ്പെട്ട ആ ദൂതൻ അതിനെന്ത് ചെയ്യുന്നുണ്ട്? തൃപ്തിപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒന്നിനാൽ, മിമ്മ, ആ മാ എന്തിൻ്റെ ബയാനാണെന്ന് ചോദിച്ചാൽ മാലൈസ എന്ന് പറഞ്ഞല്ലോ. അപ്പം മുർസലിന് എന്താണ്? തൃപ്തി തന്നെയാണ്. അപ്പം ഈ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട റസൂലിന് അത് സംതൃപ്തമായ കാര്യമായിരിക്കും, പക്ഷെ അത് ആ ഓതലില്ലാത്തതാണ്. അതെന്ത് ചെയ്യും? ഈ ഓതി കൊടുക്കുമ്പോൾ, ആളുകൾക്ക് ഈ ഭാഗം ഓതി കൊടുക്കുമ്പോൾ പിശാച് എന്ത് ചെയ്യും? അത് ഇട്ട് കൊടുക്കും. അപ്പം ആ മുർസൽ അതും കൂടെ എന്ത് ചെയ്യും? ഓതി കൊടുക്കും. വഖദ് ഖറഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതിയിട്ടുണ്ട് താനും ഈ സൂറത്തിൻ നജ്ം, സൂറത്തിൻ്റെ അവിടെ, ബി മജ്ലിസി ഞാൻ കുറേശികളിൽ നിന്നുള്ള ഒരു ഈ മജ്ലിസ്, കുറേശികളിൽ നിന്നുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഓതി. ബഅദ അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റ ബിൽഖാഇ ശൈത്താൻ അലാ ലിസാനി മിൻ ഗൈരി ഇൽമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി. എന്താണ് ഇത് ശരിക്കും ഖുർആനിലുള്ളത് തന്നെയാണ്. ഇത് അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, ലാത്ത ഉസ്സയെ നിങ്ങൾ കണ്ടില്ലേ, ഒമനാത്ത സാലിസത്താൽ ഒഹ്റ, മൂന്നാമത്തെ മറ്റൊരു മനാത്ത, അതിനെ നിങ്ങൾക്ക് കണ്ടില്ലേ. എന്നിട്ട് അപ്പം നബിതങ്ങൾ ഓതി കൊടുത്തു അവർക്ക് ഈ ഭാഗം. ഈ ഭാഗത്തിൻ്റെ ശേഷം എന്തുകൊണ്ട് ഓതി കൊടുത്തു? ബി ഇൽക്കാഇ ഷെയ്ത്താൻ അല ലിസാനിഹി, ഓതി കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഖറയുടെ മഫൂല് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓതിയതിൻ്റെ ശേഷം നബിതങ്ങൾ ഓതിക്കൊടുത്തു. എന്തുകൊണ്ട്? ബി ഇൽക്കാഇ ഷെയ്ത്താൻ അല ലിസാനിഹി, നബിതങ്ങളുടെ നാവിൻ്റെ മേൽ പിശാചിട്ട് കൊടുക്കൽ കൊണ്ട്, മിൻ ഗൈരി ഇൽമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി, നബിതങ്ങൾ അതിനെ സംബന്ധിച്ച് അറിയലൊന്നും കൂടാതെ. തിൽക്കൽ അറാനീഖുൽ ഉല വ ഇന്ന ഷഫാഅത്ത്, തീർച്ചയായും അവകളുടെ ഷഫാഅത്ത് എന്താണ് ലതുർജ, പ്രതീക്ഷിക്കപ്പെടുന്നത് തന്നെയാണ്. അങ്ങനെ ഫഫരിഹു ബിദാലിക, ഖുറൈശികൾക്ക് ഇത് കേട്ടപ്പോൾ എന്തായി? സന്തോഷമായി. തുമ്മ അഖ്ബറഹു ജിബ്രീൽ, പിന്നെ നബിതങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിവരം നൽകി. ബിമാ അൽക്കാഹു ഷെയ്ത്താൻ നബിതങ്ങൾക്ക് ഇട്ടുകൊടുത്ത, അല്ലെ, ഷെയ്ത്താൻ ആ ഒന്നിനെ ഇട്ടു, ആ ഒന്നിനെ സംബന്ധിച്ച്, ബിമാ ഒന്നിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളെ അറിയിച്ചു. അൽക്കാഹു ആ ഒന്നിനെ ഇട്ടു, പിശാജ്, അല ലിസാനി നബിതങ്ങളുടെ നാവിയുടെ മേൽ, മിൻ ദാലിക അതിനാൽ. അപ്പോൾ ഹസീന നബിതങ്ങൾ എന്ത് ചെയ്തു? ഹസീന യഹ്സനു ദുഃഖിക്കുക, ഹസന യഹ്സനു ദുഃഖിപ്പിക്കുക, ഇത് ഹസീന നബിതങ്ങൾ ദുഃഖിച്ചു. അങ്ങനെ ഫസല്ല ബിഹാദിഹിൽ ആയത്തി ലിയത്തുമ ഇന്ന, അല്ലെങ്കിൽ ഫസുല്യ നബിതങ്ങൾക്ക് ആശ്വാസം നൽകപ്പെട്ടു ഈ ആയത്ത് കൊണ്ട്, ലിയത്തുമ ഇന്ന നബിതങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി. കാരണം തിൽക്കൽ ഖുറാനി കുൽ ഉല വ ഇന്ന ഷഫാഅത്തഹുന്ന ലതുർജ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്തത് നബിതങ്ങൾ അവർക്ക് ഓതി കൊടുത്തതിൻ്റെ വിഷമമുണ്ടാവില്ല. അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് ഇറക്കിയത്. അതായത് അങ്ങയുടെ മുമ്പും ഇങ്ങനെ കുറേ റസൂലും നബിമാരൊക്കെ അയച്ചു, അവരൊക്കെ അവരുടെ ആളുകൾക്ക് ഓതി കൊടുക്കുമ്പോൾ പിശാച് ഇങ്ങനെ ഇടയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇടങ്ങാറാക്കപ്പെടാത്ത ഒരാളും കഴിഞ്ഞു പോയിട്ടില്ല എന്ന രൂപത്തിൽ ആയത്തിറങ്ങുമ്പോൾ നബിതങ്ങൾക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടിയല്ലോ. ഫയൻസഹുല്ലാഹു, അങ്ങനെ അള്ളാഹു എന്ത് ചെയ്യും? അങ്ങനെ ഓതി കൊടുക്കുമ്പോൾ പിശാച് ഇങ്ങനെ ഇല്ലാത്തത് ഇട്ട് കൊടുക്കും. അപ്പോഴേക്ക് അള്ളാഹു എന്ത് ചെയ്യും? അതിനെ നെസ്സ് ചെയ്യും, അഥവാ യുബത്തിലും അള്ളാഹു ബാത്തിലാക്കി കളയും. മായുൽക്കി ഷെയ്ത്താൻ ഇട്ട ഒന്നിനെ. സുമ്മ യുഹ്കിമുല്ലാഹു ആയാത്തി, പിന്നെ അള്ളാഹു തൻ്റെ ആയത്തുകൾ എന്താവും? ദൃഢപ്പെടുത്തും. യുസ്ബിത്തു, അതിനെ ഉറപ്പിക്കും. അള്ളാഹു അലീമുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായി അറിയുന്നവനാണ്. ബിൽഖായി ഷെയ്ത്താനെ മാതുക്കറി പറയപ്പെട്ട ഒന്നിന് ഷെയ്ത്താൻ ഇടുന്നത് കൊണ്ട്. ഹക്കീമുൻ ഫി തംകീനിഹി മിൻഹു, അള്ളാഹു യുക്തിബദ്ധരനാണ് അതിനെ തംകീൻ ഉറപ്പിക്കലിനാൽ, മിൻഹു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്, അല്ലേ, തംകീനിഹി മിൻഹു, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അതിനെ ഉറപ്പിക്കുന്ന വിഷയത്തിൽ അള്ളാഹു യുക്തി തന്ത്രജ്ഞനാണ്. യഫ്അലു മാ യശാഉ, അവൻ ഉദ്ദേശിച്ചതിന് എന്ത് ചെയ്യും? ചെയ്യും.
ലിയജഅല മാ യുൽഖി ശൈത്വാനു ഫിത്ന യഫ്അലു മാ യശാഉ. അള്ളാഹു ഉദ്ദേശിച്ചതിനെ ചെയ്യുന്നത് എന്തിനാണ്? ലിയജഅല മാ യുൽഖി ശൈത്വാനു, ഷെയ്ത്താൻ ഇട്ടുകൊടുത്ത ഒന്നിനെ അവനാക്കാനാണ്. ഫിത്നത്തൻ, ഒരു മിഹിനത്താക്കാനാണ്, പരീക്ഷണമാക്കാൻ വേണ്ടിയാണ്. അല്ലദീന ഫീ ഖുലൂബിഹിം മർദ്, ഹൃദയത്തിൽ രോഗം ബാധിച്ച ആളുകൾക്കുള്ള പരീക്ഷണം. ഫിത്നത്തൻ അല്ലദീന അല്ല, ലില്ലദീന ഫീ ഖുലൂബിഹിം മർദ്, ശക്കുൻ വനിഫാക്കുൻ, സംശയവും കാപട്യവും ബാധിച്ച ആളുകൾക്കുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടി, അതിനെ അങ്ങനെ അത്തരത്തിലുള്ള പരീക്ഷണമാക്കാൻ വേണ്ടിയാണ് അവർക്കുള്ള. വൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകൾക്കും, അല്ലേ, ലില്ലദീന അതിന്മേൽ അത്ഫാണ്. വൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയങ്ങൾ കടുത്തുപോയവർക്കുമുള്ള ഒരു പരീക്ഷണമാക്കാൻ വേണ്ടിയാണ് അതിനെ. അയൽ മുശ്രിക്കീൻ, ഹൃദയം കടുത്തുപോയവരാരാണ്? മുശ്രിക്കീങ്ങളാണ്. അൻ കബൂലിൽ ഹക്കി, ഹക്കിനെ സ്വീകരിക്കുന്നതിന് തൊട്ട്. ഇന്നല്ലാലിമീന, തീർച്ചയായും ലാലിമീങ്ങൾ അഥവാ കാഫിരീൻ, കാഫിരീങ്ങളായ ആളുകൾ ഫീ ശിഖാഖിൻ ബഈദ്, വിദൂരമായ ഒരു എതിർ ദിശയിലാണ്, എതിരായ സംഗതിയിലാണ്. അതായത് ഖിലാഫുൻ തവീൽ, ദീർഘമായ എതിരിലാണ്. മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം, ഒൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോടൊപ്പം. മുഅ്മിനീങ്ങൾ എന്നൊക്കെ വളരെ അകന്ന വിശ്വാസത്തിലാണ് അവരുള്ളത്. ഹൈദു ജറാല ലിസാനിഹി ദിക്റു ആലിഹത്തിഹിം, എന്ത് കാരണത്താൽ അവരുടെ, അല്ല, ഹൈസു ജറ, ആ ഹൈസു ജറ അല ലിസാനിഹി, എന്ത് കാരണത്താൽ, എപ്പോൾ, ഹൈസു എപ്പോൾ എന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ കാരണവും നോക്കാം. ജറ അല ലിസാനി, നബി തങ്ങളുടെ നാവിന്മേൽ അങ്ങനെ വന്നു പോയപ്പോൾ, ദിക്റു ആലിയത്തിയും, അവരുടെ ഇലാഹുകളെ സംബന്ധിച്ചുള്ള സംസാരം, ബിമാ യുർദീഹിം, അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നുകൊണ്ട്, അല്ലേ, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, തിൽക്കൽ അന ഖറാനി ഉല, അതുപോലെ വൈന്ന ഷഫാഅത്തുഹുന്ന ല തുർജ എന്നൊക്കെ പറഞ്ഞപ്പം അവരെ സംതൃപ്തിപ്പെടുത്തുന്ന സംസാരമല്ല. സുമ്മ അബ്തല ദാലിക, പിന്നെ അതൊക്കെ ഇല്ലാത്തതാണെന്ന് പറഞ്ഞു, അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അതിനെ ബാത്തിലാക്കി കളഞ്ഞു. ആ സമയത്ത് അവർക്ക് വല്ലാത്ത ഇതായി. അപ്പം നിബിധങ്ങളുമായിട്ടുള്ള ആ ഒരു മാർഗത്തിൽ നിന്ന് വളരെ വിദൂരമായിട്ടാണ് അവർ പോകുന്നത്. അത്രയും ദേഷ്യം ഉണ്ടാക്കും നിബിധങ്ങളോട്. വലിയ ആലമല്ലദീന ഊത്തുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട ആളുകൾ അറിയാൻ വേണ്ടിയും, ഇൽമ എന്ന് വെച്ചാൽ തൗഹീദ വൽ ഖുർആൻ, ഏത് വിശ്വാസവും ഖുർആനും ഒക്കെ നൽകപ്പെട്ട ആളുകൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി. എന്ത്? അന്നഹു അയിൽ ഖുർആൻ, ഈ ഖുർആൻ തീർച്ചയായും അൽ ഹഖു, അത് തന്നെയാണ് പരമസത്യം, റബ്ബിക, അങ്ങയുടെ റബ്ബിൽ നിന്നുള്ള. ലിതുഅ്മിനു ബിഹി, അതിനെ ഫയുഅ്മിനു ബിഹി, എന്നിട്ട് അവർ വിശ്വസിക്കാൻ വേണ്ടിയുമാണ്. ഫതുഹ്ബിത, തുഹ്ബിത എന്ന് വെച്ചാൽ തത്മഇന്ന ലഹു ഖുലൂബുഹും, അതിന് അവരുടെ ഹൃദയത്തിന് ശാന്തി ഉണ്ടാകാൻ വേണ്ടിയാണ്. അതായത് അത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് തുമഅനീനത്ത്, ഒരു ശാന്തത അനുഭവപ്പെടാൻ വേണ്ടിയാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലഹാദില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് മാർഗം കാണിക്കുന്നതാണ്. സിറാത്തിൻ എന്ന് വെച്ചാൽ ത്വരീഖ് മുസ്തഖിം, നേരായ മാർഗത്തിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക്. വലാ യസാലുല്ലദീന കഫറൂ, കാഫിരീങ്ങളായ ആളുകളായിക്കൊണ്ടേയിരിക്കും. ഫീ മിരിയത്തിൻ, ശക്കുമിനു, അതിനെ സംബന്ധിച്ചുള്ള ഖുർആനെ സംബന്ധിച്ചുള്ള സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. ബിമാൽ കാവ് ഷെയ്ത്താൻ, ഷെയ്ത്താൻ ആ ഒന്നിനെ ഇട്ടതുകൊണ്ട്, അലാ ലിസാൻ നബി സല്ലല്ലാഹു, നബിതങ്ങളുടെ ആ നാവിൻ്റെ മേലെ. സുമ്മ അബ്തല, പിന്നെ അതിനെ ബാത്തിലാക്കി. അത് നബിതങ്ങൾ പറഞ്ഞ് അവരുടെ ദൈവങ്ങളെപ്പറ്റി നല്ലപോലെ പറഞ്ഞു, പിന്നെ അതില്ലാത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആകെ അവരെന്താണ്, സംശയത്തിൽ തന്നെ ആയിക്കൊണ്ടിരിക്കും. ഹത്ത, ഏതുവരെ, ഹത്താത്തിയമുസായത് ഭക്തത്തെ പൊടുന്നതിന് അവർക്ക് അന്ത്യദിനം വരുന്നോടം വരെ. അതായത് സായത്ത മൗത്തിഹിം, ഒന്നുകിൽ അവരുടെ മരണം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം, സാത്തിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ സമയം വരുന്നോടം വരെ, പെട്ടെന്ന് സമയം വരുന്നോടം. ആ സമയം എന്നുള്ളതാണ് മരണത്തിൻ്റെ സമയമാവും, അല്ലെങ്കിൽ അവർ കിയാമത്ത്, അങ്ങനെ വെച്ചാൽ ഫജ്അത്തൻ, പെട്ടെന്ന് കിയാമത്ത് നാൾ വരുന്നതാവാം. അതുവരെ അവർ സംശയാലുക്കളായിട്ട് തന്നെ നിൽക്കും. അല്ലെങ്കിൽ യൗമിൻ അഖീം, അല്ലെങ്കിൽ എന്താണ്, യൗമിൻ അഖീം, അഖീമായ, അഖീം എന്ന് വെച്ചാൽ മച്ചി, കുട്ടികളുണ്ടാവാത്ത എന്നാണ്. അതായത് ഒരു ഗുണവും ഇല്ലാത്ത, ഗുണം കെട്ട ദിവസം എന്നൊക്കെ പറയും. ഗുണം കെട്ട ദിവസത്തിൻ്റെ ശിക്ഷ അവർക്ക് വരുന്നിടം വരെ. ഹുവ യൗമു ബദറാണ്, ലാ ഖൈറ ഫീൽ കുഫാരി, അന്നത്തെ ദിവസം കാഫിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഖൈറും ഉണ്ടാവില്ല. കരീഹിൽ അഖീം, അഖീമായ കാറ്റ് പോലെ. അഖീമായ കാറ്റ് എന്ന് വെച്ചാൽ അല്ലത്തില്ലാത്ത തീ ബി ഖൈരിൻ, നന്മയൊന്നും, ഒരു ഗുണവും ഇല്ലാത്ത കാറ്റ്, വെറും കാറ്റ്, ഒരു തണുപ്പുമില്ല, ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ, അതാണ്. ഓ അല്ലെങ്കിൽ ഹുവ യൗമുൽ ഖിയാമത്ത്, അന്ത്യദിനമാണ്. ലൈല ലഹു, അതിനെന്തില്ല, ലൈലില്ല. ലൈല ലഹു എന്ന്, ആ ദിവസത്തിന്, ആ പകലിന് രാത്രിയില്ല, ഒടുക്കമില്ല, നാവും മാറ്റോടെ പറയാം. അൽ മുൽക്കു, രാജാധികാരം, യൗമൈദി, അന്നേ ദിവസം, അയ്യൗമുൽ ഖിയാമയിൽ, ഇല്ല വാഹിദു, അള്ളാഹുവിന് മാത്രമാണ്. വമാ തളമ്മനഹു മിനൽ ഇസ്തിഖ്റാരി, ഈ മാ ഉണ്ടല്ലോ, വമാ തളമ്മനഹു മിനൽ ഇസ്തിഖ്റാരി നാസിബുൽ ലിൽഉറൂഫി,
ആ മാ ഒന്ന് തളമ്മനുഹു അത് ഉൾക്കൊള്ളിക്കുന്ന ഇപ്പം പറഞ്ഞ സംഗതി ലില്ലാഹി എന്ന് പറഞ്ഞില്ല, അത് ഉൾക്കൊള്ളിക്കുന്ന ആ ഒരു ഇസ്തിക്രാറിൻ്റെ മാനുണ്ടല്ലോ അത് നാസിബ്. അവിടെ മാ തളമ്മനുഹു ഇത് ഉൾക്കൊള്ള ഒന്ന്, ഇത് ഉൾക്കൊണ്ട ഒന്ന്. ആ ഒന്ന് എന്തിനാ മിനൽ ഇസ്തിക്രാർ ഇസ്തിക്രാറിനാൽ. കാരണം ലില്ലാഹി എന്നതിൽ എന്തുണ്ടാവും അർത്ഥം ബർഫ് മുസ്തഖറാകുമ്പം ഇസ്തഖറ എന്നൊരു മാന ഉണ്ടാവുമല്ലോ. അപ്പം മുൽക്ക് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിരിക്കുന്നു. അതാണ് നാസിബുൻ ലില്ലറൂഫി എന്നുള്ള തെറ്റാണ്, ലില്ലർഫിനാണ്. ലർഫിൻ നെസ്ബ് ചെയ്തതാണ്. ഏത് ലർഫ്? യൗമ ഇതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യൗമ മൻസൂബല്ലേ, ആ ലർഫിന് നെസ്ബ് ചെയ്യണമെങ്കിൽ ഒരു ആമിൽ വേണ്ടേ. ആ ആമിൽ ഏതാണ്? കളയപ്പെട്ട ഫീലോ അല്ലെങ്കിൽ മുസ്തഖർ എന്നതോ ആണെന്ന് നോക്കണം. അപ്പോൾ അതാണ് അതിന് നെസ്ബ് ചെയ്തത്. യഹ്കും ബൈനഹും ബൈനൽ മുഅ്മിനീന വൽ കാഫിരീന അവരുടെ ഇടയിൽ അഥവാ മുഅ്മിനീങ്ങളുടെയും കാഫിര്യങ്ങളുടെ ഇടയിൽ അള്ളാഹു വിധിക്കുന്നതാണ്. ബിമാ ഒന്നുകൊണ്ട് ബയ്യന ബഅദഹു അള്ളാഹു ശേഷം പറഞ്ഞ് വ്യക്തമാക്കി തന്ന ഒന്നുകൊണ്ട് വിധിക്കുന്നതാണ്. എന്താന്ന് പറയുന്നുണ്ട്? വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വിശ്വസിക്കുകയും നമസ്കരിക്കുകയും ചെയ്ത ആളുകൾ അതാണ് വിധിക്കുന്നത്. ഇതാണ് ഫീ ജന്നാത്തിൻ നഈം സ്വർഗ്ഗത്തിലായിരിക്കും അല്ലെ, അനുഗ്രഹത്തിൻ്റെ തോട്ടങ്ങളിലായിരിക്കും. ഫദ്ലൻ മിനല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം കാരണത്താൽ. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകളെ കളവാക്കുകയും ചെയ്ത ആളുകൾ ഉലൈക ലഹും അദാബുൻ മുഹീൻ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. ശക്തമായ ബിസബ്ബി കുഫ്രി അവരുടെ കുഫ്ർ കാരണത്താൽ. വല്ലദീന ഹാജറൂ ഫീ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പലായനം ചെയ്ത ആളുകൾ ഏതായത് ആദ്യം അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് തുമ്മക്കത്തുലു പിന്നീട് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ മാത്തു അല്ലെങ്കിൽ മരിച്ചു. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു തീർച്ചയായും അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നുണ്ട്. റിസ്കൻ ഹസന നല്ല റിസ്ക്, റിസ്ഖുൽ ജന്ന അത് സ്വർഗ്ഗമെന്ന ഒരു വിഭവമാണ്, സ്വർഗ്ഗ വിഭവം. അള്ളാഹ് തീർച്ചയായും അള്ളാഹു ലഹു ഖൈറുർ റാസിഖീൻ ഈ വിഭവം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ്. അഫ്ളലുൽ മുഅ്തിയീൻ നൽകുന്ന ആളുകൾ വെച്ച് ഏറ്റവും ഉത്തമനാണ്. ലയദ്ഖുലന്നഹും തീർച്ചയായും അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. മുദ്ഖലൻ ആദരണീയമായ അല്ലെ, മുദ്ഖലൻ കരീമ എന്നല്ല അല്ലെ, സോറി ലയദ്ഖുലന്നഹും മുദ്ഖലൻ യർളൗന അവർ അതിനെ തൃപ്തിപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സ്വീകരണം അല്ലെങ്കിൽ പ്രവേശിപ്പിക്കൽ അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ബിളമ്മിൽ മീമിൽ ലമ്മ് ചെയ്തുകൊണ്ട് ഖിറാഅത്തുണ്ട്. ഫത്തിഹ മദ്ഖൽ എന്നുണ്ട്, മുദ്ഖൽ എന്ന ഖിറാഅത്തുണ്ട്. ഏതായത് ഇദ്ഖാലൻ എന്നർത്ഥം. ഏത് മുദ്ഖലാണെങ്കിൽ മുദ്ഖൽ എന്ന് വെച്ചാൽ ഇദ്ഖാലിൻ്റെ അർത്ഥത്തിലുള്ള മീമിയായ മസ്ദർ, അല്ലെങ്കിൽ മൗലി സ്ഥലം, ഇദ്ഖാലിൻ്റെ സ്ഥലം, അതായത് പ്രവേശിക്കുന്നതിൻ്റെ സ്ഥലം. അപ്പം ഒരാദരണീയം അവർക്ക് തൃപ്തിയുള്ള അവർ തൃപ്തിപ്പെടുന്ന ഒരു പ്രവേശനം, അല്ലെങ്കിൽ അവർ തൃപ്തിപ്പെടുന്ന ഒരു സ്ഥലത്ത് അവരെ പ്രവേശിപ്പിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു അവരെ. ഇറളവിന് അവരതിനെ തൃപ്തിപ്പെടുന്നു. അപ്പോൾ ജന്ന സ്വർഗ്ഗമാണ്, സ്വർഗീയ പ്രവേശനം അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലുള്ള പ്രവേശനം, അതിനെ അവർക്ക് തൃപ്തിയല്ലേ. ഇന്ന അള്ളാഹു തീർച്ചയായും അള്ളാഹു തആല അലീമുൻ ബി എന്താണ് അലീമുൻ ബി നിയാത്തിയും അവരുടെ നിയത്തുകൾ കരുതലുകളെ സംബന്ധിച്ച് വിശാലമായി അറിയുന്നവനാണ്. ഹലീമുൻ ആൻ ഇഖാബിഹിം എന്താണ് ഇഖാബിഹിം അവരെ ശിക്ഷിക്കുന്നതിനെ തൊട്ട് അള്ളാഹു എന്താണ് അലിവ് കാണിക്കുന്നതാണ്. അവരൊന്നും ശിക്ഷിക്കൂല. തിന്മകൾ ചെയ്താലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്താലല്ലേ. ചിലരെന്ത് ചെയ്യും? അള്ളാഹു ശിക്ഷിക്കും, പിന്നീടും അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമല്ലോ. അല്ല മൃതാലിക്ക കാര്യം അതാണ്. അല്ലത് ഇങ്ങനെയുള്ള കസസ്നാഹു അലൈക താങ്കളുടെ മേൽ നാം ഓതി കേൾപ്പിച്ച് തന്നെയാണ് കാര്യം. ഒമൻ ആഖബ അഖബ എന്ന് വെച്ചാൽ ജാസാമിൽ മുഅ്മിനീന. ഒമൻ ആഖബ ആരെങ്കിലും ആഖബ അവനെന്ത് ചെയ്തു? പ്രതിക്രിയ ചെയ്തു, പ്രതികരിച്ചു. ജാഥ പ്രതികരിച്ചു. മിനൽ മുഅ്മിനീന ആ മന്നാരിനാൽ മുഅ്മിനീങ്ങളെ. അപ്പം മുഅ്മിനീങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്ത് ചെയ്യുന്നു? പ്രതികരിച്ചു. ബി മിസ്ലി മാ ഉഖിബ ബിഹി തന്നോട് എപ്രകാരമാണോ പെരുമാറ്റം ഉണ്ടായത് തത്തുല്യമായ രൂപത്തിൽ പ്രതികരിച്ച് ഒരു മുഅ്മിൻ. അങ്ങനെ മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ആളുകൾ ദുൽമൻ അക്രമത്തിനാൽ അത് ആരിൽ നിന്നുള്ള അക്രമമാണ്? മിനൽ മുശ്രിക്കീന മുശ്രിക്കീങ്ങളിൽ നിന്നും. അതായത് ഐ ഖാത്തലഹും അവരോട് യുദ്ധം ചെയ്തു. കമാ ഖാത്തലൂഹു ഈ മുശ്രിക്കീങ്ങളും മുഅ്മിനീങ്ങളോട് യുദ്ധം ചെയ്തതുപോലെ ഫി ഷഹ്രിൽ മുഹറം പവിത്രമായ മാസത്തിൽ. അപ്പം എപ്രകാരമാണ് അവരിങ്ങോട്ട് എന്നത് അതേപോലെ തിരിച്ച് പ്രതിക്രിയ ചെയ്തു. പവിത്രമായൊരു മാസത്തിൽ അവരിങ്ങോട്ട് മുഅ്മിനീങ്ങളോട് യുദ്ധം ചെയ്തു, തിരിച്ച് മുഅ്മിനീങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്തു. സുമ്മ ബുഗിയ അലൈഹി മിൻഹും പിന്നെ അവരോട് എന്ത് ചെയ്തു? അക്രമം കാണിക്കപ്പെട്ടു. ആ മന്നിനോട് അതായത് മുഅ്മിനീങ്ങളോട് അക്രമം കാണിക്കപ്പെട്ടു. ഏതായത് ഒലിമ അവരോട് അക്രമം ചെയ്യപ്പെട്ടു. ബിഹ്റാജി ആ മന്നിനെ അതായത് മുഅ്മിനീങ്ങളെ പുറത്താക്കപ്പെടൽ കൊണ്ട്. ആ മന്ന് എന്നുള്ള ലഫ്സിനെ വെച്ചിട്ടാണ് അലിഹി എന്നൊക്കെ കൊടുത്തത് കേട്ടോ, മുഫറദാക്കി കൊടുത്തത്. മിൻ മൻസിലിഹി അവൻ്റെ പാർപ്പിടത്തിൽ നിന്നും, അതായത് സ്വന്തം വീട്ടിൽ നിന്നും പിന്നീട് പുറത്താക്കപ്പെടൽ കൊണ്ട് അക്രമം നേരിട്ട ആൾ. അപ്പം ആദ്യം എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഉപദ്രവിച്ചു, പിന്നെ തിരിച്ചങ്ങോട്ട് അതേപോലെ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? അവരെ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അങ്ങനെയുള്ള ആളുകളെ യൻസുറന്നഹുല്ലാഹ് തീർച്ചയായും അവൻ അള്ളാഹു സഹായിക്കുന്നതാണ് അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ. ഇന്നല്ലാഹ് തീർച്ചയായും അള്ളാഹു തആല അഫൂൻ അനിൽ മുഅ്മിനീങ്ങൾക്ക് ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്. ഗഫൂറുൻ ലഹും മാപ്പാക്കുന്നവനാണ്. ഗഫൂറുൻ അഫൂ എന്ന് വെച്ചാൽ മാപ്പാക്കുന്നവൻ. ഗഫൂറുൻ ലഹും അവർക്കേറെ പുറത്തു കൊടുക്കുന്നവനാണ്. അൻ ഖിതാലിഹിം ഫി ഷഹ്രിൽ ഹറാം പവിത്രമായ മാസത്തിൽ അവർ യുദ്ധം ചെയ്യുന്നതിനെ തൊട്ട് അത്
തിരിച്ച് ചെയ്യുന്നില്ല, കുഴപ്പമില്ലാന്ന്. ദാലിക നസ്റു, ആ ഒരു സഹായം അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞില്ല, സംരക്ഷിക്കും എന്നൊക്കെ അർത്ഥം. അത് ബി അൻ അള്ളാഹു യൂലിജുല്ലയിൽ, എന്ത് കാരണത്താലാണ് അള്ളാഹു തആല യൂലിജുല്ലയിൽ രാത്രിയെ സന്നിവേശിപ്പിക്കുന്നത് കാരണത്താലാണ്, ഫിന്നഹാരി പകലിൽ, പിന്നെ വയ്യുലിജിന്ന ആറഫില്ലയിൽ പകലിനെ രാത്രിയിലും സന്നിവേശിപ്പിക്കുന്നത് കാരണത്താലാണ്. ഏതായത് യുദ്ഖിലു കുല്ല മിൻഹുമ ഫിൽ ആഖിർ, ഓരോന്നിനെയും പകലിനെ രാത്രിയും രാത്രിയും പകലിലുമായിട്ട് അള്ളാഹു പ്രവേശിപ്പിക്കുന്ന കാരണത്താലാണ്. എങ്ങനെയാ പ്രവേശിപ്പിക്കൽ? ബി ഐ യസീദ ബി, അള്ളാഹു അതുകൊണ്ട് വർദ്ധിപ്പിക്കുക. ചില ദിവസം രാത്രി കൂടുതലുണ്ടാവും, ചില ദിവസം പകൽ കൂടുതലുണ്ടാവും, അങ്ങനെ. അതാലിക്ക, അതെന്ത് കാരണത്താലാണ്? മിൻ അസരി കുദ്റത്തിഹി തആല, അള്ളാഹുവിൻ്റെ ശക്തിയുടെ ആ സ്വാധീനം കൊണ്ടാണ്. അല്ലത്തി, എങ്ങനെയുള്ള കുതിരത്താണ്? ബിഹൻ നസ്ർ, അതുകൊണ്ടാണ് സഹായം ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും വലിയ കഴിവുള്ള ആളാണ്. അപ്പോൾ അള്ളാഹു അവരെ സംരക്ഷിക്കും. അതുപോലെ വന്നല്ലാഹ സമീഉൻ ദുആ അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ദുആനെ കേൾക്കുന്നവനാണ് അള്ളാഹു. ബസീറും ബിഹി, അവരെ കാണുന്നവനാണ്. ഹൈതു ജഅല ഫീഹിൽ ഈമാന, ഹൈതു ജഅല ഫീഹിൽ ഈമാന, അള്ളാഹു അവരിൽ ഈമാനെ ആക്കുമ്പോൾ അള്ളാഹു അവരെ കാണുന്നുണ്ട്. ഫഅജാബ ദുആഹും, അങ്ങനെ അള്ളാഹു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും നൽകും അല്ലേ, നൽകിയവനാണ്. ദാലിക നസ്റു, ആ സഹായം പിന്നെയും എന്ത് കാരണത്താലാണ്? ബിഅൻ അല്ലാഹു അൽ ഹഖ് സാബിത്ത്, അള്ളാഹു എന്നെന്നും ഉറച്ചു നിൽക്കുന്ന പരമസത്യമായതുകൊണ്ടും. വന്നമായ യദഊന, അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സംഗതികൾ, ബിലിയ ഈ വത്തായി, ഒന്നുകിൽ യദൂന അവർ, അല്ലെങ്കിൽ വത്തായി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സംഗതികൾ, യഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുന്ന സംഗതികൾ, മിൻ ദൂനിഹി അള്ളാഹിനെ കൂടാതെ, വഹുൽ അസ്നാം, അത് അത് വിഗ്രഹങ്ങളല്ലേ. അതെന്താണ്? അത് ഹുവൽ ബാത്തിലു സായിലു, അത് നിരർത്ഥകമാണ്, നിഷ്ഫലമായതാണ്, അത് സായിലു നീങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അള്ളാഹു ഹക്കും ബാക്കിയുള്ളതൊക്കെ ബാത്തിലും ആയതുകൊണ്ടുമാണ് അള്ളാഹു അവരെ സഹായിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ സഹായിക്കുന്നത്? അല്ലാഹു ഹുവൽ അലിയു, അള്ളാഹു എന്താണ്? അലിയാണ്. അതായത് അലി എന്ന് വെച്ചാൽ അലി ഉന്നതനായവനാണ്. അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിനേക്കാൾ ബി ഖുദ്റത്തി, തൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അൽ കബീറു വലിയവനായ അലിയാണ്, വലിയവൻ. മറ്റേ ഉന്നതൻ, ഇത് വലിയവൻ. അല്ലതി, എങ്ങനെയുള്ള ഇസ്ഗറു കുല്ലി ഷൈഇൻ സിവാഹു, അള്ളാഹു അല്ലാത്തതൊക്കെ എന്താണ്? ചെറുതാണ്. അത്രയും വലിയവനാണ് അള്ളാഹു തആല. അതുകൊണ്ടാണ്. അലം തറ, തഅലം, അങ്ങക്കറിയില്ലേ? അൻ്റെ അള്ളാഹു, തീർച്ചയായും അള്ളാഹു അൻസല മിനസ് സമായി, ആകാശത്ത് നിന്നും മഴയെ ഇറക്കി, വെള്ളത്തെ ഇറക്കി, അഥവാ മതറം മഴയെ ഇറക്കി. വതസ്ബീൽ അർളു മുഖ്ളറ, അങ്ങനെ ഭൂമി ആയിത്തീരുന്നു ഒരു പ്രഭാതത്തിൽ, അല്ലെ ഒരു നല്ല പ്രഭാതത്തിൽ. അതെന്താ? സുപ്രഭാതത്തിൽ അതെന്തായിത്തീരുന്നു? മുഖ്ളറൻ, പച്ച പിടിച്ചതായിത്തീരുന്നു. പിന്നെ ബാത്തി സസ്യങ്ങളെ കൊണ്ട്. വഹദ മിൻ അസൽ ഖുദ്റത്തിഹി, അത് അള്ളാഹുവിൻ്റെ ശക്തിയുടെ സ്വാധീനത്തിൽ, അല്ലെങ്കിൽ ഫലത്തിൽപ്പെട്ടതാണ്. ഇന്നല്ലാഹ ലത്തീഫുൻ ബി ഇബാദി, അള്ളാഹു തൻ്റെ അടിമകളോട് കൃപ കാണിക്കുന്നവനാണ്. ഫീ ഇഖ്റാജി നബാത്തി ബിൽ മാ, ഈ വെള്ളം കൊണ്ട് ചെടികളെ എന്താക്കുന്നതിൽ, പുറപ്പെടുവിക്കുന്നതിൽ, സസ്യത്തെ പുറപ്പെടുവിക്കുന്നതിൽ. ഖബീറും ബിമാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇന്ത തഅഖീരിൽ മത്രി, മഴ വൈകിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്താണ് അവർ കരുതി കൂട്ടുന്നതെന്നൊക്കെ അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നുണ്ട്. ലഹു, അവനുള്ളതാണ്, മാഫി സമാവാതി മാഫിൽ അർദ്, വാനഭൂവനങ്ങളിലുള്ള സർവ്വതും, അലാ ജിഹത്തിൽ മിൽക്കി, അല്ലെങ്കിൽ മുൽക്കി രാജാധികാരത്തിന്, അല്ലെങ്കിൽ ഉടമസ്ഥാധികാരത്തിൻ്റെ ഭാഗത്തിലൂടെ അള്ളാഹുള്ളതാണ്. വഇന്നല്ലാഹ ലഹുവൽ ഗനിയ്യു അൻ ഇബാദി, അള്ളാഹു തൻ്റെ അടിമകളത്തോട് തീർച്ചയായും ആവശ്യം തീർന്നവൻ, അവൻ തന്നെയാണ്, അള്ളാഹ് തന്നെയാണ് ആവശ്യം തീർന്നവൻ. അൽ ഹമീദു ലി ഔലിയാഹി, തൻ്റെ ഔലിയാഇൻ്റെ ഹമീദുമാണ്, തൻ്റെ ഔലിയായിനെ പ്രശംസിക്കുന്നവനുമാണ്. അലം തറ, താലം, അങ്ങ് കണ്ടില്ലേ? അല്ലെങ്കിൽ ഹമീദ്, തൻ്റെ ഔലിയ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രശംസിക്കുന്നുണ്ട്. അലം തറ, അങ്ങ് കണ്ടില്ലേ? താലം, അറിയില്ലേ? അറിഞ്ഞിട്ടില്ലേ? അന്നല്ലാഹ സഖറ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ടെന്ന്. മാ ഫിൽ അർളി മിനൽ ബഹായിമി, ഭൂമിയിലുള്ള സർവ്വതിനെയും, മിനൽ ബഹായിമി ജീവികളെ, വൽ ഫുൽക കപ്പലുകൾ, അസുഫിന കപ്പലുകളെ, അത് തന്നെ തജ്രീഫിൽ ബഹരി, സമുദ്രത്തിൽ ഒഴുകുന്നതായ നിലയ്ക്ക്, റൂക്കൂബി വൽ ഹംലി, അതിലെ ആളുകൾക്ക് സഞ്ചരിക്കാനും, വൽ ഹംലി സാധനങ്ങൾ കയറ്റാനും, ബി അംരിഹി, ബീദനി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. വയുംസിക്കു സമാ, അള്ളാഹു ആകാശത്തെ പിടിച്ചു വെക്കുന്നു. മിൻ എന്ന് വെച്ചാൽ ഔ ലി അല്ല, മിൻ എന്ന് വെച്ചാൽ മിൻ അൻ തക അലൽ അർള്, ഭൂമിയുടെ മേൽ അത് പതിക്കുന്നതിനെ തൊട്ട്, അല്ലെങ്കിൽ എന്തർത്ഥത്തിൽ എന്നുള്ളത് ലാമ് കളഞ്ഞു, അല്ലാ തക അലൽ അർള്, ഭൂമിയുടെ മേൽ അത് പതിക്കാതിരിക്കാൻ വേണ്ടി. ഇല്ല ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി അല്ലാതെ പതിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു അതിനെ പിടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഫതഹ്ലിക്കു, നിങ്ങൾ നശിക്കും, അങ്ങനെ നശിക്കാതിരിക്കാനും വേണ്ടി. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, അള്ളാഹു തീർച്ചയായും ജനങ്ങളോട് ഏറെ കൃപയുള്ളവനും കരുണയുള്ളവനാണ്. ബിതസ്ഖീരി, ഇങ്ങനെ ആവശ്യമായ സംഗതികൾ മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിലും, അൽ ഇംസാഖി, ആകാശത്ത് വീഴാതെ പിടിച്ചു നിർത്തുന്നതിലും,
വഹുവ അള്ളാഹു അല്ലതി യാതൊരുവനാണ് അഹ്യാക്കും നിങ്ങളെ ജീവിപ്പിച്ചു ബിൽ ഇൻഷാ ഈ അള്ളാഹു ഉണ്ടാക്കൽ കൊണ്ട് നിങ്ങളെ ജീവിപ്പിച്ചു സുമ്മയും ഈതുക്കും ഇന്ത്യഹായാചാലിക്കും പിന്നെ നിങ്ങളുടെ ആയുസുകൾ അവധികൾ തീരുന്ന വേളയിൽ നിങ്ങളെ എന്താണ് മരിപ്പിക്കുന്നു സുമ്മയുഹീക്കും ഈന്തൽ ബാധ പിന്നെ പുനർജീവിതത്തിൻ്റെ വേളയിൽ നിങ്ങളെ ജീവിപ്പിക്കുന്നു ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യനായി മുഷിരിക്കായ മനുഷ്യനിലെ കഫൂർ ഏറെ നന്ദി കെട്ടാനാണ് നിയാമില്ലായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിതർക്കിഹീതവീതവോ അള്ളാഹുലുള്ള ഏകദേശാസ്തി അവൻ ഒഴിവാക്കൽ കൊണ്ട് ലിക്കുല്ലി ഉമ്മത്തിന് ഓരോ സമൂഹത്തിനും ജയലിനെ നാം ആക്കിയിട്ടുണ്ട് മനസ്സക്കിന് ഓരോ ആരാധനകൾ അല്ലേ അഥവാ അറവാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ അറവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നോക്കാം. ഇവിടെ അതല്ല. ബി ഫത്ഹി സീനി മൻസക്കൻ എന്നുണ്ട്, വക്കസ്രിഹ മൻസിക്കൻ എന്നുണ്ട്, ശരീഅത്താക്കി എന്നാണ്. നേരത്തെ അവിടെ അറവിൻ്റെ വിഷയം പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ എന്താണ് ശരീഅത്ത് മത മതപരമായ കാര്യങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ, മതനിയമമാക്കിയിട്ടുണ്ട്. സുമ്മനാസിക്കുഹു പിന്നെന്താണ് അല്ല സോറി സുമ്മല്ല ഹും നാസിക്കുഹു ആമിലു നബി അവരതുകൊണ്ട് അമൽ ചെയ്യുന്നവരാണ്. ഫലായുനാസി ഉന്നക്ക അതുകൊണ്ട് തന്നെ അവർ അങ്ങയോട് തർക്കിക്കാതിരിക്കട്ടെ. യുറാദു ബിഹി ലിൻ എന്താണ് ലാ തുനാസിഉഹും എന്നാണ്, അങ്ങ് അവരോട് തർക്കിക്കരുത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവർ അങ്ങയോട് തർക്കിക്കാതിരിക്കട്ടെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങ് അവരോട് തർക്കിക്കാൻ പോകണ്ട ഫിൽ അമ്രി കാര്യത്തിൽ, അതായത് അമ്രി ദബീഹ അറവിൻ്റെ വിഷയത്തിൽ. ഇത് കാലം അവർ പറഞ്ഞപ്പോൾ എന്താണ് മാ ഖത്തൽ അല്ലാഹു അഹക്കു അള്ളാഹു കൊന്നതല്ലേ കൂടുതൽ അർഹതയുള്ളത് അൻത കുരൂഹു നിങ്ങൾ അതിനെ തിന്നാൻ മിമ്മ ഖത്തൽത്തം നിങ്ങൾ കൊന്നതിനേക്കാൾ. അതായത് നിങ്ങൾ അറുത്തിട്ട് ഉള്ള ജീവിയേക്കാൾ നല്ലതെന്താണ് സ്വന്തം ചത്തതല്ലേ. കാരണം സ്വന്തം ചത്തതാണെങ്കിൽ അള്ളാഹു അല്ലേ അതിനർത്ഥത്. അപ്പോൾ കൂടുതൽ ഭക്ഷിക്കാൻ യോഗ്യമായത് ഭക്ഷ്യയോഗ്യമായത് ചത്തതല്ലേ എന്നവർ അങ്ങനത്തെ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അങ്ങ് ആ കാര്യത്തിന് നബിയെ അങ്ങ് തർക്കിക്കാൻ പോകണ്ട. വധുവില റബ്ബിക്ക് അങ്ങയുടെ റബ്ബിലേക്ക് അങ്ങ് ക്ഷണിച്ചാൽ മതി. ഏതാ ദീൻ നിങ്ങളുടെ റബ്ബിൻ്റെ ദീനിലേക്ക്. ഇന്നക്കല അലാഹുദൻ ദീനിൻ മുസ്തഖീം അങ്ങ് ചൊവ്വായ മാർഗത്തിൽ മതത്തിൽ തന്നെയാണ് കഴിയുന്നത്. അഞ്ചാതരൊക്ക അവരെങ്ങാനും അങ്ങോട്ട് തർക്കിച്ചാൽ ദീനിൻ്റെ കാര്യത്തിൽ ഫക്കുൽ അങ്ങ് പറയണം അള്ളാഹു ആലമു ബിമാ തഅമലൂൻ നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അള്ളാഹു കൂടുതൽ അറിയുന്നവനാണ്. ഫൈജാസിക്കും അലൈഹി എന്നിട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു. വാദാ കബല്ലം ബിബിൽ കിതാബ് യുദ്ധം കൊണ്ടുള്ള കൽപ്പനയ്ക്ക് മുമ്പാണ്. അള്ളാഹു യഹ്കുമൈനക്കും അള്ളാഹു അവർക്കിടയിൽ നിങ്ങൾക്കിടയിൽ വിധിക്കുന്നതാണ്. അയ്യൽ മുഅ്മിനൂന വൽ കാഫിറൂൻ അല്ലേ സത്യവിശ്വാസികളെ സത്യനിഷേധികളെ. യൗമൽ ഖിയാമത്ത് ദിനത്തിൽ ഫീമ ഒരു വിഷയത്തിൽ കുന്തും ഫീഹി നിങ്ങൾ അതിലായിരുന്നു തഖ്തലിഫൂന ഭിന്നാഭിപ്രായക്കാരായിരുന്നു. ബി അയ്യഖൂലു കുല്ലും മിനൽ ഫരീഖൈനി ഓരോ സംഘങ്ങളിൽ നിന്ന് ഓരോരുത്തരും അല്ലേ ഓരോ രണ്ട് സംഘങ്ങളിൽ നിന്ന് ഓരോ സംഘങ്ങൾ പറയൽ കൊണ്ട് ഖിലാഫ കൗൽ ആഖർ മറ്റേ സംഘത്തിൻ്റെ എതിര് കാഫിര്യങ്ങളൊരു കാര്യം പറയും, മുഅ്മിനീങ്ങൾ നേരെ തിരിച്ചു പറയും. അങ്ങനെ അപ്പോൾ ആ വിഷയത്തിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. അളംകാലം അങ്ങേക്കറിയില്ല. അല്ല ഇസ്തിഫാമു ഫീഹിൽ തകരീർ അതിലുള്ള ഇസ്തിഫാമു തകരീറിലാണ് അങ്ങേക്കറിയും എന്നർത്ഥം. പിന്നെ അതുപോലെ നബാത്ത് എന്നുള്ള സസ്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. നബാത്ത് സസ്യം എന്നാണ്, നബാത്താത്താണ് കേട്ടോ സസ്യങ്ങൾ, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങേക്കറിയില്ലേ, അങ്ങേക്കറിയും അന്നല്ലാഹ യഅലമു മാ ഫി സമാവാതി വൽ അർദ് അള്ളാഹു തആല വാനത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ എന്ത് ചെയ്യുന്നു ഓരോന്നിനും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് അങ്ങേക്കറിയും അല്ലോ, അറിയുമല്ലോ, അറിയും. ഇന്നദാലിക്ക ഈ മാതുക്കറി പറയപ്പെട്ടത് ഫി കിതാബിലുണ്ട്, ഹുലൽ മഹ്ഫൂദിലുണ്ട്. ഇന്നദാലിക്ക അത് അതായത് ഇൽമു മാതുക്കറി പറയപ്പെട്ടതിനെ പറ്റിയുള്ള ജ്ഞാനം അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ അത് യസീറുൻ യസ്സഹലുൻ എളുപ്പമാണ്. വയഅബ്ദൂന അവർ ആരാധിക്കുന്നു അൽ മുശ്രിക്കുന മുശ്രിക്കീങ്ങൾ മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ എന്തിനെ ആരാധിക്കുന്നു മാ ഒന്നിനെ യുനസിൽ ലം യുനസിൽ ബിഹി അള്ളാഹു ആ ഒന്നിനെ കൊണ്ട് ഇറക്കിയിട്ടില്ല. ഹുവൽ അസ്നാം ആ ഒന്നിനായിട്ട് വിഗ്രഹങ്ങൾക്കായിട്ട് സുൽത്താൻ ഒരു ഹുജ്ജത്തിനെ ഇറക്കിയിട്ടില്ല. അതായത് വിഗ്രഹത്തെ ആരാധിക്കാമെന്നതിന് അള്ളാഹു ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ല. എന്നിട്ടും അല്ലേ അങ്ങനെയുള്ള ഒന്ന് അള്ളാഹുവിനും കൂടാതെയുള്ള അങ്ങനെയുള്ള ഒന്നിനെ അവർ ആരാധിക്കുന്നു. ഒമാ ലൈസ്ലഹും ബിഹി ഇൽമ് പിന്നെ ഒന്നിനെ ലൈസ്ലഹും അവർക്കില്ല ബിഹി അതിനെ സംബന്ധിച്ച് ഇൽമ ഒരു ജ്ഞാനവുമില്ല അന്ന ആലിഹ അതൊക്കെ ഇലാഹുകളാണ്, അങ്ങനെയുള്ളതിനാണ് അവർ ആരാധിക്കുന്നത്. ഒമാരത് വാലിമീന ബിൽ ഇഷ്റാഖി ഈ ഷിർക്ക് വെക്കൽ കൊണ്ട് അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾക്കില്ല മിന്നസീൽ ഒരു സഹായിയില്ല യമ്നവാൻഹും അവരിൽ നിന്ന് തടയുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയും. വയതുദ്ര അലിഹിം ആയാത്തുന അവരുടെ മേൽ നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ട മിനൽ ഖുർആൻ ബൈനാത്തി വ്യക്തമായ ലാഹിറാത്തി ബൈനാത്ത് എന്ന് വെച്ചാൽ ലാഹിറാത്ത് ഹാലാണ്, അത് തന്നെ വ്യക്തമായ നിലയ്ക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ തരിഫു ഈ വുജൂഹിമുല്ലദീന കഫറു കാഫര്യങ്ങളായ ആളുകളുടെ മുഖങ്ങളിൽ അങ്ങ് കാണും അൽ മുൻകറ എന്ന് വെച്ചാൽ അൽ ഇൻകാറ മീമിയായ വസ്ത്രമാണ് ഇൻകാറിന് ലഹ ആ ആയത്തുകളോടുള്ള ഒരു നീരസം, ഒരു ഇണക്കമില്ലായ്മ, ഒരു വെറുപ്പ് അങ്ങേക്ക് കാണാം.
അതായത് അസറഹു ഇൻകാറിൻ്റെ അടയാളം കാണാം. പിന്നെ കറാഹത്ത് വെറുപ്പിനാൽ വല അബൂസി മുഖം ചുളിയലിനാൽ ആയത്ത് കൽപ്പിക്കും ഒരു നീരസം കാണും അവരുടെ മുഖത്ത്. യക്കാദൂന അവരടുക്കുന്നു യസ്തൂന യകാദൂന അവരെടുക്കുന്നു യസ്തൂന കയ്യേറ്റം ചെയ്യാനെടുക്കുന്നു ബില്ലദീന യത്ലൂന അലിഹിം അവരുടെ മേൽ ഓതി കേൾപ്പിക്കുന്ന ആളുകളെ ആയാത്തിന നമ്മളുടെ ആയത്തുകൾ അതായത് യഖഊന ഫീഹിം ബിൽ ബതുഷി അവർ ചെന്ന് വീഴുന്നു അവരിൽ ഈ ഓതി കേൾപ്പിക്കുന്ന ആളുകളുടെ അടുത്ത് ബിൽ ബതുഷി പിടിച്ചുകൊണ്ട് അവരെ പിടിക്കുക, എന്നിട്ട് അവരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി അടുക്കുന്ന ഒരു അവസ്ഥ അടുത്ത് വരുന്നുണ്ട്. കുൽനബിയെ അങ്ങ് പറയണം, കുൽനബിയെ അങ്ങ് പറയണം അപ്പോൾ ഉനബിഉക്കും ബിശരി മിൻ ദാലിക്കും അതിനേക്കാൾ ഉപദ്രവകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് അവരോട് ചോദിച്ചു നോക്ക്. അതായത് ബി അക്രഹിലേക്കും നിങ്ങൾക്ക് അതിനേക്കാൾ വെറുപ്പുള്ള ഒരു കാര്യം, വെറുപ്പുള്ളതാകുന്ന മിനൽ ഖുർആനി ഖുർആൻ അൽ മത്ലൂബ് അലൈക്കും അൽ മത്ലൂബി അലൈക്കും നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെടുന്ന ഖുർആനിനെന്നു അതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ അനിഷ്ടകരമായതിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിക്കും. ഓ അത് അഞ്ഞാറു നരകമാണ്. അള്ളാഹു അതിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അല്ലതിനൊക്കെ പ്രകാപര്യങ്ങളായ ആളുകൾക്ക് പിന്നെ മസീറഹും ഇലൈഹ അവരുടെ മടക്കം ആ നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ബിഇസൽ മസീർ മടക്കസ്ഥലത്തിന് ജിൻസ് തന്നെ എത്ര മോശം, പ്രത്യേകിച്ച് ആ നരകമെന്ന് മടക്കസ്ഥലം. യാ അയ്യുഹന്നാസ് അല്ലേ ജനങ്ങളെ, അയ്യഹൽ മക്ക മക്ക നിവാസികളെ, ദുരിബലക്കും അല്ല ലറബം ദുരിബ മസലും ഫസ്തമീഉല അല്ല ദുരിബ മസലും ഒരു ഉദാഹരണം ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്തമീഉലഹു അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും കേൾക്കുക. ബഹു അതേതാണ് അന്നല്ലദീന ദുരിബ മസലും ഫസ്തമീഉല ഇന്നല്ലദീന അതേതാണ് ആ ഉദാഹരണം. ഇന്നല്ലദീന തദ്ഉന തഅബുദൂന മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ആളുകൾ അയ്യാത് വേറോ അല്ലാഹുവിനല്ലാതെ വഹുമുൽ അസ്നാം അതേതാണ് വിഗ്രഹങ്ങളാണ്. ലയ്യഖ്ലുഖു ദുബാബ ഒരു തീർച്ചയായും അതൊരു ഈച്ചയെപ്പോലും ഈ വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുകയില്ല, ഉണ്ടാക്കുകയില്ല. ഇസ്മു ജിൻസാണ് ഇത് ദുബാബ് എന്നുള്ളത്. വാഹിദ് അതിൻ്റെ വാഹിദ് ഏകവചനം ഏതാണ്, ദുബാബത്ത് എന്നാണ് ഈച്ച, മറ്റേത് ഈച്ചകൾ ആണ്. യഖഅലൽ മുദക്കരി വൽ മുഅന്നസി മുദക്കറിനെയും മുഅന്നസിനെയും മേലെ ഇത് വരാറുണ്ട് ദുബാബ എന്ന പദം. വലവിചിത്തമാവൂല അവയെല്ലാം കൂടെ ഒരുമിച്ചാലും ശരി എല്ലി ഹലക്കി അതിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വിഗ്രഹമല്ല എല്ലാ വിഗ്രഹങ്ങളും ചേർന്നിട്ട് തീരുമാനിച്ച ഒരു ഈച്ച ഉണ്ടാക്കണം, അതിനുപോലെ അതിന് കഴിയില്ല ആ ഒറ്റകൾക്ക്. വയസ്ലിബുഹുമു ദുബാബു ഷൈഅൻ വൈസ്ലിബുഹു ദുബാബു ഈച്ച എങ്ങാനും അവരിൽ നിന്ന് ഊരിയെടുത്താൽ അഥവാ തട്ടിയെടുത്താൽ ഷെയ്അൻ വല്ലതും അവരിൽ നിന്നും എന്തിനാൽ മിമ്മ ഒന്നിനാൽ അലയും അവരുടെ മേലുള്ള മിന തീബി ആളുകൾ വിഗ്രഹാരാധകർ എന്ത് ചെയ്യും, പൂജിക്കുന്ന ആളുകൾ വല്ല സുഗന്ധമൊക്കെ പുരട്ടിയിട്ടുണ്ടാവും. അതുപോലെ ജാഫറാൻ വല്ല കുങ്കുമം തേച്ചിട്ടുണ്ടാവും. അൽ എങ്ങനെയുള്ള ഇതാണ് അൽ മുലത്തഹൂന ബിഹി അവരതുകൊണ്ട് എന്ത് ചെയ്യും, തൽത്തീഹ് ചെയ്യും. അൽ മുലത്തിഹൂന തൽത്തീഹ് ചെയ്യും അഥവാ പുരട്ടും. സഫറാനും കുങ്കുമവും ആ സുഗന്ധമൊക്കെ പുരട്ടും. ആ പുരട്ടിയ സുഗന്ധത്തെയൊക്കെ ഈച്ച നശിപ്പിച്ചു കളഞ്ഞു, തട്ടിയെടുത്തു. അങ്ങനെ തട്ടിയെടുത്താൽ തന്നെ എന്താവൂല ലായസ്തൻഖിദുഹു ലായസ്തർദനഹു ഇസ്തിൻഖാദ് എന്ന് വെച്ചാൽ ലായസ്ത ഇസ്തറദ്ദ ഇസ്തറിദൂഹു അവരെന്ത് ചെയ്യാൻ കഴിയൂല, അതിനെ തട്ടിക്കളയാൻ തിരിച്ചു വാങ്ങാൻ കഴിയൂല. ഇസ്തിൻഖാദ് എന്ന് വെച്ചാൽ തിരിച്ചു വാങ്ങാൻ റദ്ദ അപ്പം തിരിച്ചാവശ്യപ്പെടാൻ ആ പറ്റുകൾക്ക് കഴിയില്ല. വിഗ്രഹങ്ങൾക്ക് ഈച്ചയുടെ കയ്യിൽ നിന്ന് ഈച്ചനെ ഉണ്ടാക്കാൻ കഴിയില്ല, ഈച്ച വല്ലതും തട്ടിക്കൊണ്ടുപോയാൽ അത് തിരിച്ചു വാങ്ങാനും കഴിയില്ല. മിൻഹു ആ ഈച്ചയിൽ നിന്നും ആ സാധനത്തെ എടുത്ത് ആ ഷെയ്ഇനെ ലാ യസ്തൻഖിദൂഹു എന്നതിൻ്റെ ളമീർ ആ ഷെയ്ഇലേക്കും മിൻഹു എന്നുള്ളത് ആ ദുബാബിലേക്കും. ലി അജ്സിഹിം അവരുടെ ദൗർബല്യം കാരണത്താൽ. ഫകൈഫ പിന്നെ എങ്ങനെയാണ് യഅ്ബുദൂന ശുറക്കാ അല്ലാഹ് പിന്നെ എങ്ങനെയാണ് യുഅ്ബദൂന ഇവ ആരാധിക്കപ്പെടുക, ശുറക്കാ അല്ലാഹി തആല അല്ലാഹു തആലയുടെ പങ്കുകാരായ നിലയ്ക്ക്. ഇത് അംറുൻ മുസ്തഗ്റബുൻ ഇത് വളരെ അപൂർവമായൊരു സംഗതി തന്നെയാണ്. അബ്ബറാൻഹു അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു ബിൽ മസൽ ഉദാഹരണത്തെ ഉദാഹരിക്കുക എന്ന് പരാമർശിച്ചു അല്ലേ. ദുരിബ മസലുൻ ഒരു ഉദാഹരണത്തെ ഉദാഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല, ആദ്യതിനെ പറ്റിയുള്ള പരാമർശമാണ്. വഅഫത്വാലിബു വൽ മത്ലൂബ് രണ്ടും ദുർബലമാണെന്ന്. ഈ തേടുന്ന ആളും ദുർബലനാണ്, അതിൽ ആബിദു അഥവാ വിഗ്രഹാരാധകൻ പൂജിക്കുന്നവൻ. ഇനി വൽ മത്ലൂബ് ആരാധകൻ മറ്റെന്താണ് ആരാധ്യനും പോക്കാണ്. അൽ മാബൂദ് ആരാധ്യനും പോക്കാണ്. രണ്ടും ദൗർബല്യം അനുഭവിക്കുന്നവരാണ്.
മാ ഖദറുല്ലാഹ, അവരല്ലാഹുവിനെ ആദരിച്ചില്ല. അള്ളമോഹു, അള്ളാഹുവിനെ വന്ദിച്ചില്ല. ഹക്ക ഖദ്രിഹി, വന്ദിക്കേണ്ട വിധം. അളമതഹു, അള്ളാഹുവിനെ വന്ദിക്കലിൻ്റെ യഥാവിധം വന്ദിച്ചില്ല. ഇത് അഷറക്കൂ, അല്ലെ ഇത് അഷറക്കൂ, കാരണം അവരെന്ത് ചെയ്ത് അഷറക്കൂ ബിഹി, അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ടാകും, പക്ഷേ അള്ളാഹുവിനോട് ചേർത്തു, പങ്കുചേർത്തു. യം തനി മാലം യം തനി മിനദുബാബി, ഈച്ചയിൽ നിന്നും വിലങ്ങി നിൽക്കാൻ വിലങ്ങി നിൽക്കാത്ത ഒന്നിനെ, അത്രയും നിസ്സാരമായ ഒന്നിനെ അള്ളാഹുവിനോട് പങ്കുചേർത്തു. വല യൻതസിഫു മിൻഹു, നിഷ്പക്ഷ അല്ല ഇന്തിസാഫ്, നീതി നേടിയെടുക്കാൻ കഴിയില്ല ഈച്ചയിൽ നിന്നും. അതിനും കഴിയാത്ത ഈ പറ്റാൻ അള്ളാഹുവിനോട് പങ്കേർത്തു. അള്ളാഹു ലഖവിയ്യുൻ അസീസ്, അള്ളാഹു തീർച്ചയായും ശക്തിയുള്ളവനും പ്രതാപിയാണ്. ഗാലിബുൻ, മികച്ച നിൽക്കുന്നവനാണ്. അള്ളാഹു തആല യസ്തഫി, തിരഞ്ഞെടുക്കുന്നു, മിനൽ മലായികത്തി, മലക്കുകളിൽ നിന്നും, റുസലൻ ചില ദൂതന്മാരെ, വമിനന്നാസ് ജനങ്ങളിൽ നിന്നും, റുസലൻ ദൂതന്മാരെ. നസല ഇറങ്ങി, ലമ്മ ഖാലൽ മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ, ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന, അദ്ദേഹത്തിൻ്റെ മേൽ, നിബിതങ്ങളുടെ മേൽ ഒരു ദിക്ർ ഇറങ്ങുകയോ, മിൻ ബൈനിന, നമ്മളുടെ ഇടയിലായിരിക്കുക, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ മുഹമ്മദിന് മാത്രം അങ്ങനെ ഒരു വഹി ഇറങ്ങുമോ എന്ന രൂപത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ആണ് ഈ സംഗതി ഇറങ്ങിയത്. ഏത്? അള്ളാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വമിനന്നാസ്, അള്ളാഹു മലക്കുകളിൽ നിന്നും ചില ആൾക്കാരെ ദൂതന്മാരാക്കും, ജനങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ചില ആൾക്കാരെ ദൂതന്മാരാക്കും. അങ്ങനെയുള്ള ഒരു ദൂതനാണ് നബിതങ്ങളിൽ നിന്ന്. അങ്ങനെ പറഞ്ഞു എന്തെല്ലാം അസൂയായിട്ടുണ്ട് കാര്യമില്ല. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ പോലെ അമിയസുസന്ന സലാമത്താഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലേ, പ്രവാചകന്മാർക്ക് അള്ളാഹ് വലതും കൊടുക്കും, അതൊന്നും അസൂയിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ വലത് ഫദ്ലനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്, പ്രവാചകന്മാരെ തന്നെ ചിലർക്ക് ശ്രേഷ്ഠത നൽകാറുണ്ട്. ഇന്നല്ലാഹ സമീഉൻ ലിമഖാലതിഹിം, അവരുടെ സംസാരത്തെ അള്ളാഹു കേൾക്കുന്നവനാണ്. ബസീറും ബിമൻ, കാണുന്നവനാണ്. ബിമൻ, ഒരുത്തനെ അള്ളാഹു കാണുന്നുണ്ട്. യത്തഖിദുഹു റസൂലാ, അള്ളാഹു ഒരാളെ അള്ളാഹു കാണുന്നുണ്ട്. യത്തഖിദുഹു റസൂൽ, അള്ളാഹു ആളെ എന്താക്കുന്നു? റസൂലാക്കിയിട്ടുണ്ട്. ആരെപ്പോലെ? ജിബ്രീൽ, മീകായിൽ, ഇബ്രാഹിം, മുഹമ്മദിൻ, വഗൈരിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ. രണ്ട് മലക്കുകളാണ് ജിബ്രീൽ, മീകായിൽ അലൈഹി വസ്സലാം. രണ്ട് പ്രവാചകന്മാരാണ്, ഇബ്രാഹിം, മുഹമ്മദ് സല്ലല്ലാഹു അലാ നബീന അലൈഹി വഅലാ സായിരി ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അപ്പോൾ അവരെയൊക്കെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട് എന്ന്. യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതിനും പിന്നിലുള്ളതിനും അള്ളാഹു അറിയുന്നുണ്ട്. ഏതായത് മാ ഖദ്ദമു, അവർ മുമ്പേ ചെയ്തു വെച്ചതിനും, വമാ ഖലഫു, അവർ പിന്നീട് ചെയ്യാൻ പോകുന്നതിനെയും, വമാ അമിലു, അവർ ചെയ്തതിനെയും, വമാ ഹും ആമിലൂന ബഅദു, അതിൻ്റെ ശേഷം അവർ ചെയ്യുന്ന ഒരു കാര്യത്തെയും, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മാത്രമാണ് മറക്കപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലേ സത്യവിശ്വാസികളെ, ഇർക്കഊ, നിങ്ങൾ റുക്കൂ ചെയ്യുക, വസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യുക. അതായത് ഉദ്ദേശിക്കുന്നത് റുക്കൂവും സുജൂദും ചെയ്തുകൊണ്ട് സല്ലൂ, അഥവാ നിസ്കരിക്കുകയും, അഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, വഹിദുഹു, അവനെ ഏകദൈവമായി കണ്ട് ആരാധിക്കുക, വഫ്അലുൽ ഖൈറ, നിങ്ങൾ നന്മയെ വർദ്ധിക്കുക, കസിലത്തി റഹിമി, കുടുംബം ചേർക്കൽ പോലെ, വമകാരിമിൽ അഖ്ലാഖ്, നല്ല നല്ല സ്വഭാവങ്ങൾ, അല്ല ആദരണീയമായ സ്വഭാവങ്ങളെ നിങ്ങൾ വർദ്ധിക്കൂ. അതൊക്കെയാണ് ചെയ്യേണ്ടതാണ്. ആ രൂപത്തിൽ കഴിയുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി, തഫൂസൂന ബിൽ ബഖാഇ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവശേഷിക്കൽ കൊണ്ട്, എന്നും കഴിയൽ കൊണ്ട് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. വജാഹിദു, നിങ്ങൾ പരിശ്രമിക്കുക, ഫില്ലാഹി, അള്ളാഹുൽ, അതായത് ഇഖാമത്തി ദീനി, അള്ളാഹുവിൻ്റെ ദീനെ നിലനിർത്താൻ വേണ്ടി, ഹക്ക ജിഹാദി, പരിശ്രമിക്കേണ്ട വിധം പരിശ്രമിക്കുക, ബിസ്തിഫ്റാഇ താഖത്തി ഫീഹി, നിങ്ങളുടെ കഴിവിനെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കൽ കൊണ്ട്, ഫീഹി, അതിൽ, വനസ്ബി ഹക്കിൻ അലൽ മസ്തർ, അല്ല വനുസിബ ഹക്ക എന്ന് നസ്ബി ചെയ്യപ്പെട്ടു, അൽ മസ്തറാണെന്ന പ്രകാരം. അപ്പം വജാഹിദു ബില്ലാഹി ഹക്ക ജിഹാദി, നിങ്ങൾ പരിശ്രമിക്കുക, ഹക്ക ജിഹാദി, പരിശ്രമിക്കേണ്ട വിധം. അപ്പോൾ അത് മഫ്ഊൽ മുത്ലഖാണ്. ഇതിൻ്റെ മസ്തർ എന്ന് പറഞ്ഞാൽ മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഒന്നാണല്ലോ. ജാഹിദു എന്നതിൻ്റെ അങ്ങനെയാണ് സ്പീട്ട് ചെയ്യുന്നത്. ഹുജിത്തബാക്കും, അവൻ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇഖ്താറൽക്കും ലദീനി, അള്ളാഹുവിൻ്റെ ദീനിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു. ശരിക്കും തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. ഒമാ ജഅല അലൈക്കും ഫിദ്ദീനി, അള്ളാഹു നിങ്ങളുടെ മേലാക്കിയിട്ടില്ല ദീനിൻ്റെ കാര്യത്തിൽ മിൻഹൽ ജോജ്, പ്രയാസം, ഏതായത് ഒരു ലൈക്കിന് ഒരു ഇടുക്കവും, ബിയൻ സഹലഹു, അപ്പോൾ ഇടുക്കമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബിയൻ സഹലു, അള്ളാഹുവിനെ എളുപ്പമാക്കി കൊടുക്കൽ കൊണ്ട്, ഇൻദറൂറാത്തി, അനിവാര്യതകളുടെ ഘട്ടത്തിൽ, കൽ കസരി വത്തയമം, അപ്പോൾ ഒരുപാട് ഇളവുകൾ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. കൽ കസരി, യാത്രയിൽ നിസ്കാരം കസറാക്കി നിസ്കരിക്കുന്ന പോലെ, തയമമി, വെള്ളം ഇല്ലാത്തപ്പോൾ തയമം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ രോഗം ഉണ്ടാകുമ്പോൾ, വാക്കൽ മൈത്തത്തി, വിശപ്പ്, ഒന്നും കഴിക്കാൻ ഇല്ലാത്തപ്പോൾ ശവം തിന്നുന്നത് പോലെ, വൽഫിത്തിരിൽ മറവി, രോഗം ഉള്ള ആൾക്ക് എന്താണ്, രോഗത്തിൻ്റെ പേരിൽ നോമ്പെടുക്കാതിരിക്കുക എന്നൊരളവ് പോലെ, വസഫരി, യാത്ര ഉണ്ടാകുന്ന വേളയിൽ നോമ്പെടുക്കാതിരിക്കുക എന്ന ഇളവ് പോലെ, അതൊക്കെ അള്ളാഹു കിട്ടുന്നുണ്ട്. മില്ലത്ത് അബീക്കും, അത് മൻസൂബൻ ബി നസീൽ ഹാഫിദ് അഥവാ അൽ കാഫ്, ഹാഫിദ് എന്ന് വെച്ചാൽ ജറ് ചെയ്യുന്ന അമീൽ, അഥവാ കാഫാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം കാഫ് എന്നൊരു ജാറുണ്ടാവും ഇവിടെ, കമില്ലത്തി അബീക്കും എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ കാഫ് കളയപ്പെട്ട് അങ്ങനെ നെസ്ബ് കിട്ടി തന്നെ. അപ്പം കമില്ലത്തി അബീക്കും, നിങ്ങളുടെ പിതാവിൻ്റെ മില്ലത്ത് പോലെ, അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് പോലെ, അത് ബയാനാണ്.
അബീക്കും എന്നതിനുള്ള ഹുവ. അപ്പം ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അങ്ങനെയാണ്, ചര്യ അങ്ങനെയാണ്. ഹുവ അവൻ, അയ്യില്ലാഹു അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്മാക്കും മുസ്ലിമീന മിൻ ഖബ്ലു, മിൻ ഖബ്ലു എന്ന് വെച്ചാൽ ഈ ഖബ്ല ഹാദൽ കിതാബ്, ഈ കിതാബിൻ്റെ മുമ്പ് നിങ്ങൾക്ക് അള്ളാഹു നാമകരണം ചെയ്ത മുസ്ലിം എന്നാണ്, മുസ്ലിമിൽ നിന്നാണ്. അപ്പം ഇബ്രാഹിം നബി എന്താണ്? മാക്കാൻ ഇബ്രാഹിം യഹൂദിയും വലാ നസ്രാനിയും വലാക്കിൻ കാന ഹനീഫ് മുസ്ലിമാണ്. അപ്പോൾ ഇബ്രാഹിം നബി എന്താണ്? മുസ്ലിമാണ്. വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിന് മുമ്പുള്ള ആളുകൾ എന്ത് തന്നെയാണ്? മുസ്ലിങ്ങൾ തന്നെയാണ്. ആ മുസ്ലിം എന്ന ഈ കിതാബിൻ്റെ മുമ്പ് നിങ്ങൾക്ക് അള്ളാഹു പേരിട്ടിട്ടുണ്ട്. അഫി ഹാദ, ഇതിൽ അൽ ഖുർആനിലും അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേരിട്ടു. ലിയകൂന റസൂൽ ഷഹീദൻ അലൈക്കും, ഈ ഒരു റസൂല് നിങ്ങളുടെ മേൽ സാക്ഷിയാവാൻ വേണ്ടി യൗമുൽ ഖിയാമ അന്ത്യദിനത്തിൽ അന്നഹു ബല്ലഗക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രബോധനം നടത്തിയിട്ടുണ്ട്, ഈ ദൗത്യം എത്തിച്ചു തന്നിട്ടുണ്ട്. തകൂനു, നിങ്ങളാവാൻ വേണ്ടി, അന്തും ഷുഹദാ അലന്നാസ്, നിങ്ങളാരാവാൻ വേണ്ടി? ജനങ്ങളുടെ മേലിൽ സാക്ഷിയാവാൻ വേണ്ടി. അപ്പോൾ റസൂൽ എന്താകും? റസൂൽ നമുക്ക് ദൗത്യം നിർവഹിച്ചു തന്നിട്ടുണ്ട് എന്ന് സാക്ഷിയാകും. നമ്മളോ? മറ്റു ജനങ്ങൾക്കുള്ള മേൽ നമ്മൾ സാക്ഷിയാകും, അല്ലേ? ലിയകൂനൻ നമ്മുടെ സൈക്കോളജി ഫാമിൻ നാസിമാവെല്ലാം അന്തുമലത്തി മല്ലത്തി കാനല്ലേ കൊല്ലില്ലാൽ മഷീഖുൽ മഗ്രിബ്. ജാലല്ലാഹു അവിടെ നമുക്കതാലേക്ക് ചാനലൊക്കെ ഉമ്മത്തും വസ്തലിത്തക്കൂന് ഷുഹദാ അലന്നാസി വയക്കൂന റസൂൽ അലൈക്കും ഷഹീദ. റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ മേൽ സാക്ഷിയും നമ്മൾ മറ്റു സമൂഹങ്ങളുടെ മേൽ സാക്ഷിയാവുന്ന സൈക്കോളജിസ്റ്റ് 2-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേ സംഗതി അവിടെ പറയുന്നത് ഷുഹദാ അലന്നാസി. അഥവാ എന്തിന്? എന്ന റുസുലഹും, ആ നാസിലേക്ക്, ആ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാർ, ബല്ല ഹത്തുഹും, ആ ദൂതന്മാർ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രബോധനം നടത്തിയിട്ടുണ്ട്. എന്നതിന് നിങ്ങളും സാക്ഷികളാകാൻ വേണ്ടി. അക്കീമു സല, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിസ്കാരത്തിൽ നിർവഹിക്കണം. ദാവിമു അലിഹ, അക്കീമു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കും ദാവിമു അലിഹ, അതിന് നിത്യമായിട്ട് നിസ്കരിക്കണം. അല്ലദീനഹും അലാ സ്വലാത്തിഹിം, അല്ലെങ്കിൽ സ്വലാത്തിഹിം ദായിമു എന്നല്ലേ. അഖാമു സ്വലാത്ത വസ്സക്കാത്ത് ആത്തു സക്കാത്ത്, നിങ്ങൾ സക്കാത്തിന് കൊടുത്തു വിട്ടണം. വാതസിമു ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം അള്ളാഹുവിനെ. സിഖു വസക്ക യസിഖു സിഖു ബിഹി, നിങ്ങൾ അവനെ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവൻ നിങ്ങളുടെ നാസിർക്കും സഹായിയാണ്. മുത്തവല്ലി ഉമൂരിക്കും, നിങ്ങളുടെ കൈകാര്യകർത്താവാണ്, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവനാണ്. ഫനീമൽ മൗല, ആ മൗലയുടെ വർഗ്ഗം തന്നെ എത്ര നല്ലത്. ഹുവ, പ്രത്യേകിച്ച് മൗലയുടെ വർഗ്ഗം തന്നെ, പ്രത്യേകിച്ച് ആര്? അള്ളാഹ് എത്ര നല്ലവനാണ്. വനീമൻ നസീർ, സഹായിയുടെ വർഗ്ഗം തന്നെ എത്ര നല്ലത്. ഐ നാസിർ ലക്കും, അതായത് നിങ്ങളുടെ ഈ ഒരു സഹായി അള്ളാഹു എത്ര നല്ലവനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.